ആ ഒരു സ്വഭാവം പണ്ടേ എനിക്കില്ല. കുറെ കൊല്ലമായി അത് പറയാൻ തുടങ്ങിയിട്ട് 10-23 കൊല്ലത്തോളമായി. പക്ഷെ ഞാൻ പഠിച്ചത് പറയാ എന്നുള്ള ശൈലി, അതിനുപരി ഒരു നാട്ടിൽ ചൊല്ലുമ്പോ അവര് പറയാൻ വേണ്ടി പറയുന്നത് ഞാനത് പറയും. ഞാൻ അള്ളാഹുവിനെ തവക്കലാക്കി അതങ്ങ് പറയാം. അല്ല, അതുകൊണ്ട് ഇവിടെ എന്നോട് ഇത് പറയാൻ പറഞ്ഞപ്പോ ഞാൻ അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട നാട്ടുകാരോട്, ഇന്ന് ഈ ഭൂമി കൊതിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ് നാം ഇന്ന് സംസാരിക്കാൻ പോകുന്ന, ഇവിടെ ഇതുവരെ എന്റെ സുഹൃത്ത് പ്രസംഗിച്ചതുമായ ആ ഒരു വിഷയം. ഭൂമി കൊതിച്ചുകൊണ്ടിരിക്കുന്ന ഒരാശയമാണ്. എന്തൊക്കെയാണ് നമ്മുടെ നാടുകൾ കേൾക്കുന്ന രംഗങ്ങൾ? 2 ആഴ്ച മുമ്പ് സ്വന്തം ഉപ്പാനെ വെട്ടിക്കൊന്ന് കൊലപ്പെടുത്തിയത് നമ്മുടെ ഈ നാട്ടിലുള്ള മലയാള മണ്ണിലുള്ള ഒരു മുസ്ലിമായ മനുഷ്യന്റെ പേരിലുള്ള മോനായിരുന്നു. ചെറിയൊരു വാക്കേറ്റം. ആ പൊന്നുമോനുക്ക് ആരോഗ്യമുണ്ടാകാനുള്ള, ആ മകനെ പോറ്റി വളർത്താൻ വേണ്ടി ഗൾഫ് നാടുകളും മറ്റുമൊക്കെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ആയുസ് മുഴുവനും ആരോഗ്യം മുഴുവനും ചെലവഴിച്ച ആ ഉപ്പയോട് എന്തോ പ്രതികാര ബുദ്ധി അല്ലെങ്കിൽ എന്തോ എന്ന് പറഞ്ഞു അതിന് മറുപടി കൊടുത്തത് ഉപ്പാനെ കൊല്ലലായിരുന്നു. പണ്ടുകാലത്ത് യൂറോപ്പിലെ നാറ്റക്കഥകളെ കുറിച്ചായിരുന്നു അന്ന് ഉസ്താദുമാരൊക്കെ പ്രസംഗിച്ചിരുന്നത്. യൂറോപ്പിലെ നാറ്റക്കഥകൾ ഇന്ന് നമ്മുടെ നാട്ടിലെ നാറ്റക്കഥകളാണ് എന്നുള്ളത് നാട്ടുകാരെ ഓർക്കേണ്ടതുണ്ട്. ഒരു ഭാഗത്ത് പ്രിയപ്പെട്ട ഭാര്യയെ കൊന്നൊടുക്കുന്നത് വിശുദ്ധ റമളാനിൽ, വിശുദ്ധ റമളാനിലെ മഗ്ഫിറത്തിന്റെ 10 വൈകുന്നേരം വരെ നോമ്പ് പിടിച്ച പ്രിയപ്പെട്ട ഭാര്യയെ കൊന്നൊടുക്കിയത് യൂറോപ്പിലല്ല, നമ്മുടെ രാജ്യത്താണെന്ന് ഓർക്കണം. നമ്മുടെ രാജ്യത്താണെന്നുള്ളത് നമുക്ക് മറക്കാൻ പറ്റില്ല. ഉപ്പ എന്ന് വിളിച്ചുകൊണ്ട് കണ്ണീരെടുക്കുന്ന പിഞ്ചു പൈതലുകളെ വെള്ളത്തിലേക്ക് വലിച്ചെറിഞ്ഞ് കൊന്നൊടുക്കിയത് നമ്മുടെ നാട്ടിൽ തന്നെയാണ്. നമ്മുടെ കേരള മണ്ണിൽ എന്നർത്ഥം, മലയാള മണ്ണിലാണ്. ഒരു ഭാഗത്ത് ഭാര്യയെ കൊന്നൊടുക്കാൻ, മക്കളെ കൊന്നൊടുക്കാൻ യാതൊരുവിധ ദയം കാണിക്കാത്ത ഈ കാലഘട്ടം. പക്ഷേ 2 ആഴ്ച മുമ്പ് സാധുവായ ഉപ്പാനെ കൊന്നൊടുക്കിയത്, കൊന്നുകളഞ്ഞത് നമ്മുടെ മലയാള മണ്ണിൽ ഒരു മുസ്ലിമായ കുട്ടിയാണ്. എവിടെയാണ് ലോകം എത്തി നിൽക്കുന്നത് എന്നുള്ളത് നാട്ടുകാരെ നമ്മളൊന്ന് വിലയിരുത്തേണ്ടതുണ്ട്. അവിടുന്ന് വിഷമിട്ടുന്ന സമയം വെള്ളം കുടിക്കാതെ പൊന്നുമോന് വെള്ളം കൊടുത്ത സാധുവായ ഉമ്മ, ആ ഉമ്മയെ എന്തൊക്കെയാണ് നാട്ടുകാരെ നഊദു ബില്ലാഹ് സ്വന്തം ഭാര്യയുടെ വാക്കുകേട്ട് കല്യാണം കഴിച്ച ഒരു മാസം പ്രായമായപ്പോഴേക്കും ഭാര്യയുടെ നാട്ടുകാരെ കേട്ടുകേൾവിയല്ല നമ്മുടെ മലയാളമണ്ണിൽ നടന്നുപോയൊരു യാഥാർത്ഥ്യം. 1 മാസം പ്രായമായ ഭാര്യയുടെ വാക്കുകേട്ട് നേരെ ചെല്ലുന്നു അടുക്കളയിലേക്ക്. കല്യാണം കഴിഞ്ഞ 1 മാസമേ ആയിട്ടുള്ളൂ. ആ മകന് കല്യാണം കഴിച്ചു കാണാൻ, ആ മകൻ ഒരു കുഞ്ഞു ജനിച്ചു കാണാൻ കൊതിച്ചുകൊണ്ട് പടച്ചവനെ, എന്റെ അവസാനത്തെ കരളി, എന്റെ അവസാനത്തെ പൊന്നുമോൻ, അവനും കൂടെ ഒരു കല്യാണം കഴിച്ച് അതിനും കുഞ്ഞു ജനിക്കണമെന്ന് ആശിച്ചുപോയ ഉമ്മ കല്യാണം കഴിഞ്ഞ 1 മാസമേ ആയിട്ടുള്ളൂ. ഭാര്യയുടെ എന്തോ ചില കരച്ചുകൾ, ഭാര്യയുടെ ചില വാക്കുകൾ ക്ഷീണിച്ചു വരുന്ന മകൻ വീട്ടിലേക്ക് കടന്നു വന്നപ്പോ ഭാര്യ താടിക്ക് കൈകൊടുത്തിരിക്കുന്നു. എന്താണടി? 1 മാസം പ്രായമായ പെണ്ണ് ആ പെണ്ണോട് ചോദിക്കുന്നു, എന്താണ് നീ കരയുന്നത്? അവൾ ആദ്യമൊന്നും മിണ്ടിയില്ല. യുവാക്കളെ, പിന്നെ ആ പെൺകുട്ടി കണ്ണീരൊടുക്കിക്കൊണ്ട് പറഞ്ഞു, നിങ്ങളുടെ ഉമ്മാന്റെ കൂടെ എനിക്ക് ജീവിക്കാൻ പറ്റൂല, ഞാൻ എന്റെ വീട്ടിൽ പോകുകയാണ്, എന്നെ എന്റെ വീട്ടിൽ കൊണ്ടാക്കിക്കാളി. ഞാൻ ആ പച്ച മലയാളം നിങ്ങളോട് പറയാ. ഈ പെണ്ണ് കരച്ചിലോട് കരച്ചിൽ കണ്ണീരൊടുക്കിക്കൊണ്ട് ഭർത്താവിനോട് പറഞ്ഞപ്പോ 1 മാസം പ്രായമായ പെണ്ണിന്റെ വാക്ക് കേട്ട് ഈ മകൻ നേരെ അടുക്കളയിലേക്ക് ചെന്നു. തഹജ്ജുദ് ഒഴിവാക്കാത്ത ഉമ്മയാണ്. പ്രായാധിക്യം കൊണ്ട് മുസ്ലിമേ, പ്രിയപ്പെട്ട മോമിനെ, പ്രായാധിക്യം കൊണ്ട് ഉമ്മമാര് പലതും പറയും. 50-60 വയസ്സ് കഴിഞ്ഞ ഉമ്മമാർ കുട്ടികളുടെ സ്വഭാവമായിരിക്കും, പലതുമൊക്കെ പറഞ്ഞു പോകും. അടുക്കളയിലേക്ക് ചെന്ന് ഈ മകന്റെ ചീറിപ്പാഞ്ഞടുക്കൽ
എടാ മോനെ എന്ന് വിളിച്ചപ്പോഴേക്കും ഉമ്മാന്റെ നെഞ്ചിലേക്ക് ചവിട്ടിയ പൊന്നുമോൻ ഭാര്യയുടെ വാക്കുകെട്ടി ഉമ്മാന്റെ നെഞ്ചിലേക്ക് ചവിട്ടി. ആ ഉമ്മ പിടുങ്ങി അവൻ അവസാനം മോളെ എന്ന് വിളിച്ച ഉമ്മ പൊന്നുമോന്റെ മുഖത്ത് നോക്കിയപ്പോ വീണ്ടും കൊടുത്തു ഉമ്മാന്റെ വയറ്റിലേക്ക് ഒരു ചവിട്ടി. ആ ഉമ്മ പിടഞ്ഞ് സക്രാത്തിന്റെ വലി വലിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമ ചൊല്ലി പൊന്നുമോനെ കൈകൊണ്ട് ആകി കാണിച്ചുകൊണ്ട് ഉമ്മ മരിക്കുകയാണ്. എവിടെയാണ് മുസ്ലിമേ മലയാളമൊന്നിലല്ലേ നടന്നുപോയത്? സ്വന്തം ഭാര്യയുടെ വാക്കുകെട്ടി ഉമ്മാന്റെ വയറ്റിലേക്ക് ചവിട്ടിയപ്പോ ശ്വാസം കിട്ടാതെ പിടഞ്ഞു മരിക്കുമ്പോ പൊന്നുമോനെ കൈകൊണ്ട് ആകി കാണിച്ച ഉമ്മ. ഇവിടെയാണ് മുസ്ലിമീങ്ങളെ നമ്മുടെ ഉമ്മാന്റെ അവസ്ഥകൾ, ഉപ്പാന്റെ അവസ്ഥകൾ നാം ഒന്ന് ചിന്തിക്കേണ്ടത്. ഹജ്ജ് കഴിഞ്ഞു വന്ന പിതാവ് വിശുദ്ധമായ കഅബാലയത്തിന്റെ തില്ല പിടിച്ച് ആ കറുത്ത വില്ല കൊണ്ട് പൊതിഞ്ഞു കിടക്കുന്ന പരിശുദ്ധമായ പവിത്രമായ കഅബാലയത്തിന്റെ തില്ല പിടിച്ചുകൊണ്ട് പൊട്ടിക്കറഞ്ഞ ഉപ്പ പാൽക്കടല് പോലെ വിശാലമായി കിടക്കുന്ന അറഫാ മണ്ണിൽ ചെന്നുകൊണ്ട് ഈ റബ്ബൽ ആലമീൻ എന്റെ മക്കളെ നന്നാക്കണേ അല്ലാഹ്. ആ അറഫാ മണ്ണിൽ ചെന്നിട്ട് കണ്ണീരൊടിക്ക് ദുആ ചെയ്ത ഒരു സാധുവായ ഉപ്പ നാട്ടിലേക്ക് തിരിച്ചു വന്ന് വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് പോകുമ്പോ റോഡരികിൽ ചൂട്ടുകളിക്കുന്ന പൊന്നുമോനെ കാണുന്നു. പ്രിയപ്പെട്ട മകനെ കാണുന്ന സമയത്ത് വടിയും കുത്തിപ്പിടിച്ച പള്ളിയിലേക്ക് പോകുന്ന സാധുവായ ഉപ്പ, എടാ പള്ളിയുടെ അടുത്ത് വെച്ചാണോ നീ ചൂട്ട് കളിക്കുന്നത്? മകനെ അടിക്കാൻ വേണ്ടി കയ്യിലുള്ള വടിയെന്ന് പൊക്കിയപ്പോ ആ വടിയങ്ങോട്ട് തിരിച്ചു വാങ്ങി 70 വയസ്സുള്ള ഉപ്പാന്റെ പുറത്തേക്കടിച്ചത് മലയാളം മുന്നിലാണ്. മറക്കാൻ പറ്റില്ല നാട്ടുകാരെ. ആ ഉപ്പാന്റെ പുറത്തടിച്ചു. ആ ഉപ്പ നിലത്തു വീണു. അവിടുന്ന് വിഷമിച്ച് നാട്ടുകാർ വന്നിട്ടാണ് 70 വയസ്സുള്ള മകൾ നോക്കി നിൽക്കെ നാട്ടുകാർ വന്ന് ആ ഉപ്പാനെ പൊക്കുകയാണ്. അവിടുന്ന് പൊക്കിയിട്ട് പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നു. അകത്തെ പള്ളിയിൽ ഇരുന്നിട്ട് ആ ഉപ്പാന്റെ ദുആ, പടച്ചവനെ ഇനി എന്നെ മരിപ്പിക്കണേ അല്ലാഹ്, ഇനി എന്നെ മരിപ്പിക്കണേ അല്ലാഹ്. എവിടെയാണ് ലോകമെത്തി നിൽക്കുന്നത് നാട്ടുകാരെ? പള്ളിയിലെ ഉസ്താദ് വന്നിട്ട് ഹാജിയാരോട് ചോദിക്കുന്നു, നല്ലൊരു മനുഷ്യനാണ്. ആ നാട്ടിൽ ഒരു പള്ളിയിലെ ഉസ്താദിനെയും ഒരു മുതഅല്ലിമിനെയും വേദനിപ്പിക്കുന്നൊരു വാക്ക് പറയാത്ത ഒരു ഹാജിയാരാണ്. എത്ര ഹാജിമാരാണ് പള്ളിയിലെ ഉസ്താദുമാരും മുതഅല്ലിമീങ്ങൾക്കും ഭാരമായി മുതഅല്ലിമീങ്ങളെ മാത്രം ചിക്കിക്കുത്തി നടക്കുന്ന എത്ര വിവരം കെട്ടുപോയ ഹാജിമാരുണ്ട്. പക്ഷേ ഈ സാധു മനുഷ്യൻ ഒരു മുതഅല്ലിമിനെ കുറിച്ചൊരു വാക്ക് വേദനിപ്പിക്കുന്ന പദം പ്രയോഗിക്കാത്ത ഒരു ഹാജിയാണ്. ആ ഉസ്താദ് വന്നിട്ട് എന്ത് പറ്റി ഹാജിയാരെ? ആ സാധു മനുഷ്യൻ കുപ്പായം ഇങ്ങനെ പൊക്കിയിട്ട് വടിയുടെ അടയാളം ആ പുറത്ത് 70 വയസ്സുള്ള ഉപ്പാന്റെ പുറത്ത് പതിഞ്ഞിട്ടുണ്ട്. എന്റെ മോൻ അടിച്ചതാണ് ഉസ്താദെ, എന്റെ മോന് എന്നെ റോട്ടിലിട്ടടിച്ചതാ. എന്താണ് ആ ഉപ്പാന്റെ കരച്ചിൽ? എടോ, ഒരു ബാപ്പയെങ്ങാനും ഒരു തുള്ളി വെള്ളം മകന്റെ വേദനിപ്പിക്കൽ കൊണ്ട് ഒഴുക്കിപ്പോയാൽ ലാ തമൂതു വലാ തഹ്യാ, മോനെ നീ ജീവിക്കുകയുമില്ല, നീ മരിക്കുകയുമില്ല. പിടഞ്ഞുകൊണ്ടിരിക്കും ഒരു തുള്ളി വെള്ളം കിട്ടുകയില്ല. നിന്റെ കാരണം കൊണ്ട് നിന്റെ ഉപ്പാന്റെ കണ്ണിൽ നിന്നൊരു തുള്ളി വെള്ളം കിട്ടിയാൽ എടോ, ദുനിയാവ് ഈ മണ്ണ് നിന്നെ സ്വീകരിക്കാൻ പ്രയാസമാണ്. അത്രയും വലിയ കടുപ്പമുള്ള ഒരു ഭാഗമാണ് ഈ ബാപ്പയും അമ്മയും. അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് പറഞ്ഞു വരുന്നത്, ഒരു ഭാഗത്ത് ഉമ്മാനെ തല്ലിക്കൊല്ലുന്ന രംഗങ്ങൾ, ബാപ്പാനെ തല്ലിക്കൊല്ലുന്ന രംഗങ്ങൾ, ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി, ഭാര്യയുടെ സന്തോഷത്തിന് വേണ്ടി വരെ ഉമ്മാനെ തല്ലുന്ന യുവ മനസ്സുകൾ ജീവിക്കുന്ന കാലമാണ്. ഇവിടെയാണ് ഞാൻ ചില കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച 20 കാര്യങ്ങൾ അല്ലാഹുവിന്റെ ഹബീബ് നമ്മുടെ ഉമ്മ, ഈ പ്രസംഗിക്കുന്ന മുസ്ലിയാരുടെ ഉമ്മ എനിക്ക് നഷ്ടപ്പെട്ടാൽ ദുനിയാവിൽ എനിക്ക് വരുന്ന നഷ്ടങ്ങളെ കുറിച്ച് റസൂലുള്ള പറഞ്ഞ ചില ഭാഗങ്ങൾ ഞാനിവിടെ വായിച്ചു കേൾപ്പിക്കുകയാണ്. അല്ലാഹു തആല നമ്മയൊക്കെ സ്വാലിഹീങ്ങളിൽ സജ്ജനങ്ങൾ പിടിച്ചു തെരുമാറാവട്ടെ. നിങ്ങളൊക്കെ അടുത്ത് വന്നിരിക്കും. ഞാനിപ്പോ ഒരു പ്രസംഗം നടത്തുന്ന പോലെ നിങ്ങളാരും കാണില്ല. നല്ല ഭയന്ന് പറയാം. സമയം 9 മണി, 10-10:30 ആകുമ്പോഴേക്കും ഞാൻ നിർത്തും. മക്കളെ, നിങ്ങൾ അവരെ കസാല ഇട്ടിട്ട് നിർത്തി തരാം. ഞാൻ എന്റെ നാട്ടുകാരെ കിട്ടണം. നിങ്ങളോടിപ്പോ വാല് പറയാൻ വേണ്ടി ഞാൻ ആയിട്ടില്ല.
പക്ഷെ ഇൻഷാ അല്ലാഹ് മുതഅല്ലിമീങ്ങളൊക്കെ സഹകരിക്കുക, നാട്ടുകാരെ നിങ്ങളൊക്കെ അവരെ കസാലിട്ടൊന്ന് അടുത്ത് വരും, ഒന്നുകൂടി വരും മക്കളെ, നല്ല അടുത്ത് വരും. എപ്പോഴാ മടുപ്പാണ് അപ്പൊ പോയിക്കോളും, അത് ഫുൾ സ്വാതന്ത്ര്യം. എപ്പോ മടുപ്പാണ് അപ്പൊ പോയി നിങ്ങൾ നാട്ടുകാരൊക്കെ അടുത്ത് വരും. എന്റെ ഉമ്മമാര് സഹോദരിമാരൊക്കെ ചില കാര്യങ്ങളിൽ വിഷയം അങ്ങനെ ആയതുകൊണ്ട്, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെങ്ങനെ അടുത്തേക്ക് വിളിച്ചു വരുത്തൂല. എല്ലാവരും അവരെ കസാലിട്ടടുത്ത് പോന്നോളി. എപ്പോ വിഷമോ മടുപ്പോ തോന്നി അപ്പൊ പോകും ചെയ്തോളി. ഈ മുസ്ലിയാർക്ക് ഒരു വെറുപ്പും ഉണ്ടാവില്ല, വിഷമം ഉണ്ടാവില്ല. അപ്പൊ ആ നിലക്ക് ഒന്ന് അടുത്ത് വന്നിരുന്നോളി. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, എന്റെ പെങ്ങളോട്, രക്തങ്ങളോട്, സഹോദരിമാരോട്, മരുമക്കളായി ജീവിക്കുന്ന പെൺകുട്ടികളോട് ഞാൻ ഈ വിഷയം പറയുമ്പോ ആമുഖമായി പറയുന്നു, മോളെ, നിന്റെ കരച്ചിലുകൊണ്ടോ നിന്റെ നാവിൽ നിന്ന് ഉരുവിടുന്ന വാക്കുകളെ കൊണ്ടോ നിന്റെ ഭർത്താവിന്റെ ഉമ്മയോടോ ബാപ്പയോടോ അതുപകേടായി വല്ലതും ചെയ്തു പോയാൽ മോളെ, നിന്റെ പള്ളിപ്പറമ്പ് നരകമാണ്. മരുമക്കൾ ചിന്തിക്കാനാണ് ഞാൻ ആമുഖമായി പറയുന്നത്. നിങ്ങളുടെ ഭർത്താക്കന്മാരുടെ ഉമ്മയെക്കുറിച്ച് നിങ്ങളെങ്ങാനും ഭർത്താവ് എന്ന് പറയുന്നത്, ഭർത്താവിന് ഭാര്യയോടുള്ള സ്നേഹം വേറെയാണ്, ഭർത്താവിന് ഉമ്മയോടുള്ള സ്നേഹം വേറെയാണ്, ഭർത്താവിന് ബാപ്പയോടുള്ള സ്നേഹം, ഭർത്താവിന് ഭാര്യയുടെ ഉമ്മ, ഭർത്താവിന് ഭാര്യയുടെ ഉപ്പ, അതെല്ലാം ബന്ധങ്ങൾ പല രൂപത്തിലുമാണ്. എന്റെ ശബ്ദം കേൾക്കുന്ന പെങ്ങളെ, നിന്റെ നാവിൽ നിന്ന് ഉരുവിട്ടു പോകുന്ന ചാക്ക് കൊണ്ടോ, നിന്റെ കണ്ണീരുകൊണ്ടോ, നിന്റെ ശൈലി കൊണ്ടോ, നിന്നെ പൊന്നുപോലെ സ്നേഹിക്കുന്ന നിന്റെ ഭർത്താവെങ്ങാനും നിന്റെ വാക്ക് കേട്ടിട്ട് ആ ഭർത്താവിന്റെ ഉമ്മയെ വേദനിപ്പിക്കുന്ന വല്ല പദം പ്രയോഗിക്കുകയോ, ആ ഉമ്മയോട് വെറുത്തിട്ട് വാടക വീട്ടിലോ നിന്റെ വീട്ടിലോ അഥവാ ഭാര്യ വീട്ടിലോ പോയി താമസിക്കേണ്ട ഗതി വന്നാൽ പെങ്ങളെ, നിനക്ക് ഈമാൻ കിട്ടി മരിക്കാൻ പ്രയാസമാണ്. എത്ര വലിയ ആബിദത്താണെങ്കിലും മരുമക്കൾ, മോളെ, എത്ര വലിയ ആബിദത്താണോ നീ, ഈമാൻ കിട്ടി മരിക്കാൻ പ്രയാസമാണ്. കാരണം നിന്റെ സ്വർഗം കിടക്കുന്നത് നിന്റെ ഭർത്താവിന്റെ കാലിന്റെ ചുവട്ടിലാണ്. നിന്റെ ഭർത്താവിന്റെ സ്വർഗം എത്ര വലിയ മുസ്ലിയാരാണെങ്കിലും, മുദരിസാണെങ്കിലും, വാഹിദാണെങ്കിലും, ആ ഉസ്താദിന്റെ സ്വർഗം ഉമ്മയുടെ കാലിന്റെ ചുവട്ടിലാണ്. എത്ര വഅദ് പറയുന്ന ഒരു ഉസ്താദാണോ, ഉമ്മ അല്ലാ എന്ന് വിളിച്ച് നെഞ്ഞുതടിച്ചു പോയാൽ ആ ഉസ്താദിന്റെ ഗതി അത് പ്രയാസകരം തന്നെയാണ്. ബാപ്പയെങ്ങാനും മോനെ നീ എന്നോടത് പറഞ്ഞടോ എന്ന് പറഞ്ഞാൽ ഈ വഅദ് പറയുന്ന മുസ്ലിയാരുടെ ജീവിതം തുലഞ്ഞുപോയി. അതുകൊണ്ട് തന്നെ പെങ്ങളെ, നിന്റെ ഭർത്താവിന്റെ സ്വർഗം നിന്റെ ഭർത്താവിന്റെ ഉമ്മയുടെ കാലിന്റെ ചുവട്ടിലാണ്. നീ എങ്ങാനും ആ പ്രിയപ്പെട്ട ഭർത്താവ് നിന്നോടുള്ള സ്നേഹം അത് നീ മുതലെടുത്ത് നീ വല്ലതും പറഞ്ഞു നിന്റെ ഭർത്താവിന്റെ ഉമ്മയോട് വല്ല വെറുപ്പ് നീ ഉണ്ടാക്കി തീർത്താൽ നീ എത്ര ഇബാദത്തെടുത്ത് നോമ്പ് പിടിച്ചോ അല്ലാഹു തആല സ്വീകരിക്കില്ലെന്ന് ആമുഖമായി തന്നെ പറഞ്ഞുകൊണ്ട് ചില വിഷയങ്ങൾ സ്ത്രീകളോടും പറയട്ടെ, പെൺകുട്ടികളോട്. നിങ്ങൾ കാരണമായി ഒരുപാട് ആൺകുട്ടികൾ അവര് കല്യാണം അങ്ങ് കഴിഞ്ഞാൽ, കല്യാണം കഴിക്കുന്നവരെ ഉമ്മയും ബാപ്പയും പ്രധാനികളാണ്. എന്റെ ഉമ്മ, എന്റെ ബാപ്പ, എല്ലാ കുട്ടികളും കല്യാണം കഴിക്കുന്നത് വരെ 25 28 വയസ്സിലൊക്കെ കല്യാണം കഴിക്കുന്നത് വരെ അവർക്ക് ഉമ്മയും ബാപ്പയും പ്രധാനികൾ തന്നെയാണ്. കുടുംബങ്ങൾ ആരെന്ത് പറഞ്ഞാലും ഉമ്മാനെ വിട്ട് കളിക്കുന്ന മക്കളുണ്ടാവില്ല. കല്യാണം കഴിക്കുന്നത് വരെ ബാപ്പാനെ വിട്ടുകൊണ്ടുള്ള ജീവിതം മക്കൾക്ക് പ്രയാസമാണ്. കല്യാണം അങ്ങ് കഴിഞ്ഞാൽ പല കുട്ടികളും നേരെ മറിച്ച്, ഞാൻ ആ ഭാഗങ്ങളിലേക്ക് വല്ലാതെ കിടക്കുകയല്ല. ഞാനിപ്പോ 20 വിഷയം ഞാൻ എഴുതിക്കൊണ്ടുവന്നിട്ടുണ്ട്. റസൂലുള്ളയും മഹത്തുക്കളും പഠിപ്പിച്ചത് അത് വായിച്ചിട്ട് ഞാൻ അങ്ങ് പോവുകയും ചെയ്യും. ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, കല്യാണം കഴിയുന്നത് വരെ എത്ര മോശപ്പെട്ട ഉമ്മയാണെങ്കിലും എന്റെ ഉമ്മ, എനിക്ക് എന്റെ ഉമ്മ കഴിഞ്ഞിട്ടേ ഉള്ളൂ. കല്യാണം അങ്ങ് കഴിഞ്ഞ് കുറച്ച് ചെറിയ ചെറിയ പ്രശ്നങ്ങളും ഭാര്യയും ഉമ്മയും തമ്മിൽ അത് പ്രകൃതിപരമായുള്ള രോഗമാണ്. യുവാക്കളെ, അത് കാരണമായി നമ്മുടെ ജീവിതം തുലച്ചാൽ ആഖിറത്ത് നഷ്ടപ്പെട്ടു പോകും. നമ്മുടെ ഭാര്യയും നമ്മുടെ ഉമ്മയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുന്ന പ്രകൃതിപരമായൊരു വിഷയമാണ്. ഞാനിപ്പോ അതിൽ ഒതുക്കുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, കല്യാണം അങ്ങ് കഴിഞ്ഞാൽ പിന്നെ മാതാപിതാക്കളെ അവർ പറയുന്നതും അവരുടെ ശൈലിയും അവരുടെ റൂട്ടുമൊക്കെ അതൊരു വേറെ റൂട്ടായി. കാരണം ഭാര്യയുടെ മനസ്സെങ്ങനെയാണോ
ആ മനസ്സുപോലെ നടക്കുന്ന, ഞാൻ ഭാര്യയെ ചെറുതാക്കിക്കൊണ്ടല്ല പറയുന്നത്, ഭാര്യമാരുടെ മഹത്വം മാത്രം 3-4 മണിക്കൂർ വാഴ്ന്നു പറഞ്ഞ സീഡികൾ ചിലപ്പോൾ നിങ്ങൾക്ക് കേട്ട് കാണും. ഒരു ഭാര്യയുടെ മഹത്വം മാത്രം 4 മണിക്കൂർ വാഴ്ന്നു പറഞ്ഞ പ്രഭാഷണ സീഡി ഇന്ന് മലയാള മണ്ണിൽ ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ തന്നെ വാഴ്ന്നു പറഞ്ഞത് ഭാര്യയുടെ മഹത്വം എന്താണ്, ഭാര്യയുടെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്നത് ഇബാദത്താണ്. ഒരു ഭാര്യയ്ക്ക് ദുആ ചെയ്യാതെ ഭർത്താവ് രാത്രി ഉറങ്ങരുത് എന്ന് പഠിപ്പിച്ച ഇസ്ലാം, അത് വാഴ്ന്നു പറഞ്ഞ മുസ്ലിയാർ തന്നെയാണ്. ഇപ്പൊ ഞാനിത് പറയുന്നത് എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ, യുവ മനസ്സുകളെ, നമ്മുടെ ഭാര്യ നമ്മുടെ ഹൃദയത്തിന്റെ ഒരു ഭാഗമാണ്, അല്ല നമ്മുടെ ശരീരത്തിന്റെ പ്രധാന ഘടകമാണ് നമ്മുടെ ഭാര്യ. നമ്മുടെ കൽബിലെ മുത്താണ് നമ്മുടെ ഭാര്യ. ഹിയ ഉമ്മ ഔലാദിക. മനുഷ്യ, ഉപ്പ എന്ന് വിളിച്ചിട്ട് ഓടി വന്ന് വീട്ടിലേക്ക് കോഴിക്കോട് ടൗണിൽ പോയി നാമൊക്കെ പലഹാരങ്ങളും മറ്റു വസ്തുക്കളും വാങ്ങിയിട്ട് വീട്ടിലേക്ക് വരുമ്പോഴേക്കും ഉമ്മരപ്പടിയിൽ ഓടി വന്ന് നമ്മുടെ കൈപിടിച്ച് തൂങ്ങിക്കളിക്കുന്ന ആ പിഞ്ചു പൈതലില്ലേ, ഉപ്പ എന്ന് വിളിച്ച് നമ്മുടെ മടിയിലിരിക്കുന്ന കുഞ്ഞുങ്ങൾ. മനുഷ്യ, ഹിയ ഉമ്മ ഔലാദിക. ആ മക്കളുടെ ഉമ്മയാണ് നിന്റെ ഉപ്പ, നിന്റെ ഭാര്യ. ഹിയ ഉമ്മ ഔലാദിക. ആ മക്കളുടെ ഉമ്മയാണ് നിങ്ങളുടെ ഭാര്യമാർ. അത് പുരുഷന്മാരെ ഓർക്കണം. നമ്മുടെ കുട്ടികളുടെ ഭാര്യയാണ് നമ്മുടെ കുട്ടികളുടെ ഉമ്മയാണ് നമ്മുടെ ഭാര്യ. അപ്പൊ നമ്മുടെ ഭാര്യ എന്ന് പറഞ്ഞ നമ്മുടെ കുഞ്ഞുങ്ങൾ അങ്ങനെ ഓർക്കണം. പടച്ചവനെ, എന്റെ കുട്ടികളെ പോറ്റി വളർത്തുന്ന ആ കുഞ്ഞുങ്ങളെ വളർത്തിയ, കുഞ്ഞുങ്ങളെ പെറ്റുപോയ ആ ഒരു ഉമ്മയല്ലേ, കുട്ടികളുടെ ഉമ്മയല്ലേ എന്റെ പെണ്ണ്. ആ ഒരു ബോധമാണ് പുരുഷന്മാർക്കുണ്ടാവേണ്ടത്. ഇത് പഠിപ്പിച്ച ഇസ്ലാം. ഇവിടെയാണ് ഇൻഷാ അല്ലാഹ് സാഹചര്യം അനുകൂലമാകുന്നുവെങ്കിൽ പ്രസംഗം കഴിയുമ്പോഴേക്കും ഒരു 10 മിനിറ്റ് നമ്മുടെ ഭാര്യയെ കുറിച്ച് ഞാനൊന്ന് പറയും. നമ്മുടെ ഭാര്യ ആരാണ്? അതുകൊണ്ട് ഞാൻ അവരെ ചെറുതാക്കുകയോ അവരെ വേദനിപ്പിക്കാനോ അല്ല ഇപ്പോൾ ഈ പ്രസംഗിക്കുന്നത്. എന്ത് പറഞ്ഞാലും ശരി, ഭാര്യയ്ക്ക് എത്ര മഹിമയുണ്ടെങ്കിലും ശരി, മൻ ഫല്ലല സൗജതഹു അലാ ഉമ്മിഹി ഫഅലൈഹി ലഅനത്തുല്ലാഹ്. നമ്രൂദിന്റെ പേര് കേൾക്കുമ്പോ ലഅനത്തുല്ലാഹ് എന്ന് പറയുന്നത് പോലെ, ഫിർഔനിന്റെ പേര് കേൾക്കുമ്പോ ലഅനത്തുല്ലാഹ് എന്ന് പറയുന്നത് പോലെ, റസൂലുള്ളാഹിന്റെ തലയെടുത്താൽ 100 ഒട്ടകം കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ച അബൂജഹലില്ലയോ മുസ്ലിമീങ്ങളെ, ആ അബൂജഹലിന്റെ പേര് കേൾക്കുമ്പോ ലഅനത്തുല്ലാഹ് എന്ന് പറയുന്നത് പോലെ, മൻ ഫല്ലല സൗജതഹു അലാ ഉമ്മിഹി ഫഅലൈഹി ലഅനത്തുല്ലാഹ്. എത്ര വലിയ മുസ്ലിയാരാണെങ്കിലും, എത്ര കഅബത്തിന്റെ കല്ല് പിടിച്ച് ഹജ്ജ് ചെയ്ത ഹാജിയാണെങ്കിലും, പെറ്റ ഉമ്മയെക്കാളും നമ്മ വളർത്തിയ സാധുവായ ബാപ്പയെക്കാളും ചെറിയൊരു സ്ഥാനമെങ്ങാനും നമ്മുടെ ഭാര്യയ്ക്ക് കൊടുത്തുപോയാൽ, കേട്ടോളൂ മുസ്ലിമീങ്ങളെ, ഞാൻ ഉസ്താദുമാരെ ഇരുത്തി പറയുന്നു, എന്റെ വകയായിട്ടല്ല പറയുന്നത്, ഇത് റസൂലുള്ള പഠിപ്പിച്ചതാണ്. മൻ ഫല്ലല സൗജതഹു. ഒരു മുസ്ലിമായ മുഅ്മിനായ മനുഷ്യൻ പെറ്റ ഉമ്മയേക്കാൾ ചെറിയ സ്ഥാനം വീട്ടിൽ ഭാര്യയ്ക്ക് കൊടുത്തുപോയാൽ, ഫഅലൈഹി ലഅനത്തുല്ലാഹ്, ഫഅലൈഹി ലഅനത്തുല്ലാഹ്. അവൻ ശാപത്തിന്റെ ഉടമയാണ്, അല്ലാഹുവിന്റെ ലഅനത്തിന്റെ ഉടമയാണ്, റസൂലുള്ളാഹിന്റെ ശാപത്തിന്റെ ഉടമയാണ്. നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് പോകാം മദീനയിലേക്ക്. മുഹമ്മദുർ റസൂലുള്ളാഹ് സാധുക്കളായ പാവങ്ങളായ നമുക്ക് വേണ്ടി കണ്ണീരൊടുക്കി ലോകത്തോട് വിട പറഞ്ഞ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവരെയാണ് നാട്ടുകാരെ ഭാര്യ എന്ന് പറയുന്നത്. ഭാര്യയോട് ചിരിച്ചു കളിച്ചു നടക്കണം, ഭാര്യയോട് ചിരിച്ചു കളിച്ചു നടക്കണം. ഭാര്യയുടെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്നത് ഇബാദത്താണ്. മുസ്ലിമീങ്ങളെ, നമ്മുടെ ഭാര്യയുടെ മുഖത്ത് പുഞ്ചിരിക്കുന്നതും വീട്ടിൽ ചെന്ന ഭാര്യയോട് തമാശ പറയുന്നതും നസലത്ത് ബിഹിമുർ റഹ്മാ. ഭാര്യമാരോട് എത്ര തമാശ പറഞ്ഞു നടക്കുന്നുണ്ടോ, ഭാര്യയോട് എത്ര റാഹത്തുള്ള ജീവിതം കാഴ്ചവെക്കുന്നുണ്ടോ, നസലത്ത് ബിഹിമുർ റഹ്മാ, ഐശ്വര്യം വർജിക്കുമെന്ന് പഠിപ്പിച്ച ഇസ്ലാം. ആ ദീനിന്റെ നേതാവാണ് പറയുന്നത്, ഭാര്യയെ അടിക്കരുത്, ഭാര്യയോട് ദേഷ്യം പിടിച്ചു പോകരുത്. മുസ്ലിമീങ്ങളെ, ഭാര്യയോട് ദേഷ്യം പിടിച്ചൊരു വാക്ക് പ്രയോഗിച്ചാൽ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഭാര്യയുടെ കവിളത്ത് മുത്തം കൊടുത്ത് പൊരുത്തപ്പെടിക്കറേ. മാഷാ അല്ലാഹ്. ദേഷ്യം പിടിക്കുന്ന ഭർത്താക്കന്മാരോട് പറയുന്നു,
അഥവാ വല്ല ദേഷ്യം പിടിച്ചൊരു വാക്ക് പ്രയോഗിച്ചു പോയാൽ അന്ന് രാത്രി ഉറങ്ങുന്നതിനു മുമ്പ് ഭാര്യയുടെ കവളത്ത് മുത്തം കൊടുത്ത് പൊരുത്തപ്പെടിക്കണം, ഞാനൊരു പാവമാണ്. ഭാര്യയോട് പറയണം, എടി ഞാനൊരു സാധുവാണ്, ഞാൻ ദേഷ്യം വിടുമ്പോ വല്ലതും പറയാണ്, എനിക്ക് നീയല്ലാതെ ആരാണുള്ളത്, എനിക്ക് പൊരുത്തപ്പെട്ടു തരണം. ഒരു ഭർത്താവ് രാത്രി കിടന്നുറങ്ങാൻ പോകുമ്പോ ഒരു തുള്ളി കണ്ണീരൊടുക്കിയിട്ട് ഭാര്യയോട് പറഞ്ഞാൽ ആ പെൺകുട്ടി ഖബ്ബലഹാ, ഭർത്താവിന് അടച്ചുകൂട്ടും. ആ പെണ്ണിന്റെ മനസ്സിൽ യാതൊരു വിഷവും പിന്നീട് ഉണ്ടാവില്ല. അതുകൊണ്ട് ഭാര്യമാരോട് ദേഷ്യം പിടിക്കുന്ന ഭർത്താക്കന്മാർ ഭാര്യയോട് പൊരുത്തപ്പെടിക്കാതെ ഉറങ്ങരുതേ എന്ന് പഠിപ്പിക്കുന്നു ഇസ്ലാം, സുന്നത മതം, ദീനുൽ ഇസ്ലാം. പക്ഷേ ആ ദീനാണ് പറയുന്നത്, മൻ ഫല്ലറ സൗജതഹു അലാ ഉമ്മിഹി ഫഅലൈഹി ലഅനത്തുല്ലാഹ്. ഉമ്മയെക്കാളും ഭാര്യമാർക്ക് സ്ഥാനം കൊടുക്കുന്ന എത്ര നിസ്കാര താമ്പ് വെച്ച മനുഷ്യനാണെങ്കിലും, എത്ര വഅദ് പറയുന്ന മുസ്ലിയാരാണെങ്കിലും ഫഅലൈഹി ലഅനത്തുല്ലാഹ്, അവൻ ശാപത്തിന്റെ ഉടമയാണ്. ഖാല റസൂലുള്ളാഹി, ഉറക്കെ ചൊല്ലിക്കൊള്ളി, ഖാല റസൂലുള്ളാഹി. ഈ പ്രസംഗം കഴിയുമ്പോഴേക്കും 10,000 സ്വലാത്ത് ചുരുങ്ങിയത് പച്ചക്കുബയുടെ ചുവട്ടിലേക്ക് എത്തിക്കണം. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. പ്രസംഗത്തിൽ ആവർത്തനം മോശമാണെന്ന് എനിക്കറിയാം. റസൂലുള്ളാഹിന്റെ പേര് ആവർത്തിക്കുന്നത് അൽഹംദുലില്ലാഹ് പള്ളിപ്പറമ്പിൽ നല്ല വെളിച്ചമുണ്ടാക്കാൻ കഴിയും. നിങ്ങളൊക്കെ ഒരു പ്രാവശ്യം റസൂലുള്ളാഹിന്റെ പേര് കേൾക്കുമ്പോൾ ഞാനും നിങ്ങളും സ്വലാത്ത് ചൊല്ലി. ഉമ്മമാരൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് പറയുന്നത്. എന്റെ സഹോദരിമാരെ എല്ലാവരും ചൊല്ലിയാൽ ഒരു പ്രാവശ്യം ചൊല്ലി ഒരു 500 സ്വലാത്തെങ്കിലും റസൂലുള്ളാഹിന്റെ അരികിലേക്ക് എത്തൂലേ. മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ പച്ചക്കുബയുടെ ചുവട്ടിൽ നിന്ന് കിടന്നുകൊണ്ട് ഈ സദസ്സ് കാണുന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്, ആ നബി തങ്ങളാണ് പറയുന്നത്, മുസ്ലിം യുവാക്കളെ, മുസ്ലിം സുഹൃത്തുക്കളെ, ഓ മുസ്ലിം യുവാക്കളെ, ദീനിന്റെ പടയാളികളാവേണ്ടുന്ന യുവ മനസ്സുകളെ, ഭാര്യയെക്കാളും ഉമ്മയെക്കാളും ഭാര്യക്ക് വീട്ടിൽ സ്ഥാനം കൊടുക്കരുതേ. അപകടമാണത്. മൻ ഫല്ലറ സൗജതഹു അലാ ഉമ്മിഹി ഫഅലൈഹി ലഅനത്തുല്ലാഹ്. ആ ഉമ്മയെക്കാളും ചെറിയൊരു സ്ഥാനം ഭാര്യമാർക്ക് കൊടുക്കുന്ന ഏതൊരു മനുഷ്യനും അവൻ നിസ്കാരത്തിലേക്ക് അവിടുന്ന് നിസ്കാര ചാമ്പ് വെച്ചവനാണെങ്കിലും ശാപത്തിന്റെ ഉടമയാണ്. ഈ പഠിപ്പിച്ചു പോയ ദീനുൽ ഇസ്ലാം. ഇവിടെയാണ് എന്റെ സഹോദരങ്ങളെ 10-28 വയസ്സും കൊല്ലം പോറ്റു വളർത്തിയ ഉമ്മ, 28 വയസ്സ് വരെ വളർത്തിയ ഉമ്മ. ഒന്നോർത്തു നോക്കൂ, നാളെ ആ വീട്ടിലെ അല്ലെങ്കിൽ ആ മനുഷ്യന്റെ ആ ഉമ്മയുടെ മോൻ, ആ മകന് ക്യാൻസർ ആണത്ര എന്ന് കേട്ടാൽ നാട്ടുകാരെ, കുടുംബങ്ങളൊക്കെ വരവ് ചുരുങ്ങും. അടുത്ത കുടുംബങ്ങൾ വരെ വീട്ടിൽ വരാൻ പ്രയാസമാണ്. വന്നാൽ തന്നെ ചായ കുടിക്കാൻ പേടിയാണ്. മാത്രമല്ല ബൈക്കിലൂടെ പറന്നിരുന്ന കയൽ തൊട്ടരികിൽ ചേർന്നിരുന്നുകൊണ്ട് കൂടെ പറഞ്ഞിരുന്ന കൂട്ടുകാര് വരെ ക്യാൻസർ പിടിച്ചു കിടക്കുന്ന മകന്റെ വീട്ടിലേക്ക് വരാൻ പ്രയാസമാണ്. പെറ്റ ഉമ്മാക്കെന്ത് ക്യാൻസർ. ഉമ്മ പൊന്നുമോൻ ഒരു ഉല്ല് പോലെ, ഒരു എല്ല് പോലെ, ഒരു രോമം ശരീരത്തിലില്ലാതെ അവിടുന്ന് കണ്ടാൽ അറപ്പ് വരും വിധത്തിൽ മൂത്രത്തിലാണ് പൊന്നുമോന് കിടക്കുന്നതെങ്കിൽ ആ ഉമ്മ അടുത്തു വന്നിരിക്കും. മക്കളെ, എന്റെ ചെറുപ്പക്കാരെ, നമ്മുടെ ഉമ്മ പാവമാ. ക്യാൻസർ പിടിച്ച് മൂത്രത്തിൽ കിടക്കുന്ന മകന്റെ അരികിൽ വന്നിട്ട് ഉമ്മരിക്കും. ഉമ്മ വെള്ളം തരും, ഉമ്മ ചായ തരും. ഉമ്മാക്കൊരു അറപ്പുമില്ല. കാരണം ആ പൊന്നുമോനെ അവിടുന്ന് പ്രസവിച്ചത്, ഈ നിലക്ക് വളർത്തിയത് ഈ ഉമ്മയാണ്. ഉമ്മാക്ക് മക്കൾക്ക് എത്ര വലിയ രോഗം പിടിപെട്ടാലും അവിടുന്ന് ചീഞ്ഞളിയുന്ന ദുർഗന്ധം അടിച്ചു വീശുന്ന ആഫത്തുകൾക്ക് അടിമപ്പെട്ട് കിടക്കുന്ന മകനാണെങ്കിലും ഉമ്മ അവിടെ ഇരിക്കും. അതാണ് എന്റെ ചെറുപ്പക്കാര ഉമ്മ. അതുകൊണ്ടാണ് എത്ര വലിയ പദവി ഭാര്യക്കുണ്ടെങ്കിലും ഉമ്മയെക്കാളും വലിയൊരു പദവി ഭാര്യക്ക് കൊടുത്തോ ആഖിബത്ത് കേടുവരുമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അല്ലാഹു തആല നമ്മയൊക്കെ കാക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഉമ്മ, നമ്മുടെ ബാപ്പ, അവര് നഷ്ടപ്പെട്ടാലുള്ള വേദനകളാണ് ഞാനിന്ന് ഈ വിഷയത്തിലൂടെ ഊന്നി പറയാൻ ആഗ്രഹിക്കുന്നത്. കൂട്ടുകാരെ, 28 കൊല്ലം പൊറ്റുവളർത്തിയ ഉമ്മ നാളെ കല്യാണമാണ് എങ്കിൽ
ഇന്ന് രാത്രി ഭക്ഷണം തന്ന ഉമ്മ. പുതിയാപ്പിളറങ്ങുന്ന സമയത്ത്, ഇവിടെ കല്യാണം കഴിച്ചവരൊക്കെ ശ്രദ്ധിച്ചോളൂ, പുതിയാപ്പിളറങ്ങുന്ന സമയത്ത് എല്ലാവർക്കും പുതിയാപ്പിളറങ്ങുന്ന സമയത്ത് പുതിയാപ്പിളറങ്ങുന്ന തിരക്കായിരിക്കും. നമ്മുടെ ഉമ്മാക്ക് എന്റെ കുട്ടി ചോറൊഴിച്ചോ, എന്റെ മോൻ ചോറൊഴിച്ചോ, മെല്ലെ വന്നിട്ട് ചോറൊഴിച്ചടാ, ചോറൊഴിക്കും. പുതിയാപ്പിളറങ്ങുന്ന സമയത്ത് ചോറ് തന്ന് നമ്മുടെ ഉമ്മ, നമ്മുടെ ഉപ്പ ചിലപ്പോ പുതിയാപ്പിളറങ്ങുമ്പോ ഉപ്പ പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞാൽ ബാപ്പ സമ്മതം തരും. പിന്നെ ബാക്കിലേക്ക് പിന്നെ നോക്കുമ്പോ ഉപ്പാന്റെ കണ്ണിൽ വെള്ളം നിറയും. ഉപ്പാക്കുള്ള ക്ഷമ കൊടുത്തിട്ടുണ്ട്. ലോകത്ത് ഏറ്റവും കൂടുതൽ യുവാക്കളെ പുതിയാപ്പിളറങ്ങുന്ന സമയത്ത് സന്തോഷം കൊണ്ട് അടച്ചുകൂട്ടി കരഞ്ഞത് ആരാണ്? യുവാക്കളെ, നമ്മുടെ ഉമ്മയല്ലേ? മറന്നോ എന്റെ യുവാക്കളെ? നമ്മുടെ ഉമ്മയല്ലേ? ഏറ്റവും കൂടുതൽ ഈ വാള് പറയുന്ന മുസ്ലിയാർ പുതിയാപ്പിളറങ്ങുന്ന സമയത്ത് എന്നെ ഏറ്റവും കൂടുതൽ അടച്ചുകൂട്ടി കരഞ്ഞത് എന്റെ ഉമ്മയാണ്. എനിക്ക് മറക്കാൻ വയ്യ. ഇപ്പോഴും മറക്കാൻ പറ്റുമോ? ആ ഉമ്മ കല്യാണം കഴിഞ്ഞ മാസങ്ങൾ പ്രായമായ പെണ്ണിന് വേണ്ടി ഉമ്മാനെ ആട്ടിവിട്ടി വാടക വീട്ടിലോ ഭാര്യ വീട്ടിലോ പോയി താമസിക്കേണ്ടി വന്നാൽ പൊരുത്തത്തോടുകൂടെ ഭാര്യ വീട്ടിൽ പോയി താമസിക്കാം. ഉമ്മാന്റെ പൊരുത്തമില്ലാതെ ഉമ്മാന്റെ മനസ്സ് പൊട്ടിച്ച് വാടക വീട്ടിലോ വേറെ വീടെടുത്തോ താമസിക്കേണ്ടി വന്നാൽ മനുഷ്യ, നിന്റെ ആഖിബത്ത് കേടുവരില്ലേ? ഇനി ജീവിതത്തിൽ ഒരു ബറക്കത്ത് കിട്ടുമോ? ഇവിടെയാണ് നമ്മുടെ ഉമ്മാനെ കുറിച്ച് നാം ഒന്ന് മനസ്സിലാക്കേണ്ടത്. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലൗ അലിമല്ലാഹു ശൈഅൻ ഫീ ഉഖൂഖി അദ്നാമിൽ ഉഫ്ഫിൽ, അല്ലാഹു തആല അവന്റെ കോടതിയിൽ ഉഫ്ഫിൽ ഛേ എന്ന രൂപത്തിൽ മുഖം ചുളിക്കും വിധത്തിലുള്ളൊരു പദം, അതിനേക്കാളും ഒരു ചെറിയ പദം അല്ലാഹുവിന്റെ കോടതിയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ലഹറമഹു, ആ പദം ഉമ്മയെക്കുറിച്ച് പറയൽ ഹറാമാണ് എന്ന് അല്ലാഹു പ്രഖ്യാപിക്കുമായിരുന്നു. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആ കാലഘട്ടത്തിലെ ചുറുചുറുക്കുള്ള മക്കളോട്, ചെറുപ്പക്കാരോട് അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ വിവരിക്കുകയാണ്. എന്നിട്ട് മഹാനവറുകൾ പറഞ്ഞു, ഫൽയഅമലിൽ ആഖു മാ ശാഅ യഅമൽ ഫലൻ യദ്ഖുലൽ ജന്ന. ഹസൻ റളിയല്ലാഹു അൻഹുക്ക് വിറച്ചുകൊണ്ടിരിക്കുകയാണ്. ഹുസൈൻ തങ്ങളൊക്കെ വിറച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് മക്കൾ, പൊന്നുമക്കൾ. അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളുടെ പ്രസംഗം കേട്ടിട്ട് മഹാനവറുകൾ പറയുന്നു, ചെയ്യേണ്ടവരൊക്കെ ചെയ്തോളൂ. മാതാപിതാക്കളെ വേദനിപ്പിക്കുന്നവരൊക്കെ അവർ എന്തു ഗുണം ചെയ്തോട്ടെ, മാഷാ അമൽ, 1,000 അമലുകൾ, യുസല്ലി കുല്ല യൗമിൽ വലൈലത്തുൽ അൽഫ റകഅ, ഒരു ദിവസം 1000 റകഅത്താണ് അവർ നിസ്കരിക്കുന്നത്. രാത്രി മുഴുവനും ഇബാദത്തെടുക്കുന്നവോ മാഷാ ഫലൻ യദ്ഖുലൽ ജന്ന, മാതാപിതാക്കളെ വേദനിപ്പിച്ചിട്ട് രാത്രി മുഴുവനും ഇബാദത്തെടുക്കുന്ന വ്യക്തിയാണെങ്കിലും ആ മനുഷ്യൻ സ്വർഗത്തിൽ കിടക്കുകയില്ല. സ്വർഗത്തിൽ കിടക്കല് പോയി, സ്വർഗത്തിന്റെ വക്കൊന്ന് കാണല് പോയി, സ്വർഗത്തിന്റെ വാസന പോലും ശ്വസിക്കാൻ അവന് സാധ്യമല്ല. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ പറഞ്ഞു, സ്വഹാബികളെ, ഇത് റസൂലുള്ള പഠിപ്പിച്ചതാണ്, ഇത് റസൂലുള്ള പഠിപ്പിച്ചതാണ്. മാത്രമല്ല, ഉഫിൽ എന്ന പദത്തെക്കാളും ഒരു ചെറുത് ഈ ഭൂമിയിൽ അല്ലാഹു പടച്ചിട്ടുണ്ടെങ്കിൽ അത് മാതാവിനെ കുറിച്ച്, ഉമ്മയെ കുറിച്ച് പറയൽ ഹറാമാണെന്ന് അല്ലാഹു പറയുമായിരുന്നു. അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ ആ കാലഘട്ടത്തിലെ ചെറുപ്പക്കാർക്ക് വേണ്ടി പ്രസംഗം നടത്തുമ്പോ അത് നൽകിയൊരു ഉപദേശമാണിത്. അല്ലാഹു തആല നമ്മുടെ മാതാപിതാക്കളുടെ പൊരുത്തം നമുക്ക് നൽകുമാറാവട്ടെ. സാധുക്കളാണ്, പാവങ്ങളാണ്, എന്തൊക്കെ പറഞ്ഞാലും ഈ പ്രസംഗിക്കുന്ന മുസ്ലിയാർക്ക് വല്ലതും പറ്റിയ എന്റെ ഉമ്മന്നെ ഉള്ളൂ. ഉമ്മയും ബാപ്പയും കഴിഞ്ഞിട്ടേ ബാക്കിയുള്ളവരൊക്കെ. അവരുള്ളപ്പോ അവരെ കുറിച്ചൊന്നും അറിയില്ല മുസ്ലിമീങ്ങളെ. നമ്മുടെ ഉമ്മയെങ്ങാനും വിട പറഞ്ഞാൽ, നമ്മുടെ ബാപ്പയെങ്ങാനും കണ്ണടഞ്ഞു പോയാൽ അപ്പോഴാണ് നമ്മുടെ ഉപ്പാനെ കുറിച്ചൊക്കെ തിരിയൂ. ഇനി പള്ളിക്കാട്ടിൽ പോയി കരയാൻ പറ്റുമോ? പള്ളിക്കാട്ടിൽ പോയി കരയാൻ പറ്റുമോ? അതുകൊണ്ട് നമ്മുടെ ഭാര്യയെ ചെറുതാക്കാനല്ല ഈ മുസ്ലിയാർക്ക് വഅദ് പറയുന്നത്, മറ്റുള്ളവരെ ചെറുതാക്കാനല്ല. അവർക്ക് കൊടുക്കേണ്ടതെല്ലാം ഞാൻ ഇൻഷാ അല്ലാഹ് അവസാനം പറയാം. നമ്മുടെ ഭാര്യയെ കുറിച്ച്, നമ്മുടെ മക്കളെ കുറിച്ചൊക്കെ ഞാനൊരു ചെറിയ രൂപത്തിൽ ഇത് പറയുമ്പോ തെറ്റിദ്ധാരണ വരാതിരിക്കാൻ വേണ്ടി അവരിലേക്കൊന്ന് ഇറങ്ങി വരും. ഈ വിഷയം തന്നെ പറഞ്ഞ് ഇവിടെ എത്തിക്കാൻ നമുക്ക് കഴിയില്ല. പക്ഷെ തെറ്റിദ്ധാരണ കടന്നു വരാതിരിക്കാൻ വേണ്ടി
നമ്മുടെ ഭാര്യയെക്കുറിച്ച് ഞാൻ ഒരു 5-10 മിനിറ്റോ സമയം കിട്ടുമെങ്കിൽ ഞാൻ പറയും. പക്ഷേ ഞാനിപ്പോ പറയുന്നത് നമ്മുടെ മാതാപിതാക്കൾ, ആ മാതാപിതാക്കളെ കുറിച്ച് മഹാനായ അത്താ ഇബ്നു അബീ മുസ്ലിം റളിയല്ലാഹു അൻഹു, അക്കാലഘട്ടത്തിലെ ഏറ്റവും വലിയ മുഫ്തികളിൽ താബിഈങ്ങളിൽപ്പെട്ട വലിയ മുഫ്തിയായ മഹാൻ സയ്യിദുനാ അത്താ റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂലുള്ള ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഉപദേശം കൊടുത്തത് നേരിൽ കേട്ട സ്വഹാബികൾ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. മുഅ്മിനീങ്ങളെ, അത്താ റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനത്തെ പള്ളിയിലെ പ്രസംഗം നേരിൽ കേട്ട സ്വഹാബികളിൽ നിന്ന് ഞാൻ കേട്ടതാണെന്ന് പറഞ്ഞിട്ട് അത്താ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ മൻ ഹജ്ജ അൻ വാലിദിഹി ബഅദ വഫാതിഹി, ഏതെങ്കിലും ഒരു കുട്ടി ബാപ്പ മരിച്ചു, സാധുവായ അവന്റെ ഉപ്പ മരിച്ചു, മരിച്ചുപോയ ഉപ്പാക്ക് വേണ്ടി ചിലപ്പോൾ ഉപ്പയുടെ ധനത്തിൽ നിന്ന് തന്നെയാണ്, കാശല്ലെങ്കിൽ മകന്റെ കാശ് കൊണ്ടാണ് ആ ഉപ്പാക്ക് വേണ്ടി ഒരു ഹജ്ജ് ചെയ്തതെങ്കിൽ ഖതബല്ലാഹു ലിവാലിദിഹി ഹജ്ജാ, ഉപ്പ ഒരു ഹജ്ജ് ചെയ്തത്, ഉപ്പ ഹജ്ജ് ചെയ്ത ലിസ്റ്റിലാണ് അല്ലാഹു തആല ഉപ്പാനെ ഉൾപ്പെടുത്തുന്നത്. വഖതബ ലഹു ബറാഅത്തൻ മിനന്നാർ, ഏതെങ്കിലും മക്കൾ ഉപ്പാക്ക് ഹജ്ജ് ചെയ്യുന്ന, പാപ്പ മരിച്ചിട്ട് ആ മരിച്ച പള്ളിപ്പറമ്പിൽ കിടക്കുന്ന ഉപ്പാക്ക് വേണ്ടി ഹജ്ജ് ചെയ്യുന്ന മകനുണ്ടോ, ആ ഉപ്പാന്റെ അല്ലാഹു തആല ഒരു ഹജ്ജ് ചെയ്ത പ്രതിഫലം കൊടുക്കുകയും വഖതബ ലഹു ബറാഅത്തൻ മിനന്നാർ, ഉപ്പാന്റെ പൊരുത്തം കിട്ടാൻ കൊതിച്ചിട്ട് ഉപ്പാക്കൊരു ഹജ്ജ് ചെയ്ത മോനുണ്ടോ, ആ കുട്ടിയെ അല്ലാഹു നരകത്തിലിടില്ല. ഇത് റസൂലുള്ള പറഞ്ഞ, അത് നേരിൽ കേട്ടവര് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. മഹാനായ അത്താ റളിയല്ലാഹു അൻഹു മുസ്ലിം ഉമ്മത്തിന് വിവരിക്കുകയാണ്, ഉപ്പ മരിച്ചിട്ട് ആ ഉപ്പാക്കൊരു ഹജ്ജ് ചെയ്യുന്ന മകൻ നരകത്തിൽ കിടക്കാൻ പ്രയാസമാണ്. ഇത് റസൂലുള്ള പറയുന്നുവെങ്കിൽ സുബ്ഹാനല്ലാഹ്, ആ ഉപ്പ, ഉമ്മയും ബാപ്പയും, ഉപ്പയെക്കുറിച്ച് റസൂലുള്ള പറഞ്ഞ വിഷയങ്ങൾ ഇയ്യാകും വഉഖൂഖൽ വാലിദൈൻ. ഒരു പ്രാവശ്യം റസൂലുള്ള എഴുന്നേറ്റു, എന്നിട്ട് സ്വഹാബികളോട് പറഞ്ഞു, സ്വഹാബികളെ, പ്രധാനമായും നിങ്ങൾ സൂക്ഷിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ മാതാപിതാക്കൾക്കൊരു വിഷമമുണ്ടാക്കുന്ന കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു പോകരുത്. ഫഇന്ന റീഹൽ ജന്നതി യൂജദു മിൻ മസീറതി 500 ആം, 500 കൊല്ലം യാത്ര ചെയ്താൽ നടന്നാൽ എത്താത്തതിനപ്പുറത്ത് സ്വർഗത്തിലെ വാസന അടിച്ചു വീശും. എന്നിട്ട് പറഞ്ഞു, വലാ യജ്ദു റീഹഹാ ആഖുൻ, ആ സ്വർഗത്തിലെ വാസന, സ്വർഗീയ പരിമളം ഒരിക്കലും തന്നെ ഉമ്മാനെ വേദനിപ്പിച്ച, ഉപ്പാനെ വേദനിപ്പിച്ച ഒരു കുട്ടിക്കും അത് ആസ്വദിക്കാൻ ഭാഗ്യം ലഭിക്കില്ല, സാധിക്കുകയില്ല. ഖാല റസൂലുള്ളാഹി, മാതാപിതാക്കൾ എന്തോ ആവട്ടെ, മാതാപിതാക്കൾ ഏത് രൂപത്തിലോ ആവട്ടെ, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് വിവരിക്കുകയാണ്. ഇത് റസൂലുള്ള മാത്രമല്ല, നബി തങ്ങൾ പറയുന്നു, സ്വഹാബികളെ, അമ്പിയാക്കൾ മുഴുവനും ഈ ആശയം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് മൂസാ നബി അലൈഹിസ്സലാം പഠിപ്പിച്ചുപോയ, പറഞ്ഞുപോയ കാര്യങ്ങൾ സ്വഹാബത്തിന് വിവരിച്ചു കൊടുക്കുകയാണ്. ഖാല മൂസാ അലൈഹിസ്സലാം, യാ റബ്ബി ഔസിനി യാ റഹ്മാൻ. യുവാക്കളെ, മൂസാ നബിയാണ് അല്ലാഹുവിനോട് ചോദിക്കുന്നത്, യാ റബ്ബി ഔസിനി യാ റഹ്മാൻ, യജമാനനായ ഖാലിഖായ റബ്ബിനെ വിളിച്ച് കരീമുല്ലാഹി മൂസാ 2 ലക്ഷത്തോളം വരുന്ന അമ്പിയാക്കളിൽ തെരഞ്ഞെടുക്കപ്പെട്ട 313 പരം വരുന്ന അമ്പിയാക്കളിൽ പോകട്ടെ, അവരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട 25 പേരിൽ, അവരിൽ നിന്നും കടഞ്ഞെടുത്ത 5 പേരില് ഒരു മുത്തല്ലേ മുസ്ലിമേ, ബഹുമാനപ്പെട്ട കരീമുല്ലാഹി മൂസാ. ആ മൂസാ നബി അലൈഹിസ്സലാം
അല്ലാഹുവിനോട് പറഞ്ഞു, ഔസിരി യാ റഹ്മാൻ, പടച്ചവനെ എനിക്ക് ഖൈറായ നിലക്കുള്ളൊരു വസിയത്ത് നൽകണം. ഉടൻ തന്നെ അല്ലാഹു പറഞ്ഞു, ഊസീക ബി ഉമ്മിക ഹസനാ, മൂസാ നബിയെ ഉമ്മാക്ക് നല്ല ഗുണം ചെയ്തോളൂ, ഉമ്മാനെ നല്ല സന്തോഷിപ്പിച്ചോളൂ. മൂസാ നബി അലൈഹിസ്സലാമിനോട് ഖാല ലഹു സബ്അ മറ, മൂസാ നബി പറയാ ഒന്നും രണ്ടും പറഞ്ഞു, പടച്ചവനെ എനിക്കൊരു നല്ല കാര്യം, ഊസീക, അവിടെ ഉടൻ തന്നെ പറഞ്ഞു, ഊസീക ബി ഉമ്മിക ഹസനാ, മൂസാ നബിയെ ഉമ്മാക്ക് വല്ലതും ചെയ്തോളൂ. അങ്ങനെ അല്ലാഹു തആല ഒന്നിൽ ഒതുക്കിയില്ല. മൂസാ നബി പറയാ രണ്ടാമതും പറഞ്ഞു, മൂന്നാമതും പറഞ്ഞു, നാലാമതും പറഞ്ഞു. അങ്ങനെ സബ്അ മറ്റാത്ത്, 7 പ്രാവശ്യം എന്ന് പറഞ്ഞപ്പോ മൂസാ നബി പറഞ്ഞു, ഹസ്ബി യാ അല്ലാഹ്, മതി പടച്ചവനെ മതി, അത്യാവശ്യം എനിക്ക് ബോധ്യപ്പെട്ട എന്റെ ഉമ്മ. 7 പ്രാവശ്യം അല്ലാഹു തആല പറയാ, മൂസാ നബിയെ ഉമ്മാ നിങ്ങൾ മറക്കല്ലും കേട്ടാ, നിങ്ങളുടെ ഉമ്മാക്ക് വല്ലതും ചെയ്തോളൂ, നിങ്ങളുടെ ഉമ്മാക്ക് വല്ലതും ചെയ്തോളൂ. 7ാമതങ്ങ് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, മതി പടച്ചവനെ. എന്നിട്ട് തുമ്മ ഖാല, അല്ലാഹു തആല പറഞ്ഞു, യാ മൂസാ, മൂസാ നബിയേ, ഇന്ന റിളാഹാ റിളായാ വസുഖ്തഹാ സുഖ്തി, ഉമ്മാക്ക് പൊരുത്തമുണ്ടോ? എന്റെ പൊരുത്തം മൂസാ നബിയെ നിങ്ങൾക്കുണ്ട്. ഉമ്മാന്റെ വെറുപ്പ് നിങ്ങൾക്കുണ്ടോ? എന്റെ വെറുപ്പാണ് നിങ്ങൾക്കുള്ളത്. ഉമ്മാന്റെ പൊരുത്തമുണ്ടോ? റഹ്മാനായ റബ്ബിന്റെ പൊരുത്തം ഉറപ്പാണ്. ഉമ്മാന്റെ വിഷമമാണോ? ഉമ്മാക്ക് നിങ്ങളോട് വെറുപ്പാണോ? യജമാനനായ റബ്ബിന്റെ പൊരുത്തം എന്ത് ചെയ്താലും ഓടിക്കാടിയിൽ മൂസാ. അല്ലാഹു തആല മൂസാ നബിയോട് പറഞ്ഞ വിവരം ബഹുമാനപ്പെട്ട നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലിക്കോളൂ, മുഹമ്മദുർ റസൂലുള്ളാഹ്. ഉറക്കൊക്കെ വരും. റസൂലുള്ളാഹിന്റെ പേര് ഞാനിങ്ങനെ പറയാം. ഈ വിഷയം ഇങ്ങനെ ആയതുകൊണ്ട് 2 ചരിത്രം പറഞ്ഞ സമയമൊക്കെ പെട്ടെന്ന് അങ്ങ് ആക്കാൻ കഴിയും, സമയം പെട്ടെന്ന് അങ്ങ് തീർക്കാൻ കഴിയും. അതുകൊണ്ടായില്ലല്ലോ. നമ്മുടെ ഉമ്മ ആരാണ്? നമ്മുടെ ബാപ്പ. ഏതാനും ഉസ്താദിനോട് അങ്ങനെ സംസാരിക്കാൻ പറഞ്ഞപ്പോ ഞാൻ നമ്മുടെ ഉമ്മയും ബാപ്പയും അത് ഒതുക്കി തന്നെ പറയാം. നമ്മുടെ ഉമ്മ മരിച്ചാലാണ്, ജീവിച്ചിരിക്കുമ്പോ ഇങ്ങനെ കുറെ രോഗം, കുറെ സ്വഭാവ ശൈലിയൊക്കെ ഇങ്ങനെ കാണുമ്പോ നമ്മളെ കുട്ടികളോട് ഇങ്ങനെ ആ ഉണ്ടമുഖം എന്നൊക്കെ പറയില്ല. ചിലപ്പോ പറയും, എന്താണ് തള്ളന്റെ ഉണ്ടമുഖം കണ്ടോന്നൊക്കെ. തള്ളന്റെ ഉണ്ടമുഖം എന്നൊക്കെ എത്ര മക്കളാരോ വയസ്സായ ഉമ്മാരോട് പറയുന്നത്. കുട്ടികളോട് ചിലപ്പോ അതൊക്കെ കാണിക്കും. ചെറുപ്പക്കാരെ, അതൊക്കെ കാണിക്കണം. ഇപ്പൊ ഞാൻ ഉസ്താദുമാരെ ഇരുത്തി പറയല്ലേ, ഇപ്പൊ എന്റെ മോനെ എന്റെ ഉമ്മ എടാ അങ്ങനെ ചിലപ്പോ അടിച്ചു, അൽഹംദുലില്ലാഹ്, എന്റെ ഉമ്മല്ല എന്റെ കുട്ടിനെ അടിച്ചത്, അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. ഈ ഒരു മനസ്സാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ ഉമ്മ നമ്മുടെ മക്കളടിച്ചോ ആ കുട്ടികൾ നന്നാവും. നമ്മുടെ ഉപ്പ നമ്മുടെ മക്കളെ തച്ചോ ആ മക്കളൊക്കെ നല്ല ദറജയിലെത്തും. നേരെ മറിച്ച് ഉമ്മ ഒന്ന് അടിക്കാൻ അപ്പോഴേക്കും മറുഭാഗം വലുത് പറഞ്ഞ നഊദു ബില്ലാഹ്, മറുഭാഗം വരെ നമ്മുടെ ഉമ്മാനെ കുറിച്ചൊരു പദം നമ്മൾ പ്രയോഗിച്ചോ ഈ കുട്ടി ഇനി ഖിയാമത്ത് നാൾ വരെ നന്നാവില്ല. ആഖിറത്തിൽ ചെന്ന നമുക്ക് പ്രയാസമല്ലേ. അല്ലാഹു കാക്കട്ടെ, അല്ലാഹു കാക്കട്ടെ. നമ്മൾക്ക് ഉറക്കാമീൻ പറയും, അല്ലാഹു കാക്കട്ടെ. മനുഷ്യർ ഈ കാലഘട്ടം അങ്ങനെ ആയതുകൊണ്ട് ഞാനിപ്പോ ഇങ്ങനെ പറയാ, നമ്മുടെ ഉമ്മ ഉപ്പ അതൊക്കെ വളരെ ചെറുതായ രൂപത്തിലാണ് ഇപ്പൊ ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒന്നും കൂടി പ്രായമായി, കുറച്ച് കാലിന് വേദന, നടക്കാനും വയ്യ, കുറച്ചൊക്കെ ഇപ്പൊ പ്രയാസമുണ്ട്. അപ്പൊ ഇങ്ങനെ പറയേ, എന്റെ പെണ്ണിനക്ക് എത്ര, എന്റെ പെണ്ണാണ് ആ തള്ളനെ ഈ നിനക്കൊക്കെ പോറ്റിയത്, എന്റെ പെണ്ണാണ് ആ തള്ളക്ക് ഭക്ഷണം കൊടുത്തത്, എന്റെ പെണ്ണാണ് ആ തള്ളക്ക് ഈ രൂപ ഗുളികയും മരുന്നൊക്കെ കൊടുത്തു. എന്നിട്ട് നന്നില്ല തള്ളക്ക്. എടോ എന്റെ അനുജാ, എത്ര നിന്റെ ഭാര്യ ഹിദമ ചെയ്തു കൊടുത്താലും, നാമത്ര ഹിദമ ചെയ്താലും, നമ്മുടെ ഉമ്മ നമുക്ക് ചെയ്ത നന്മയുടെ 1% ഉമ്മാക്ക് ചെയ്തു കൊടുക്കാൻ ഈ ഭൂമിയിൽ ഒരൊറ്റ മക്കൾക്ക് സാധ്യമല്ല. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിന്റെ 2ാം ഖലീഫയാണ്. കൈസർ സാമ്രാജ്യത്തെ കിടിലം കൊള്ളിച്ച നേടാൻ എട്ടോളം രാഷ്ട്രത്തിന്റെ അധിപനാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉമറേ അൻത ഫിൽ ജന്ന, താങ്കൾ സ്വർഗ്ഗത്തിലാണ് ഉമറേ.
താങ്കൾ സ്വർഗത്തിലാണ് ഉമറേ. അല്ലാഹുവിന്റെ ഹബീബ് സ്വർഗത്തിന്റെ ടിക്കറ്റ് തലയിൽ കൈവച്ചുകൊണ്ട് കൊടുത്തുപോയ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, ആ ഉമറുൽ ഫാറൂഖ് തങ്ങളോട് ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരൻ ചെന്നുകൊണ്ട് ഖാല റജുലുൻ ലി ഉമർ ഇബ്നുൽ ഖത്താബ്, അവിടുന്ന് ചെന്ന് ചോദിക്കുന്നു, യാ അമീറൽ മുഅ്മിനീൻ ഇന്നലി ഉമ്മ ഇന്നലി മിൻ ഉമ്മ, ഓ അമീറുൽ മുഅ്മിനീൻ എനിക്ക് ഉമ്മയുണ്ട്, എന്റെ ഉമ്മ ജീവിച്ചിരിക്കുന്നുണ്ട്. ബലഗ മിൻഹൽ കിബറു ബലഗ മിൻഹൽ കിബറു, എന്റെ ഉമ്മാക്ക് പ്രായമായി, പ്രായാധിക്യം കൊണ്ട് ഉമ്മ പലതും പറയാൻ തുടങ്ങിയ സമയമാണ്, നടക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അന്നഹാ ലാ തുഖ്ലാ ഹാജതുഹാ ഇല്ലാ വഹ്വഹിരീലഹാ മത്തിയാ, എന്റെ ഉമ്മ എവിടെയാണ് കാട്ടിക്കുന്നത് ഞാൻ എന്റെ കൈ നീട്ടിക്കൊടുക്കും. എന്റെ ഉമ്മ എപ്പോ കാട്ടിക്കുന്നുണ്ടോ ഞാൻ എന്റെ പുറം കാണിച്ചു കൊടുക്കും. എന്റെ ഉമ്മ എന്റെ പുറത്തിരുന്ന് കാട്ടിക്കും. എന്റെ ഉമ്മ യാ അമീറുൽ മുഅ്മിനീൻ തങ്ങളെ, എന്റെ ഉമ്മാക്ക് പ്രായമായിട്ടുണ്ട്, പക്ഷേ എന്റെ ഉമ്മ മൂത്രമൊഴിക്കുന്നത് എന്റെ കൈയിലാ. എന്റെ ഉമ്മ കാട്ടിക്കുന്നത് എന്റെ പുറത്താൽ, എന്റെ നെഞ്ചിലേക്ക്. അപ്പോഴേക്കും ഞാൻ എന്റെ മാറിടം നീട്ടിക്കൊടുക്കും. എന്റെ ഉമ്മ കാട്ടിക്കുന്നത് ആ നിലക്ക് എന്റെ ഉമ്മാക്ക് ഞാൻ ഖിദ്മ ചെയ്യുന്നു തങ്ങളെ. എന്നിട്ട് ചോദിക്കുന്നു, ഫഹൽ അദ്ദൈതു ഹഖഹാ യാ അമീറൽ മുഅ്മിനീൻ. മഹാനവറുകളോട് ചോദിക്കുന്നു, നാളെ സ്വർഗീയ ലോകത്ത് കോടിക്കണക്കായ ആളുകൾ പടച്ചവരെ ആ കാണുന്ന തീകുണ്ടാരത്തിലേക്കെന്ന് വിളിച്ചറിഞ്ഞാലും ഇവിടെ നിർത്തല്ല റഹ്മാൻ. വതറന്നാസ സുക്കാറാ വമാ ഹും ബിസുക്കാറാ വലാകിന്ന അദാബല്ലാഹി ശദീദ്. നബിയേ, അവിടുത്തെ മക്കളെ അങ്ങേക്ക് കാണാം നബിയേ, അവിടുത്തെ കുട്ടികളെ പാവപ്പെട്ട ഉമ്മത്തിനെ കാണാം നബിയേ. മത്താ അൽഖാ ഇഖ്വാനി, എന്റെ മക്കളെ ഞാൻ എങ്ങനെ കണ്ടുമുട്ടും, എന്റെ കുട്ടികളെ ഞാൻ എങ്ങനെ കണ്ടുമുട്ടും? റസൂലുള്ള ചോദിക്കുമ്പോൾ അല്ലാഹു പറയുന്നു, വതറന്നാസ സുക്കാറാ. നബിയേ, തങ്ങൾക്ക് അവിടുത്തെ കുട്ടികളെ കാണാം. എങ്ങനെയാണെന്നറിയുമോ? സുക്കാറാ വമാ ഹും ബിസുക്കാറാ, അവർ കള്ളുകുടിയന്മാരെ പോലെ ആടിക്കളിക്കുന്ന രൂപത്തിൽ കാണാം നബിയേ. വമാ ഹും ബിസുക്കാറാ, അവർ കള്ളുകുടിച്ചത് കൊണ്ടല്ല, അല്ലെങ്കിൽ മസ്താക്കി കളയുന്ന മറ്റു വസ്തുക്കൾ കടിച്ചത് കൊണ്ടുമല്ല, നേരെ മറിച്ച് വലാകിന്ന അദാബല്ലാഹി ശദീദ്, വലാകിന്ന അദാബല്ലാഹി ശദീദ്. അല്ലാഹുവിന്റെ കഠിനമായ അദാബ് കാണുമ്പോ നബിയേ, അവിടുത്തെ കുട്ടികളൊക്കെ പാവപ്പെട്ട ഉമ്മത്തുകളൊക്കെ കുടിയന്മാരെ പോലെ ആയിത്തീരും നബിയേ. ആ ഒരു വല്ലാത്ത ഘട്ടമുണ്ട്. അന്നാണ് നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞാലും ഇവിടെ നിർത്തല്ല റഹ്മാൻ. ഈ പാവപ്പെട്ട മനുഷ്യൻ വന്നുകൊണ്ട് ഉമറുൽ ഫാറൂഖ് തങ്ങളോട് പറയുന്നു, യാ അമീറൽ മുഅ്മിനീൻ, കുടിയന്മാരെ പോലെ ആടിക്കളിക്കുന്ന ആ സമയമുണ്ടല്ലോ, ലമ്മാ ഖറഅതു കിതാബൻ ലാ യുഗാദിറുനി ഹർഫൻ വമാ കാന ഫീ സിദ്ദിൻ വയലാനാ. ലമ്മാ ഖറഅതു കിതാബി, ആ വേദനിച്ച് കണ്ണീരൊടുക്കിക്കൊണ്ടിരിക്കുമ്പോ ഒരു ചാൺമുകൾ സൂര്യന്റെ ചൂട് കാരണമായി ശരീരമാകെ വിയർത്തുകൊണ്ടിരിക്കുമ്പോഴാണ് എന്റെ യുവ മനസ്സുകളെ ഒരു ചെറിയ എടുത്ത് അത് നാം ചെയ്ത കാര്യങ്ങൾ നമ്മുടെ കയ്യിലേക്ക് ഏൽപ്പിക്കുകയാണ്. ഞാൻ എന്റെ ഗ്രന്ഥമങ്ങ് എനിക്ക് കിട്ടിയപ്പോൾ ലമ്മാ ഖറഅതു കിതാബൻ ലാ യുഗാദിറുനി ഹർഫൻ വമാ കാന ഫീ സിദ്ദിൻ വയലാനാ. ഞാനത് തുറന്നു നോക്കുമ്പോ പടച്ചവനെ, എന്താണിതിൽ കാണുന്നത്? എന്നോ
എന്റെ ഉമ്മാനെ ഛേ എന്നൊരു വാക്ക് ഞാൻ പ്രയോഗിച്ചു പോയി. എന്റെ ഭാര്യയെ വല്ലാതെ ചീത്ത പറഞ്ഞപ്പോ എന്തൊരു തള്ളയാണിത്. ഉസ്താദേ, പള്ളിയിലെ ഉസ്താദിന്റെ അരികിൽ ചെന്നു, എന്റെ ഉമ്മ എന്റെ ഭാര്യയെ എത്രയാണ് എന്റെ ഭാര്യ നോക്കുന്നത്, എന്നിട്ടും നന്ദിയില്ലാതെ എന്റെ ഉമ്മ പറയുന്നു. മനുഷ്യ, ആ ഒരു വാക്ക് പ്രയോഗിച്ചത് ഇതാ യജമാനനായ റബ്ബ് നമുക്ക് കാണിച്ചു തരുന്നു. ലമ്മാ ഖറഅതു കിതാബൻ ലാ യുഗാദിറുനി ഹർഫൻ വമാ കാന ഫീ സില്ലിൻ ബയലാനാ. ആ സമയത്താണ് അല്ലാഹു പറയുന്നത്, ഖാലൽ ജലീലു ഖുദൂ യാ മലായികതി മുറൂ ബിഅബ്ദി ഇലൽ നിറാനി അതിശാനാ. എന്റെ മലക്കുകളെ, അവരെ നരകത്തിലേക്ക് വലിച്ചെറിയണം. ഒരു തുള്ളി വെള്ളം കൊടുക്കരുത് ആരും. ദാഹിച്ചു പിടയുമ്പോ അവനെ ആളിക്കത്തുന്ന ജഹന്നമിലേക്ക്. ഏത് ജഹന്നമെന്നറിയോ? ഇന്ന അതിനാ അഖിലിന്നാർ യുതനഅലു ബിനഇലൈനി മിന്നാർ. പൊന്നു പിതാക്കളെ, ഞങ്ങളുടെ കൊച്ചനുജന്മാരെ, ജ്യേഷ്ഠ അനുജ സഹോദരങ്ങളെ, അഥവാ ഒരു കുട്ടിയെ അല്ലാഹു നരകത്തിലേക്ക് വലിച്ചെറിയാൻ പടച്ച റബ്ബ് തീരുമാനിച്ചാൽ നരകത്തിൽ കൊടുക്കുന്ന ഏറ്റവും ചെറിയ ശിക്ഷ ഇന്ന അതിനാ അഖിലിന്നാർ യുതനഅലു ബിനഇലൈനി മിന്നാർ. തീക്കട്ടയാലുള്ള രണ്ട് ചെരുപ്പ്. മുസൽമാൻ ആ ചെരുപ്പ് ധരിക്കാൻ കാലങ്ങോട്ട് നീട്ടുമ്പോഴേക്കും തലച്ചോറ് കരിക്കട്ട പോലെ കരിഞ്ഞു പോകും. മുസ്ലിമീങ്ങളെ, ഇത് റസൂലുള്ള പഠിപ്പിച്ചതാണ്. സ്വല്ലല്ലാഹു അലൈഹി യാ റസൂലല്ലാഹ്. ആ ഹുപ്പാപ്പ പഠിപ്പിച്ചില്ലേ? അവിടുന്ന് കാല് നീട്ടുമ്പോഴേക്കും തല കരിഞ്ഞു പോകും. അത്രയും വലുതാണ് നരകത്തിലെ ചെറിയ ശിക്ഷ. ഓ എന്റെ മലക്കുകളെ, നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞാലും ഒരു തുള്ളി വെള്ളം അവന് കൊടുത്തു പോകല്ല. ഖാലൽ ജലീലു ഖുദൂ യാ മലായികതി മുറൂ ബിഅബ്ദി ഇലൽ നിറാനി അതിശാനാ. ദാഹിച്ച് പിടഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഒരു തുള്ളി വെള്ളം ചോദിച്ചാൽ കൊടുക്കരുത് നിങ്ങൾ, അവനെ വലിച്ചെറിയണം നരകത്തിലേക്ക്. ആ സമയം കരയാത്ത പണ്ഡിതനുണ്ടോ? കരയാത്ത ആരിഫീങ്ങളുണ്ടോ? കരയാത്ത സ്വാലിഹീങ്ങളില്ല. ആ സമയത്താടി ഈ മനുഷ്യൻ ഉമറുൽ ഫാറൂഖ് തങ്ങളോട് വന്നിട്ട് പറയുന്നത്, യാ അമീറൽ മുഅ്മിനീൻ, അങ്ങനെ ഒരു ഘട്ടം എനിക്ക് വരുമ്പോ ഫഹൽ അദ്ദൈതു ഹഖ്ഖഹാ. എന്റെ ഉമ്മ പ്രായമായപ്പോ മൂത്രമൊടിച്ചത് എന്റെ മടിയിലാണ്. എന്റെ ഉമ്മ കാഷ്ടിച്ചത് എന്റെ പുറത്താണ്. എന്റെ ഉമ്മ കാഷ്ടിച്ചത് എന്റെ നെഞ്ചിലാണ്. എനിക്ക് യാതൊരുവിധ അറപ്പുണ്ടായില്ല. എന്റെ ഉമ്മാന്റെ കണ്ണടയുന്നത് വരെ എന്റെ ഉമ്മാക്കൊരു വേദനിക്കാൻ, ഒന്ന് ബാത്റൂമിലേക്ക് നടക്കാൻ കഴിയാത്ത ഉമ്മ, ഒന്ന് മെല്ലെ ഒന്ന് കൈകൊണ്ട് കട്ടിലൊന്ന് കൈവച്ച് അമർത്തി മെല്ലെ എഴുന്നേൽക്കേണ്ട ഒരവസ്ഥ ഞാൻ എന്റെ ഉമ്മയിൽ വരുത്തിയിട്ടില്ല. അപ്പോഴേക്കും ഞാൻ എന്റെ ഉമ്മാനെ പോയി പൊക്കിക്കൊണ്ടുപോകും. എന്റെ ഉമ്മാനെ എന്റെ തോളിലേറ്റിക്കൊണ്ടുപോകും. ഞാൻ അവിടുന്ന് യാ ഇമാമൽ മുത്തഖീൻ, നരകത്തിലേക്ക് വലിച്ചെറിയുമ്പോ എന്റെ ഉമ്മാക്കൊരു ചെറിയ സഹായം ചെയ്തവനാണ്, എന്റെ ഉമ്മാക്കൊരു ചെറിയ ഹിദ്മ ചെയ്തവനാണ്. തങ്ങളെ, എന്റെ യജമാനനായ റബ്ബിന്റെ കോടതിയിൽ എനിക്ക് പറയാൻ മാത്രം ഇത് ഉപകരിക്കുമോ തങ്ങളെ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലാ, എന്റെ ഭാര്യ എത്രയാണ് എന്റെ ഉമ്മാക്ക് കഷ്ടപ്പെട്ടത്, എന്റെ ഉമ്മാക്ക് എന്തൊക്കെ ഹിദ്മയാണ് ചെയ്തത്, എന്നിട്ടും ആ തള്ളക്ക് നന്ദിയില്ല എന്ന് പറഞ്ഞ എന്റെ അനുജാ, കാല് പിടിച്ച് പൊരുത്തപ്പെടിക്കുമോരെ, ഉമ്മാന്റെ കാല് പിടിച്ച് പൊരുത്തപ്പെടിച്ചോ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നത്, ഖാലലാ മോനെ, പറയാൻ മാത്രം അത് എത്തിയിട്ടില്ല. അന്നഹാ കാനത്ത് തസ്നഉ ബിക ദാലിക വഹിയ തതമന്നാ ബഖാഅക. ഉമറുൽ ഫാറൂഖ് തങ്ങൾ മുസ്ലിമീങ്ങളെ പറയുന്നത്, ഉമറുൽ ഫാറൂഖ് തങ്ങൾ അന്നത്തെ ചെറുപ്പക്കാരനോട് പറയുന്നത്, മോനെ,
നിന്നെ ഉമ്മാന്റെ തോളിലേറ്റ് നടന്നപ്പോ ഉമ്മാന്റെ തോളിൽ നീ കാട്ടിച്ചില്ലേ ഒരു കാലത്ത്? ഉമ്മ നിന്നെ താലോലിക്കുന്ന സമയത്ത് ഉമ്മാന്റെ ചുണ്ടത്ത് നീ മൂത്രമടിച്ചില്ലടോ? ഉമ്മാന്റെ തലയിൽ മൂത്രമടിച്ചില്ലേ? ഉമ്മാന്റെ വസ്ത്രത്തിൽ മൂത്രമടിച്ചില്ലേ? ഉമ്മ പർദ്ദ ധരിച്ച് ഉമ്മാന്റെ വീട്ടിലേക്ക് പോകുമ്പോ നിന്നെ ഏറ്റിയപ്പോഴേക്കും ആ പർദ്ദയിൽ മൂത്രമടിച്ചപ്പോ എടോ മോനെ, ഉമ്മ നിന്നെ വലിച്ചെറിഞ്ഞോ? ഉമ്മ നിന്നെ പുറത്തേക്ക് വലിച്ച് അങ്ങ് തള്ളിക്കളഞ്ഞോ? ഇല്ലല്ലടോ. എത്ര നല്ല വസ്ത്രം ധരിച്ചിട്ട് ആ വസ്ത്രത്തിൽ മൂത്രമടിച്ചാലും ഉമ്മാക്കൊരു ചെറിയ വെറുപ്പുമില്ലാതെ, കാരണം എന്റെ കുട്ടി വളരണം, എന്റെ കുഞ്ഞിന് ആയുസ് നീട്ടിക്കിട്ടണം, എന്റെ കുഞ്ഞൊരുപാട് കാലം ജീവിക്കണമെന്ന് പറഞ്ഞിട്ട് നിന്നെ വീണ്ടും അതാ താലോലിക്കുന്നു, ആ പർദ്ദ അടിച്ചു വെക്കുന്നു, വേറെ പർദ്ദ മാറ്റുന്നു, ആ പർദ്ദയിലും അങ്ങ് മൂത്രമടിച്ചപ്പോ വീണ്ടും ആ പർദ്ദ മാറ്റിവെക്കുന്നു. അങ്ങനെയല്ലേ പാതിരാ സമയത്ത് ഉമ്മാന്റെ മടിയിൽ കാട്ടിച്ചപ്പോ ആ ഉമ്മ ഉറക്കമടിച്ചിട്ടത് കടികാനല്ലേ പോയത്? ആ ഉമ്മാന്റെ ശരീരത്തുള്ള നജസ് നീക്കിക്കളയുന്നു വരുമ്പോ ഉമ്മാക്ക് വല്ല വിഷമമുണ്ടായടോ? പക്ഷേ നീ വളരാനല്ലേ കൊതിച്ചത്? ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ പറയുന്നു ഈ വാക്കളെ, മോനെ നീ ഇപ്പൊ ഉമ്മാക്ക് ഖിദ്മ ചെയ്തില്ലേ? നീ ഇപ്പോ ഉമ്മ മൂത്രമടിച്ച് നിന്റെ മടിയിലാണ്, അല്ലെങ്കിൽ നിന്റെ മാറിടത്തിലാണ്. പക്ഷേ നീ എന്താ പറയുന്നത്? വയസ്സായി, ഏതായാലും മരിക്കണവരെ ഉമ്മാനെ പൊന്നു പോലെ നോക്കുക. മരിക്കണത് വരെ എന്റെ ഉമ്മാനെ പൊന്നു, ഏതായാലും വയസ്സായില്ലേ, ഇനി മരിക്കോളെ നമുക്ക് പൊന്നുപോലെ നോക്കുക. അപ്പൊ ഇനി എന്റെ ഉമ്മാക്ക് കുറെ ആയുസ് കിട്ടണം, അതിനല്ല എന്റെ ഉമ്മ മരിക്കോടെ ഞാൻ പൊന്നുപോലെ നോക്കുക. ഇതല്ലേ അപ്പൊ ഉമ്മ ഏതായാലും മരിക്കുന്നവരെ നീ ശ്രദ്ധിക്കാന്നല്ലേ? നീ മൂത്രമടിച്ചപ്പോ നിന്റെ ഉമ്മ പറഞ്ഞത് എന്റെ കുഞ്ഞ് വളരണം, എന്റെ കുട്ടി വളരണം, അങ്ങനെയാണ് ഉമ്മ പറഞ്ഞത്. എന്നിട്ടാണ് നിന്റെ മൂത്രം സഹിച്ചത്, നിന്റെ കാഷ്ടം നിന്റെ ഉമ്മ പേറി നടന്നത്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടുന്ന് പറഞ്ഞിട്ട് ഒരേ ആ കുട്ടിയെ വിളിച്ചുകൊണ്ട് പറയുന്ന കരളേ, നിന്റെ ആയുസ്സുകാലം മുഴുവനും നിന്റെ ഉമ്മാന്റെ മൂത്രം നിന്റെ കൈകൊണ്ട് വടിച്ചെടുത്ത് തുടച്ച് വൃത്തിയാക്കിയാലും ഞാൻ എന്റെ ഉമ്മാക്കൊരു ഖിദ്മ ചെയ്തവനാണെന്ന് അഭിമാനത്തോടെ പറയാനായിട്ടില്ല കരളേ. ഇതാണ് മുസ്ലിമേ ഉമ്മ. ഇത് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഇതാണ് ഉമ്മ. ഒരു മനുഷ്യൻ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ സമയത്താണ് വയസ്സായ പ്രായം ചെന്നൊരു ഉമ്മാനെ തോളിലേറ്റിക്കൊണ്ട് തവാഫ് അങ്ങനെ ചെയ്യുന്നു. ഉമ്മാനെ തോളിലേറ്റിയിട്ട് ഉമ്മാനെ ഉന്തിക്കൊണ്ടുപോകാനുള്ള വാഹനമൊക്കെ ഉണ്ട്, വേണ്ട, എന്റെ ഉമ്മാനെ ഞാൻ തോളിലേറ്റിക്കൊണ്ട് എന്റെ ചുമരിലേറ്റി ഞാൻ തവാഫ് ചെയ്യിപ്പിക്കും. ഉമ്മാനങ്ങനെ തവാഫ് ചെയ്യിപ്പിക്കുന്നു. ഉമറുൽ ഫാറൂഖ് തങ്ങളെ പോലെയുള്ളവരങ്ങനെ നോക്കി നിൽക്കുക. പടച്ചവരെ, എന്താണ് ആ കുട്ടി ചെയ്യുന്നത്? തവാഫൊക്കെ ചെയ്തിട്ട് മുസ്ലിമീങ്ങളെ സഈ ചെയ്യാൻ കൊണ്ടുപോകുന്നു. പെറ്റ ഉമ്മാനെ ചുമരിലേറ്റിക്കൊണ്ട് സഈദാ നടക്കുന്നു. സഫാ മർവയുടെ ഇടയിലൂടെ. ഇന്ന സഫാ വൽ മർവത മിൻ ശആഇരില്ലാഹ്. സഫാ കുന്നിലൂടെ അങ്ങനെ നടക്കണം. ഉമ്മാനെ തോളിലേറ്റിട്ട് അങ്ങനെ ഉംറയൊക്കെ ചെയ്യിപ്പിച്ച് കൊണ്ടുവന്നൊരു ഭാഗത്തിരുത്തിയിട്ട് മഹത്തുക്കളുടെ അരികിൽ വന്നിട്ട് ചോദിക്കുന്നു, എന്റെ ഉമ്മാക്ക് ഞാനൊരു നന്മ ചെയ്തു എന്നൊക്കെ എനിക്ക് സ്വർഗത്തെന്ന് പറയാൻ കഴിയൂലേ? ഉടൻ തന്നെ മഹാന്മാര് പറഞ്ഞില്ല, ആയിട്ടില്ല മോനെ, അതൊന്നും ആയിട്ടില്ല. ഉമ്മയും ബാപ്പയും, നമ്മുടെ ഉമ്മയും ബാപ്പയും മാതാവും പിതാവും അവരുടെ മഹത്വം അറിഞ്ഞിട്ടില്ല മോനെ, അവരുടെ മഹത്വം നീ പഠിച്ചിട്ടില്ല മോനെ, ഇതൊന്നും എവിടെ എത്തുകയില്ല. ആ മുസ്ലിമീങ്ങളെ, ഇതാണ് നമ്മുടെ ഉമ്മയും ബാപ്പയും. ഇത് നമുക്ക് കൂടുതൽ പറയേണ്ട ആവശ്യമുണ്ടോ? അത്രമാത്രം ചെയ്തിട്ടൊരു നന്മ ചെയ്തെന്ന് പറയൂടെ? പറയാനായിട്ടില്ല. മാതാവിനൊരു ഉപ്പാക്ക്, ഒരു ഉപ്പാനെ തോളിലേറ്റിക്കൊണ്ട് ഒരു മനുഷ്യൻ അറഫ, മിന, മുസ്ദലിഫ, അതും ഹനഫീങ്ങൾപ്പെട്ട പണ്ഡിത മഹത്തുക്കൾ പഠിപ്പിക്കുന്നത് കാണാം. ബാപ്പാരെ തോളിലേറ്റിട്ട് സുബ്ഹാനല്ലാഹ് ഒരു കുട്ടി അഭിമാനത്തോടെ പറയാം. 45 അക്കാലഘട്ടത്തിൽ 65-75 ദിവസമൊക്കെ ഹജ്ജിന് പുറപ്പെട്ടിട്ട് ഞാൻ എന്റെ ഉപ്പാനെ തോളിലേറ്റി നടന്നു. എല്ലാ സ്ഥലത്തും ഏറ്റി നടന്ന് ഹജ്ജ് കഴിഞ്ഞ് നാട്ടിൽ വീട്ടിലെത്തുന്നത് വരെ എന്റെ ഉപ്പാനെ ഞാൻ തോളിലേറ്റി നടന്നു. അൽഹംദുലില്ലാഹ്, ഞാൻ എന്റെ ഉപ്പാക്ക് ഖിദ്മ ചെയ്ത, ഒരുപാട് നന്മ ചെയ്ത, ഖിദ്മ ചെയ്ത ഒരു കുട്ടിയാണെന്ന് പറഞ്ഞുകൂടെ? ലാ, ബാപ്പാക്കൊരു ഖിദ്മ ചെയ്തെന്ന് പറയാനായിട്ടില്ല. ഇതാണ് മുഅ്മിനീങ്ങളെ ഉമ്മയും ബാപ്പയും.
ഇവരെ കുറിച്ച് നമ്മൾ എന്ത് പറയാൻ, എത്ര പറയാൻ, എവിടെ പറയാൻ, എങ്ങോട്ട് പറയാൻ, എവിടെ എത്തിക്കാൻ ആർക്ക് കഴിയും? ഞാനിപ്പോ ചിലത് നമുക്ക് വിവരല്ല. ഈ വഅദ് പറയുന്ന മുസ്ലിയാർക്ക് ഇത്ര അറിയൂ, വിവരല്ല. ഞാൻ അതുകൊണ്ട് ഇങ്ങനെ വായിക്കാന്ന് മാത്രം. ഈ ഉമ്മാനെ കുറിച്ചൊക്കെ റസൂലുള്ള പറഞ്ഞ ബിർറുൽ വാലിദൈൻ ഏകദേശം ഉസ്താദുമാരെ കിരുത്തി സദസ്സിലും വേദിയിലുമൊക്കെ എന്നെക്കാളും കഴിവുള്ള ഉസ്താദുമാരുണ്ട്. 1600 പേജുള്ള ഒരു കിതാബുണ്ട്. ഉമ്മാന്റെ മദ്ഹ്, ബാപ്പാന്റെ മദ്ഹ്. മുഅ്മിനീങ്ങളെ, 1600 പരം പേജുകളുള്ള കിതാബുകളൊക്കെ മഹാന്മാർ എഴുതി വെച്ചു മാതാപിതാക്കളെ കുറിച്ച്. പിന്നെ നമ്മൾ എന്ത് പറയാനാണ്? ഈ 1 മണിക്കൂർ കൊണ്ട് ആ മഹാന്മാരെ കുറിച്ച് നമ്മുടെ ഉമ്മയും ബാപ്പയും മഹത്തുക്കളാണ്. മഹത്തുക്കളാണ് നമ്മുടെ ഉമ്മയും ബാപ്പയും, മഹാന്മാരാണ് നമ്മുടെ ഉമ്മയും ബാപ്പയും. അവരെ കുറിച്ച് നമുക്ക് എന്ത് പറയാൻ? ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത് ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവിടുത്തെ ഹദീസുകൾ വിവരിച്ചിട്ട് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു അവിടുന്ന് ചൊല്ലി പറയുന്നു, ലാ തസ്അബന്ന ആഖാ. മുസ്ലിം സമൂഹമേ, മുസ്ലിം സമൂഹമേ, മാതാപിതാക്കളെ ബുദ്ധിമുട്ടിച്ച് മാതാപിതാക്കളോട് പിണങ്ങി നടക്കുന്ന ഒരു മനുഷ്യന്റെ കൂടെയും നിങ്ങൾ നടക്കരുതേ. നടന്നാൽ നിങ്ങളുടെ ഒരു അമലും അല്ലാഹു സ്വീകരിക്കില്ല. യഹ്റുമുൽ ഹജ്റു തുർഫത ഐൻ. കണ്ണടച്ച് തുറക്കുന്ന സമയം 1 സെക്കൻഡ് ഉമ്മയോട് പിണങ്ങുന്നത് ഹറാമാണ്, ബാപ്പയോട് പിണങ്ങുന്നത് ഹറാമാണ്. കണ്ണടച്ച് തുറക്കുന്ന സമയം യഹ്റുമുൽ ഹജ്റു തുർഫത ഐൻ. മാതാപിതാക്കളോട് 1 സെക്കൻഡ് പിണങ്ങുന്നത് ഹറാമാണ്. വേറെ ചില മഹത്തുക്കൾ പറയുന്നു, ബത്വലത്തുൽ അഅ്മാൽ. മാതാപിതാക്കളോട് 1 മിനിറ്റ് പിണങ്ങി നടക്കുന്നവന്റെ മുഴുവൻ അമലുകളെയും അല്ലാഹു ബാത്തിലാക്കി കളയുന്നതാണ്. ഇതല്ലേ മാതാപിതാക്കൾ? ഈ മാതാപിതാക്കളെ കുറിച്ച് നമ്മൾ എന്തിനാ കുറെ പറയുന്നത്? നാട്ടുകാരെ, ഞാൻ ഇവിടെ പറഞ്ഞു വന്നത് അല്ലാഹു തആല അവിടെ പൊരുത്തക്ക് നമുക്ക് നൽകുമാറാവട്ടെ. ലം അറ അഹദൻ അബറ മിനൽ ഫദ്ൽ ഇബ്നു യഹ്യാ ബിഅബീഹി. ഒരു ദിവസം 1000-ൽ പരം റക്അത്തുകൾ നിസ്കരിക്കുന്ന ഒരു മഹാപണ്ഡിതത്തിന്റെ ഉടമ, അക്കാലഘട്ടത്തിലെ മുഫ്തി കൂടിയായ പണ്ഡിത മുഫ്തി, അവിടുന്ന് പറയുന്നു, ലം അറ അഹദൻ അബറ മിനൽ ഫദ്ൽ ഇബ്നു യഹ്യാ. ഫദ്ൽ ഇബ്നു യഹ്യാ തങ്ങൾ മാതാപിതാക്കളോട് കാണിച്ച കൃപ, ഗുണം, അതിനേക്കാൾ ഗുണം ചെയ്ത ഒരു മനുഷ്യനെ ഞാൻ ലോകത്ത് കണ്ടിട്ടില്ല. ഒരാളെ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. എന്താണ് ആ മനുഷ്യൻ ചെയ്തത്? തങ്ങളെ ചില ആളുകൾ അവരോട് ചോദിച്ചു. ആ സമയത്ത് ആ മഹാനങ്ങ് വിവരിച്ചു കൊടുക്കുകയാണ്. ഫദ്ൽ ഇബ്നു യഹ്യാ തങ്ങളോട്, മോനെ, എനിക്ക് കുറച്ച് വെള്ളം വേണം. ചെറിയ കുട്ടികൾ മദ്രസയിൽ വരെ പഠിക്കുന്നൊരു ആശയമാണിത്. മോനെ, എനിക്ക് കുറച്ച് വെള്ളം താ കരളെ. മോനെ എന്ന് വിളിക്കുന്നൊരു ബാപ്പ, പൊന്നുമോനെ, എനിക്ക് കുറച്ച് വെള്ളം താ. ആ കുട്ടി വെള്ളം കൊണ്ടുവന്നപ്പോഴേക്കും സാധുവായ ബാപ്പ, ക്ഷീണമുള്ള ആരോഗ്യമൊക്കെ കുറഞ്ഞുപോയ ഉപ്പ ഉറങ്ങിപ്പോയിരിക്കുന്നു. ഈ കുട്ടി ഫലമ്മാ അപ്പാഹു, ഈ ഉപ്പാന്റെ അരികിലെത്തിയപ്പോൾ നാമ അബൂഹു, ആ കുട്ടിയുടെ ഉപ്പ ഉറങ്ങിപ്പോയി. ഫമാ സാലൽ വലദു വാഖിഫാ വശുർബതു ഫീ യദിഹി. ആ കുട്ടി വെള്ളവുമായി വന്നു. ആ കുട്ടിയുടെ വെള്ളം, ആ കുഞ്ഞിന് വെള്ളവുമായി വന്നപ്പോഴേക്കും ബാപ്പ ഉറങ്ങിയിട്ടുണ്ട്. നാമ അബൂഹു, നേരം വെളുക്കുന്നത് വരെ ആ കുട്ടി ഉപ്പാന്റെ അരികിൽ നിൽക്കുന്നു. ഇരിക്കുന്നില്ല, നൃത്തത്തിൽ തന്നെയാണ്. ഇലസ്സബാഹ്, സുബ്ഹി ബാങ്ക് വിളിക്കുന്നത് വരെ അവൻ നിൽക്കുന്നു.
ഉപ്പാന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ആ കുഞ്ഞു ഉറങ്ങിയോ മക്കളെ ചെറുപ്പക്കാരെ? ആ കുട്ടി ഉറങ്ങിയില്ല, ആ കുഞ്ഞു ഉറങ്ങുന്നില്ല. കാരണം എപ്പോഴാണ് ഉപ്പാന്റെ കണ്ണു തുറക്കുന്നത് അപ്പ വെള്ളം കൊടുക്കണം. അതുകൊണ്ട് മൂത്രമടിക്കാൻ പോകുന്നില്ല ആ പൊന്നുമാൻ. നോക്കി നിൽക്കുന്ന ഉപ്പാന്റെ മുഖത്തേക്ക് ആ ഉപ്പ ഉണർന്ന് അങ്ങ് കണ്ണുമിഴി അങ്ങ് ആ ഉപ്പയങ്ങോട്ട് ഉണരുന്നു, മകന്റെ മുഖത്തേക്ക് നോക്കുന്നു. മിൻമനാബിഹി ആ കുട്ടിയുടെ മുഖത്തേക്കങ്ങ് നോക്കിയപ്പോ ഉപ്പ വെള്ളമങ്ങ് കൊടുക്കുന്നു. മോനെ സമയം എത്രയായി? ആ കുട്ടിയുടെ കണ്ണിലൂടെ വെള്ളം ഒഴുകുന്നു. ആ കുഞ്ഞു പറഞ്ഞു സുബ്ഹി ബാങ്ക് വിളിച്ചിട്ടുണ്ട്, സുബ്ഹി ബാങ്ക് വിളിച്ചിട്ടുണ്ട്. ആ ഉപ്പ മോനെ ഉറങ്ങിയില്ലടാ, എന്റെ കുട്ടി ഉറങ്ങിയില്ലേ? ഉപ്പാ വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. ഞാൻ കൊണ്ടുവന്നു. അപ്പോഴേക്കും ബാപ്പ ഉറങ്ങിപ്പോയി. പിന്നെ ഞാൻ എങ്ങനെയാ ഉറങ്ങുന്നത്? എപ്പോഴാണ് എന്റെ ഉപ്പ ഉണരുന്നത്? അപ്പൊ എന്റെ ഉപ്പാക്ക് വെള്ളം തരണ്ടേ? വിളിച്ചുണർത്തുന്നത് പാടില്ലല്ലോ, അതബ് കേടല്ലേ? മഹാനായ ഫദ്ൽ ഇബ്നു യഹ്യാ മാഷാ അല്ലാഹ് ഫദ്ലിനെക്കാളും മാപ്പയോട് മഹബത്ത് കാണിച്ച, മാത്രമല്ല അതബ് കാണിച്ചൊരു കുട്ടിയെ ഞാൻ ലോകത്ത് എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. എന്താണ് എന്റെ പിതാക്കളെ, എന്റെ ചെറുപ്പക്കാരെ? നമ്മളൊക്കെ ഒരു ഗ്ലാസ് വെള്ളം എടുക്കുന്ന ഉപ്പ പറഞ്ഞ ബാങ്ക് വിളിക്കാൻ സുബ്ഹി വരെ നമുക്ക് നിൽക്കോ? പോകട്ടെ, അതായിരിക്കും നമ്മൾ ചെയ്യുന്നത്. നിങ്ങൾ വിലയിരുത്തിക്കോൾ, എന്തായിരിക്കും നമ്മൾ ചെയ്യുക? പക്ഷേ അവിടുന്ന് ചെയ്ത രംഗങ്ങളാണ് മഹാന്മാര് വിവരിക്കുന്നത്. യജമാനനായ റബ്ബ് അല്ലാഹു തആല അവന്റെ മഹ്ള് ഫദ്ല് കൊണ്ട് മാതാപിതാക്കളുടെ പൊരുത്തമുള്ള കുട്ടികൾ നമ്മെ പെടുത്തി തെരുമാറാവട്ടെ. അവന്റെ യഥാർത്ഥ അടിമകൾ അല്ലാഹു പെടുത്തി തെരുമാറാവട്ടെ. അത്ര നമുക്ക് പറയാ. അലി ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു, ഹുസൈൻ തങ്ങളുടെ മോനായ ബഹുമാനപ്പെട്ട ഹുസൈൻ തങ്ങളുടെ മോനായ അലി, ഹുസൈൻ തങ്ങളെ കുറിച്ചും പറയുന്ന രംഗം കാണാം. ഹസൻ തങ്ങളെ കുറിച്ച് റസൂലുള്ളാഹിന്റെ മടിയിൽ കിടന്ന് വളർന്ന പേരക്കിടാവല്ലേ, പക്ഷേ ആ കുട്ടിയെ കുറിച്ച് ഇന്നക മിൻ അബദ്ദിന്നാസ്, ഒരേ എത്ര നല്ല ഗുണം ചെയ്യുന്ന കുട്ടിയാണ് നിങ്ങൾ. പക്ഷേ ലാ തഅകുൽ മഅ ഉമ്മിക, എന്തെങ്കിലും ഉമ്മാന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാത്തത്? ഹുസൈൻ തങ്ങളോട് ചോദിക്കുന്നു, ഹസൻ റളിയല്ലാഹു അൻഹു. ഹുസൈൻ തങ്ങളുടെ മോനായ അലി തങ്ങൾക്കും ഈ ഒരു സംഭവം ഉണ്ടായത് കിതാബുകളൊക്കെ കാണാം. മോനെ ലാ തഅകുൽ മഅ ഉമ്മിക ഫീ സഫഅത്തിൽ, ഒരു പാത്രത്തിൽ ഇരുന്ന് ഒരു പാത്രത്തിൽ വെച്ച് ഉമ്മ കഴിക്കുമ്പോ നിങ്ങൾ എന്തേ ഉമ്മാന്റെ കൂടെ ഇരുന്ന് കഴിക്കാതെ മെല്ലെ മെല്ലെ മാറി മാറി നിൽക്കുന്നത്? മാഷാ അല്ലാഹ് സുബ്ഹാനല്ലാഹ്. രണ്ട് കുട്ടികൾ, പ്രായം ചെന്നൊരു ഉമ്മ വന്നു, പ്രായം ചെന്നൊരു ഉമ്മാമാനെ കണ്ടു. ചെറിയ രണ്ട് കുട്ടികൾ റസൂലുള്ളാഹിന്റെ പേരക്കിടാങ്ങളാണ്, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ. അവർ രണ്ടുപേരും കരഞ്ഞു. നോക്കുന്നു, എന്തിനാണ് ആ മക്കൾ കരയുന്നത്? ആ രണ്ട് കുട്ടികൾ ഇങ്ങനെ വസ്ത്രം പൊക്കി മുസ്ലിമീങ്ങളെ കുപ്പായം ഇങ്ങനെ പൊക്കി കാണിച്ചു കൊടുത്തു. ആ മെലിഞ്ഞൊട്ടിയ വയറ്, ആ അവിടുത്തെ ആ മെലിഞ്ഞൊട്ടിയ വയറ് കണ്ടപ്പോ ആ ഉമ്മാമ ചെയ്തത് ആ മക്കൾക്ക് ഒരു ഈത്തപ്പടം കൊടുത്തു. റസൂലുള്ളാഹിന്റെ കുട്ടികളല്ലേ, ഒരു ഈത്തപ്പടം കൊടുത്തു. ഫാത്തിമ റളിയല്ലാഹു അൻഹ അപ്പുറത്തുണ്ട്. ആ കുട്ടികൾ എന്താ ചെയ്തതറിയോ? ഹസൻ എന്ന കുട്ടി ഈത്തപ്പടം അങ്ങ് കിട്ടിയപ്പോ മെല്ലെ പോയിട്ട് ഒരു മരത്തിന്റെ അപ്പുറത്ത് നിന്ന് അത് മെല്ലെ കടിച്ചു. അത് ഉമ്മ കണ്ടു, ഫാത്തിമ റളിയല്ലാഹു അൻഹ കണ്ടു. മോനെ, ഫാത്തിമ റളിയല്ലാഹു അൻഹ വിളിക്കുന്നു, മോനെ കരളെ, യാ ഹസൻ, ഹസനെ എന്ന് വിളിച്ചപ്പോ ആ കുട്ടി മെല്ലെ വന്നു. എന്നിട്ട് ഉമ്മാന്റെ കണ്ണിൽ വെള്ളം നിറഞ്ഞു. റസൂലുള്ളാഹിന്റെ മോളല്ലേ, അവിടുത്തെ കണ്ണിലൂടെ വെള്ളം നിറഞ്ഞു. ആ സമയത്ത് ഉമ്മ ആ കുഞ്ഞ് ഉമ്മാന്റെ കണ്ണീരിങ്ങനെ തുടച്ചു കൊടുത്തു. പുന്നാര മുത്ത് നബിയുടെ കരള്, ആ കരളിന്റെ കണ്ണീരിങ്ങനെ തുടച്ചിട്ട് ചോദിച്ചു, ഉമ്മ എന്ത് പറ്റി ഉമ്മ? ഉമ്മ എന്തിനാ കരയുന്നത്? അപ്പൊ ഉമ്മ പറഞ്ഞു, മോനെ ഒരു ഈത്തപ്പടം കിട്ടിയപ്പോ ഉമ്മാനെ മറന്നു അല്ലേ? ഒരു ഈത്തപ്പടം കിട്ടിയപ്പോ ഉമ്മാനെ മറന്നു അല്ലേ? ഹസൻ തങ്ങളോട് ചോദിച്ചപ്പോ
ഹസൻ തങ്ങളെ ആ ശൈലി മാറി, അവിടത്തേക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. പടച്ചവനെ, എന്റെ ഉമ്മ അങ്ങനെയാണോ വിചാരിച്ചത്? ആ ഉമ്മാൻ അടച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, ഉമ്മ എന്തൊരു വിശപ്പ് ഉമ്മ, വല്ലാത്ത വിശപ്പ്. ഞാനിങ്ങനെ അവിടുന്ന് ഒറ്റക്ക് പോയി കടിച്ചത് എന്റെ ഉമ്മാന്റെ അരികിൽ വെച്ച് ഉമ്മ തുടങ്ങുന്നതിന് മുമ്പ് വിശപ്പ് കൊണ്ട് ഈ കുട്ടി എങ്ങാൻ ആദ്യം കടിച്ചാലോ, എന്റെ ഉമ്മ തുടങ്ങുന്നതിന് മുമ്പ് ആദ്യം അങ്ങ് കടിച്ചാലോ, അവിടുന്ന് എന്റെ ഉമ്മ എങ്ങാനും തുടങ്ങുന്ന മുമ്പ് ഞാൻ ചെറുപ്പെടുത്ത് കടിച്ചാലോ, അത് പേടിച്ചിട്ട് ഞാൻ ഒറ്റക്ക് പോയി കടിച്ചത്, മാറി നിന്ന് കടിച്ചതാണ് ഉമ്മ. എന്റെ ഉമ്മാനോടുള്ള ഈ കാരണത്തോണ്ടാണ്, അല്ലാതെ ഉമ്മ വിചാരിച്ചതല്ല. മഹദിയായ ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹാ, മോനെ ഹസനേ, എന്ത് കിട്ടിയാലും എന്റെ മടിയിലിരുന്ന് എന്റെ മക്കള് കടിക്കുമ്പോൾ എന്റെ സന്തോഷം എത്രയാ, എന്റെ സന്തോഷം എത്രയാ. ഇതാണ് മുസ്ലിമീങ്ങളെ നമ്മുടെ ഉമ്മ. എന്ത് കിട്ടിയാലും ഉമ്മാന്റെ അടുത്ത് നിന്ന് കടിച്ചോക്കി, അതൊരു വല്ലാത്ത സന്തോഷ. കല്യാണം കഴിഞ്ഞ പിന്നെ ഹയാത്ത് കാലത്ത് ഉമ്മാന്റെ അരികിലിരുന്ന് ഭക്ഷണം കഴിക്കാത്ത എത്ര ചെറുപ്പക്കാരുണ്ട്. കല്യാണം കഴിഞ്ഞ പിന്നെ ഉമ്മാന്റെ അരികിലിരുന്നോ ബാപ്പയുടെ അരികിലിരുന്നോ അവിടുന്ന് ഭക്ഷണം കഴിക്കാത്ത എത്ര കുട്ടികൾ നിങ്ങളുടെ നാട്ടിലുണ്ടോ എനിക്കറിയില്ല. ഞങ്ങളുടെ രാജ്യത്തൊക്കെ സുലഭമാണ്, ഞങ്ങളുടെ നാട്ടിലൊക്കെ എമ്പാടുമുണ്ട്. കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഉമ്മാന്റെ അരികിൽ നിന്ന് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാം. മുഅ്മിനീങ്ങളെ, നമ്മുടെ പെറ്റ ഉമ്മ, ഞാനൊന്ന് പറയട്ടെ, നമ്മുടെ തള്ള, ആ തള്ള പള്ളിപ്പറമ്പിൽ കൊണ്ടുപോയി തള്ളയെ വെക്കുന്നത് വരെ അവസരം കിട്ടുമ്പോഴൊക്കെ ഉമ്മാന്റെ അരികിലിരുന്ന് ബാപ്പാന്റെ അരികിൽ നിന്ന് ചോറ് കടിച്ച എന്തൊരു ഐശ്വര്യമാണ്, എന്തൊരു ബറക്കത്താണ്. നമ്മുടെ ഉപ്പ ഒരു തുള്ളി കറി നമുക്കെങ്ങാൻ ഒടിച്ചു തന്നാൽ ഉപ്പാന്റെ അരികിൽ നിങ്ങളെ ഭക്ഷണം കടിക്കുന്നത്, നമ്മുടെ ബാപ്പ ഒരു തുള്ളി കറിങ്ങൾ ഒടിച്ചു തരുന്നു. ഈമാനുള്ള മുസൽമാൻ, ഇത്ര വലിയ ബറക്കത്ത് നമ്മുടെ ജീവിതത്തിൽ വേറൊന്നും കൊണ്ട് കിട്ടില്ല. നമ്മുടെ ഉമ്മാന്റെ അരികിൽ ചോറൊഴിക്കുമ്പോ ആ ഉമ്മ ഒരു പിടിങ്ങനെ ഉരുട്ടിയിട്ട്, പണ്ടേ ആ ഉമ്മാന്റെ കയ്യിന്റെ ഉള്ളനടി കൊണ്ട് ഉരുട്ടിയതല്ലേ നമ്മളിങ്ങനെ കടിച്ചത്, എന്നിട്ടല്ലേ വളർന്നത്? എന്താ ഈ പ്രായമെത്തിയപ്പോ ആ ഉമ്മാന്റെ കൈ കൊണ്ട് ഉരുട്ടിയിട്ട് ഒരു ഉരുള കടിച്ചുകൂടെ? നമ്മുടെ ഉമ്മാന്റെ കൈ കൊണ്ട് ഉരുട്ടി ഒരു ഉരുള നമ്മുടെ വായിനൊക്കെ വെച്ച ഇതിനും വലിയ അനുഗ്രഹം എന്താ? ഇത് മുസ്ലിമെ ഒന്ന് ചിന്തിക്കണമെന്ന് ഞാൻ എന്റെ യുവ മനസ്സുകളോട് ഒന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഭാര്യപ്പുറത്തുണ്ട്, കുട്ടികളപ്പുറത്തുണ്ട്, എല്ലാം ഇരിക്കട്ടെ. നമ്മുടെ ഉമ്മാന്റെ അരികിൽ ഒരു പിടി വാങ്ങി കടിച്ചോളൂ, നമ്മുടെ ഉപ്പാന്റെ കൂടെ ഇരുന്നിട്ട് നേരം കഴിച്ചോളൂ. അൽഹംദുലില്ലാഹ്, വല്ലാത്ത ഐശ്വര്യമാണ്, വല്ലാത്ത റഹ്മത്താണ്. ഞാനിവിടെ പറഞ്ഞു വരുന്ന ചില ഭാഗങ്ങളിൽ അല്ലാഹു തആല മഹാന്മാരുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തെ ഹൈറാക്കി തരട്ടെ. മാതാപിതാക്കളുടെ പൊരുത്തത്തെ അല്ലാഹു നൽകുമാറാവട്ടെ. മാമിൻ മുഅ്മിനിൻ ലഹു അബവാൻ, അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മാമിൻ മുഅ്മിനിൻ ലഹു അബവാൻ, മാതാപിതാക്കളുള്ള ഒരു മുഅ്മിനായ ചെറുപ്പക്കാരൻ ഫയുസ്ബിഹു വഹുവ മുഹ്സിനുൻ ഇലൈഹിമാ, ഏതെങ്കിലും ഒരു കുട്ടി ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് രാത്രി സമയത്ത് വല്ല നന്മയും ചെയ്തുകൊണ്ടാണോ നേരം വെളുക്കുന്നത്? കണ്ണു കാണാത്ത ഉമ്മയാണ്, നടക്കാൻ കഴിയാത്ത ഉമ്മയാണ്. ആ ഉമ്മാന്റെ കൈപ്പിടിച്ച് മൂത്രമടിക്കാൻ വേണ്ടി ബാത്റൂമിലേക്ക് കൊണ്ടുപോയ ഒരു പൊന്നുമോനാണോ? ഒരു രാത്രി എങ്ങാനും പെറ്റ ഉമ്മാക്ക് മൂത്രമടിക്കാൻ വേണ്ടി കൈപ്പിടിച്ച ബാത്റൂമിൽ വരെ കൊണ്ടുപോകാൻ ഭാഗ്യം ലഭിച്ച കുട്ടിയാണോ? ഇല്ലാ ഫതഹല്ലാഹു ലഹു ബാബൈനി മിനൽ ജന്ന, സ്വർഗ്ഗത്തിൽ വെച്ച് അല്ലാഹു രണ്ട് വാതിലതാ ആ ഒരൊറ്റ ദിവസത്തിന്റെ അമലുകൊണ്ട് അല്ലാഹു തുറന്നു കൊടുക്കും. ഒരു ദിവസം മാതാപിതാക്കൾക്ക് ബാത്റൂമിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു ഖിദ്മ ചെയ്ത കുട്ടികൾക്ക് സ്വർഗ്ഗത്തിൽ 2 കവാടം, സ്വർഗ്ഗത്തിൽ 2 കവാടങ്ങൾ. മാഷാ അല്ലാഹ്, അതിലുണ്ട് മുന്തിരി തോട്ടവും റുമ്മാനും, രസമുള്ളതാക്കത് ലിപ്പടം തിന്നാനും, പണമില്ല റബ്ബേ വാങ്ങുവാനാ വീട്, കൊതിയുണ്ട് വല്ല വെപ്പടും അതിനോട്, അതിലേക്ക് നീ ഒരു പാസ്താ മന്നാനെ, അത് നിന്റെ വക്കൽ മാത്രമാ ഹന്നാരേ. യാ ഹബ്ബദൽ ജന്നതു വഖ്തിറാബുഹാ ത്വയ്യിബത്തുൻ ബാദിദത്തുൻ ശറബുഹാ.
അല്ലാഹു തആല മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട് ഒരു ചെറിയ സന്തോഷം നമുക്ക് ആ സമയം നൽകുമാറാവട്ടെ. യഖ്റുജു മിനന്നാർ ബഅദ അൽഫി ആമിൻ റജുലുൻ വലൈതരി കുന്തു ദാലിക റജുലാ. ചില ആളുകളെ അല്ലാഹു 500 കൊല്ലം നരകത്തിലിട്ട് ചുട്ടുകരിക്കും. എന്റെ അനുജന്മാരെ, ഞാൻ എന്റെ യുവ മനസ്സുകളോട് ചോദിക്കുന്നു, എന്റെ പ്രിയപ്പെട്ട പെൺകുട്ടികളോട്, അനുജത്തിമാരോട്, പെങ്ങളോട്, സഹോദരിയോട് ഞാൻ ചോദിക്കട്ടെ, ചില ആളുകളെ അല്ലാഹു 1000 കൊല്ലം നരകത്തിലിട്ട് ചുട്ടുകരിക്കുന്നതാണ്. 1000 കൊല്ലത്തിന് ശേഷം അവന്റെ മഹല് പതിലുകൊണ്ട് അല്ലാഹു അവന്റെ മഹല് പതിലുകൊണ്ട് ആ കുട്ടിയെ സ്വർഗത്തിലേക്ക് വിടുന്നു. ആഖിറു അഖിരിൽ ജന്ന ആഖിറു അഖിരിൻ നാരി ഖുറൂജാ വ ആഖിറു അഖിരിൽ ജന്നത്തി ദുഖൂലാ. ഖാല റസൂലുള്ളാഹി. സമയം വൈകിയ 10:30 ആയില്ലേ? 10 മണി. എത്ര വരെ പറയാം? 10:20 നിർത്തട്ടെ. 10:20 മിനിറ്റ്. അത് കൂടുതലാണ്. നിങ്ങൾ സഹിച്ചാളെ, നമുക്കൊന്നും സഹിച്ചാളെ. ഒരു 10:20 വരെ നമുക്ക് പറയാം ഇൻഷാ അല്ലാഹ്. ഇതിപ്പോ എത്ര ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ബേജാറായി ഇങ്ങനെ ഇരിക്കും വേണ്ട, പോകും വേണ്ട. 10:20 നമുക്ക് നിർത്തും ചെയ്യാം. നമ്മുടെ ഉമ്മാനെ കുറിച്ചാണ് പറയുന്നത്, നമ്മുടെ ബാപ്പാനെ കുറിച്ചായി പറയുന്നത്. ഇത് പറയുമ്പോ ആരുടെങ്കിലും ഉമ്മ പള്ളിക്കാട്ടിൽ കിടക്കുന്നുവെങ്കിൽ നാളെ സുബഹിക്ക് ഉമ്മാന്റെ അടുത്തൊന്ന് പോകണം. ഉമ്മാ, ആ പള്ളിപ്പറമ്പിൽ ചെന്നിട്ട് ഉമ്മ എന്ന് വിളിച്ചെന്ന് കരയണം. നമ്മുടെ ഉമ്മ പള്ളിക്കാട്ട് കിടക്കുകയാണ്, നമ്മുടെ ബാപ്പ പള്ളിക്കാട്ടിൽ കിടക്കുന്നവരുണ്ടെങ്കിൽ ആ ഖബറിങ്ങ ചെന്നിട്ട് ഉപ്പാന്ന് വിളിച്ചിട്ട് അല്ലാഹുമ്മ ഗ്ഫിർ ലഹു, അല്ലാഹുമ്മ ഗ്ഫിർ ലഹാ. ഞാനത് പറയാം, റസൂലുള്ള പറഞ്ഞ വാചകം ഒന്ന് വായിക്കാം. അല്ലാഹു തആല പൊരുത്തമൊക്കെ നമുക്ക് നൽകുമാറാവട്ടെ. ആഖിറു അഖിരിൻ നാരി ഖുറൂജാ. സ്വഹാബികളെ, കോടാനക്കോടി ആളുകൾ നരകത്തിൽ കിടക്കുന്നവരുണ്ട്. അതിൽ നിന്ന് ഏറ്റവും അവസാനം നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന ഒരു മനുഷ്യനുണ്ട്. ഇനി ഒരാൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനില്ല. വആഖിറു അഖിരിൽ ജന്നത്തി ദുഖൂലാ. സ്വർഗത്തിൽ അവസാനം കിടക്കുന്ന ഒരു കുട്ടിയുമുണ്ട്. ഇനി ഒരാൾ സ്വർഗത്തിൽ കിടക്കാനുമില്ല. ആരാണ് ആ മനുഷ്യനെന്നറിയോ? ലഹു ദുനിയാ വഅശറതു അംസാലിഹാ. ആ മനുഷ്യനെ സുബ്ഹാനല്ലാഹ് യഖ്റുജു മിനന്നാരി ബഅദ അൽഫി ആമിൻ റജുലുൻ. 1000 കൊല്ലത്തിന് ശേഷമാണ് ഒരു കുട്ടിയെ അല്ലാഹു നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നത്. അപ്പോ എന്റെ യുവാക്കളെ, ആ കുട്ടി സ്വർഗത്തിലേക്ക് അങ്ങനെ പോകും. കുല്ലമാ നദജത് ജുലൂദുഹും ബദ്ദൽനാഹും. നരകത്തിൽ ബന്ധളിയുന്ന അവന്റെ കൂടെ കിടക്കുന്ന രണ്ടാമൻ അവൻ പറയുന്നു, അല്ലാ അന്ത റാസിഖുനാ അന്ത കഫീലുനാ അന്ത വക്കീലുനാ. പടച്ചവനെ, നിന്നോട് വെറുത്തിട്ട് ഈ കുട്ടി ഒന്നും ചെയ്തിട്ടില്ല റഹ്മാനെ. നിന്നോട് വെറുത്തിട്ട് ഈ അടിമ ഒന്നും ചെയ്തിട്ടില്ല അല്ലാ. നിന്റെ ഹബീബിനോട് വെറുത്തിട്ടൊന്നും ചെയ്തിട്ടില്ല. ശൈത്താനെ പഠിപ്പിച്ചു റബ്ബേ, അവനെ നീ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയില്ലേ? നിന്റെ ഖജനാവിൽ റഹ്മത്തിന്റെ കൂമ്പാരമില്ലേ? എന്റെ കയ്യിലൊന്നുമില്ല. നിന്റെ മഹ്ഫദ് കൊണ്ട് പടച്ചവനെ, നീ റഹ്മാനും റഹീമുമല്ലേ? എന്നെയും കൂടെ അങ്ങ് സ്വർഗത്തിലേക്ക് എന്ന് പറഞ്ഞാൽ എന്റെ സിദ്ദീഖേ, റസൂലുള്ള വല്ലാതെ കരഞ്ഞിട്ടാ പറഞ്ഞത്. എന്റെ സിദ്ദീഖേ, അല്ലാഹു റിദ്വാൻ അലൈഹിസ്സലാമിനെ വിളിച്ചിട്ട് പറയുന്നു, എന്റെ മലക്കുകളെ, അവനൊരു സാധുവായ കുട്ടിയാണ്, അവനും കൂടെ അങ്ങ് കൊണ്ടുപോയിക്കോളൂ സ്വർഗത്തിലേക്ക്. അവനാണ് നരകത്തിൽ നിന്ന് അവസാനം രക്ഷപ്പെടുന്നത്. അവനാണ് സ്വർഗത്തിൽ അവസാനം കിടക്കുന്നതും. ഇനി ഒരാള് സ്വർഗത്തിൽ കിടക്കാനില്ല. ആ മനുഷ്യർക്ക് അല്ലാഹു കൊടുക്കുന്ന അനുഗ്രഹങ്ങൾ കേൾക്കണോ ഉമറേ? ആ മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന റഹ്മത്ത് കേൾക്കണോ അലിയേ? ലഹു ദുനിയാ വഅശറതു അംസാലിഹാ. ഈ ദുനിയാവും ദുനിയാവിലെ 10 ഇരട്ടി അനുഗ്രഹങ്ങളാണ് അല്ലാഹു കൊടുക്കുന്നത്. അവസാനം സ്വർഗത്തിൽ കിടക്കുന്ന കുട്ടിക്ക് എന്റെ സിദ്ദീഖേ 70,000 മലക്കുകളാണ് ഖാദിമുകൾ. ഖാല റസൂലുള്ളാഹി
ഈ സ്വർഗത്തിൽ കിടക്കാനല്ല മുഅ്മിനീങ്ങളെ നാം മുഅ്മിനായി ജീവിക്കുന്നത്. അല്ല എങ്കിൽ മറ്റു മതക്കാരും നമ്മൾ എന്ത് വ്യത്യാസമാണുള്ളത്? ആ സ്വർഗം കാണാനല്ലേ, ആ സ്വർഗത്തിലൊന്ന് കിടക്കാനല്ലേ, ആ സ്വർഗീയ ലോകത്ത് യാ ഹബ്ബദൽ ജന്നത്തു വഖ്തിറാബുഹാ, ആ സ്വർഗീയ ലോകത്ത് പാടിക്കളിക്കുന്ന മുഅ്മിനീങ്ങളെ കാണുമ്പോ ഒരു ചെറിയ കരുണ കിട്ടാൻ കൊതിച്ചിട്ടല്ലേ ഈ നിലയ്ക്ക് ഈമാനിന്റെ വെളിച്ചം തട്ടി ജീവിക്കുന്നത്? ഞാൻ ചോദിക്കട്ടെ, ആ മുഅ്മിനായ മനുഷ്യരോട്, മുഅ്മിനീങ്ങളോട് കാരുണ്യത്തിന്റെ മുത്ത് പഠിപ്പിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വിവരിക്കുന്നത്, ബാബാ രണ്ട് വാതിലുകളുണ്ട്, രണ്ട് വാതിലുകൾ സ്വർഗത്തിൽ നിന്ന് ഇല്ലാ ഫതഹല്ലാഹു ലഹു ബാബൈനി മിനൽ ജന്ന. രാത്രി സമയത്ത് ബാബൈനി മിനൽ ജന്ന, രാവിലെ എഴുന്നേൽക്കുന്നതിന് മുമ്പ് പെറ്റ ഉമ്മാനെ ബാത്റൂമിലേക്കൊന്ന് കൈപിടിച്ചു കൊണ്ടുപോയ മകൾ, സാധുവായ ഉപ്പ, ആ ഉപ്പാന്റെ കൈയും പിടിച്ച് പള്ളിയിലേക്ക് എത്തിച്ച പ്രായമുള്ള ബാപ്പ പറഞ്ഞു, മോനെ സുബഹിക്ക് ജമാഅത്തിന് പോകണം, ഒന്ന് എന്റെ കൈ പിടിച്ച് വാ മോനെ. ആ ഉപ്പാന്റെ കൈ പിടിച്ചിട്ട് അവിടുന്ന് പള്ളിയിലേക്ക് കൊണ്ടുപോയ മകനാണോ, ആ ഉപ്പാനെ മെല്ലെ കൈയും പിടിച്ച് റോഡരികിലേക്ക് ഓട്ടോറിക്ഷ വന്നിരിക്കുന്നു, ഓട്ടോറിക്ഷ വരെ കൈപിടിച്ച് താങ്ങി നടന്ന പൊന്നുമോൻ രാവിലെ ഉപ്പാനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനാ. എന്താനുജാ ഇല്ലാ ഫതഹല്ലാഹു ലഹു ബാബൈനി മിനൽ ജന്ന, സ്വർഗത്തിൽ നിന്ന് രണ്ട് വാതിലാണ് അല്ലാഹു നിനക്ക് തുറന്നിരിക്കുന്നത്. ഖാല റസൂലുള്ളാഹി. ഈ ഉപ്പാപ്പാന്റെ കുട്ടികളാണ് നമ്മൾ, ഈ ഉപ്പാപ്പയുടെ മക്കളല്ലേ നമ്മളൊക്കെ. ആ സമയത്ത് സ്വഹാബികൾ ചോദിച്ചു, വഖീൽ വഇൻ കാന വാലിമാ വഇൻ കാന വാലിമാ, നബിയേ ബാപ്പര് മോശപ്പെട്ടവനാണെങ്കിലോ, ബാപ്പര് അക്രമിയാണെങ്കിലോ, ഉപ്പൊരു അക്രമിയാണെങ്കിലോ, ഉപ്പ വളരെ മോശമാണ്, ഞങ്ങളെ ശ്രദ്ധിക്കാത്തവനാണ്, ഞങ്ങളെ നോക്കാത്തവനാണ്, ഞങ്ങളെ ചെറുപ്പത്തിൽ വളർത്താത്തവനാണ്, ഞങ്ങളെ തീരെ നോക്കി വളർത്തിയിട്ടില്ല, ഉമ്മയാണ് വളർത്തിയത്, ഞങ്ങളെ ബാപ്പ ഞങ്ങളെ ശ്രദ്ധിച്ചിട്ടേ ഇല്ല എന്ന് പറഞ്ഞ അവസ്ഥയിൽ വഇൻ കാന ളാലിമാ വഇൻ കാന ളാലിമാ, ബാപ്പ മോശപ്പെട്ട വ്യക്തിയാണെങ്കിലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്ത മറുപടി ഖാൽ വഇൻ കാന ളാലിമാ, അവരെത്ര മോശപ്പെട്ടവരാണെങ്കിലും ശരി, അവരെത്ര മോശപ്പെട്ടവരാണെങ്കിലും ശരി, മാതാപിതാക്കളെ കുറിച്ച് നാട്ടുകാരെ പ്രായാധിക്യം കൊണ്ടാണൊക്കെ പറയുന്നത്. അവരെക്കുറിച്ചൊന്നും പറയണ്ട, അവരെക്കുറിച്ചൊന്നും പറയണ്ട, പ്രായത്തിൽ അങ്ങനെ ജീവിക്കട്ടെ. അവിടെ കവളത്ത് മുത്തം കൊടുത്തോളൂ, ഉപ്പാന്റെ കവളത്തൊരു മുത്തം കൊടുത്തിട്ട് സ്വർഗം നേടിക്കോളൂ മക്കളെ, സ്വർഗം നേടിക്കോളൂ എന്റെ അനുജന്മാരെ. ഉപ്പാന്റെ കവളത്ത് മുത്തം കൊടുത്തിട്ട് അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ, അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. സാധുക്കളായ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു തആല ബറക്കത്ത് നൽകുമാറാവട്ടെ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലാതെ പറഞ്ഞുപോയി. ഇത് വിശദീകരിച്ചുകൊണ്ട്, ഈ ഹദീസുകൾ വിശദീകരിച്ചുകൊണ്ട് ഞാനിവിടെ 20 ഹദീസുകൾ എഴുതിക്കൊണ്ടുവന്നു. അതിൽ ഞാനിവിടെ 8 കാര്യങ്ങളെ അത്രേ പറയുന്നു ഇപ്പൊ എനിക്ക് പറ്റൂ. ഇപ്പൊ നമുക്ക് വല്ലാതെ പറയണ്ട. എന്റെ പ്രിയപ്പെട്ടവരോട് അത് ഒരു ഹദീസ് വിശദീകരിച്ച് മുഹദ്ദിഥീങ്ങൾ വിവരിക്കുന്ന കാണാം. ലാ യംബഗീ ലിൽ വലദി അൻ യതകല്ലമ ഇദാ ശഹിദ വാലിദൈഹി ഇല്ലാ ബിഇദ്നിഹിമാ. മാതാപിതാക്കളുടെ സ്ഥലത്ത് വെച്ച് മക്കൾ ആദ്യം സംസാരിക്കുക. കല്യാണ പ്രശ്നം വരുന്നത്, പെങ്ങളുടെ കല്യാണ പ്രശ്നം വരുന്നത്, എന്തോവട്ടെ പെങ്ങളുടെ കല്യാണം വന്നിട്ടുണ്ട്. എന്റെ യുവാക്കളെ ചെറുപ്പക്കാരോട് പറയുന്നു, ആങ്ങള സഹോദരൻ എന്നൊക്കെ പറയില്ലേ, പെങ്ങൾക്ക് കല്യാണം വന്നാലേ മാതാപിതാക്കൾ പറഞ്ഞിട്ടേ മക്കൾ ഇടപെടാവും. മക്കൾ ആദ്യം സംസാരിക്കുക. ഈ ഹദീസ് വിശദീകരിച്ച് മഹാന്മാര് പറയും, എത്ര കടുപ്പാണത്. ഉമ്മ വല്ലതും പറയാതെ നാം ആദ്യം ഒരു അഭിപ്രായം പറയരുത്, ബാപ്പ പറയണം. എന്നിട്ട് രണ്ടുപേരും പറഞ്ഞിട്ട് നമുക്ക് പറയാം, ഉപ്പ നമുക്ക് ഇങ്ങനെ ചെയ്തൂടെ, ഉമ്മ നമുക്ക് ഇങ്ങനെ ചെയ്താല, അത് ഉഷാറാ കുട്ടി, എന്റെ മോൻ പറഞ്ഞതാ ശരി, അൽഹംദുലില്ലാഹ്. ആദ്യം നമ്മുടെ ഒരു അഭിപ്രായമല്ല പറയേണ്ടത്. ഇതുവരെ മഹാന്മാർ എഴുതി വെച്ചുപോയി. മാത്രമല്ല, വലാ യംശി ബൈന യദൈഹാ വലാ അൻ യമീനിഹാ വലാ അൻ ശിമാലിഹാ. ഉമ്മയുടെ മുന്നിൽ നടക്കരുത് ഒരൊറ്റ മോൻ,
ബാപ്പയുടെ മുന്നിൽ നടക്കരുത്, ബാപ്പയുടെ ഇടതുഭാഗത്തും നടക്കരുത്, ഉപ്പാന്റെ വലതുഭാഗത്തും നടക്കരുത്. നേരെ മറിച്ചെല്ലാക്കിൽ യംശി ഖൽഫഹുമാ, മാതാപിതാക്കളുടെ നേരെ പിന്നിലെ മക്കൾ നടക്കാവൂ. ഇത്ര വലിയൊരു ഉപദേശം മക്കളോട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മഹത്തുക്കൾ വിവരിക്കുന്നു. ഉമ്മാന്റെ മുന്നിലെന്നല്ല, ഉമ്മയുടെ വലത്തോട്ട് നടക്കരുത്, ഇടതുഭാഗത്ത് നടക്കരുത്, ഉമ്മാന്റെ പിന്നിൽ. ബാപ്പ വല്ലതും അഭിപ്രായം ഇങ്ങനെ പറയുമ്പോ പിന്നിന്നിങ്ങനെ ചെവിടിങ്ങനെ നീട്ടിക്കൊടുക്കുക, പിന്നിന്ന് ചെവിട് നീട്ടിക്കൊടുത്തിട്ട് വേണമെന്ന് കേൾക്കാൻ. ഉപ്പാന്റെ തൊട്ടടുത്ത് പോയി നിന്നിട്ട് ഉപ്പാന്റെ കൂടെ സുബ്ഹാനല്ലാഹ് ഈ ബാലക്കെന്ന് പറഞ്ഞ അറു പടഞ്ചനല്ലേ. ചിലപ്പോ നിങ്ങൾ പറയോ ഇതെന്തൊരു കാടമുസ്ലിയാരാണ്, പണ്ടത്തെ കാലത്ത് പ്രസംഗിക്കണ പ്രസംഗാണോ? ഇന്ന് ഉപ്പാന്റെ മുന്നിൽ കസാലിട്ട് നിന്നിട്ടല്ലേ, കാല് കയറ്റി വെച്ച് നിന്നിട്ടല്ലേ സംസാരം. ബാപ്പപ്പുറത്തിരിക്കുണ്ടാവും. ഞങ്ങളുടെ നാട്ടിലെ കഥയാണ്. താത്തൂരുണ്ടോ എന്ന് എനിക്കറിയില്ല. താത്തൂരുള്ള അവസ്ഥ എനിക്ക് ഞാൻ കുറച്ച് വൈകി വന്നപ്പോൾ എനിക്ക് നിങ്ങൾ വെറുക്കുമെന്ന് എനിക്ക് പേടി. ഞാനും കുടുങ്ങിയിട്ടാ വന്നത്, നല്ല കുടുക്കിട്ടാ വന്നത്. അപ്പോ ഞാനിപ്പോ നിങ്ങളുടെ അടിയില് എന്താ ചെയ്യേണ്ടത് എനിക്കൊരു പിടുത്തല്ലാത്ത വിധത്തില് ഒന്ന് ചോദിക്കാനും പറ്റില്ല, ഒന്നിനും പറ്റില്ല. ഉസ്താമാരോട് എനിക്ക് ചോദിക്കഴിഞ്ഞിപ്പോ വേറെ വല്ല ശൈലിയിട്ട് പെരുമാറോ അതും പേടി എനിക്ക്. അപ്പൊ ആ നിലക്കൊന്നും ചോദിക്കാനും കഴിഞ്ഞില്ല. അപ്പൊ ഏതായിരിക്കട്ടെ, ഞാനിവിടെ പറയുന്നതേ താത്തൂരുള്ളല്ലേ, ഞാൻ മൊത്തത്തിൽ ഇങ്ങനെ പറയാ. ഉപ്പാന്റെ അരികിൽ ഇങ്ങനെ കാലിക ഒരു ഗൾഫിലും കൂടി പോയി വന്ന പറയുമാണ്. ഗൾഫിലും കൂടെ പോയി വന്ന ഇനി ബാപ്പ അവിടെ ഇങ്ങനെ ചിലപ്പോ ഉപ്പ ഇങ്ങനെ തവാതിരിക്കുക, മോനിങ്ങനെ എന്താ പറയാ, ഞങ്ങളുടെ നാട്ടിൽ വെണ്ടേക്ക് എന്ന് പറയും, വെണ്ടേക്ക് എന്ന് പറയുന്നു. അല്ലാഹു തആല കാക്കട്ടെ. മക്കളെ ഇത് കടുപ്പേറ്റായ വെണ്ടേക്ക് എന്ന് പറഞ്ഞ അങ്ങനെയല്ലല്ലോ, ഞാൻ നാട്ടുഭാഷ പറഞ്ഞാട്ടാ. അപ്പോ ഒരു ബാപ്പ് ഇങ്ങനെ ഇരിക്കുമ്പോ ഉപ്പാന്റെ അരികിൽ ഇങ്ങനെ കാര്യം നീട്ടിവെച്ചത് അപ്പുറം നീട്ടിവെച്ച് മനുഷ്യ സാധുവായ ഉപ്പ ഇരിക്കുന്നതിന്റെ മുൻഭാഗത്ത് കസാരയിട്ട് മക്കൾ ഇരിക്കരുതേ. ഖാല റസൂലുള്ളാഹി, റസൂലുള്ളാഹി പറയുന്നു. അവിടുന്ന് വിവരിച്ചുകൊണ്ട് മഹാന്മാരായ പണ്ഡിതമുത്തുകൾ വിശദീകരണം നൽകുകയാണ്. എന്താണ് മാഷാ അല്ലാഹ്. ഏതായാലും ഇരിക്കട്ടെ, ഞാനിവിടെ പറഞ്ഞു വരുന്നത് നല്ലവരായ എന്റെ ജ്യേഷ്ഠാനുജന്മാരെ, റഹ്മുർ-റഹീമീനായ റബ്ബ് നമുക്ക് ഖൈറിന്റെ അഖിലുകാരിൽ പെടുത്തി തെരുമാറാവട്ടെ. സാധുക്കളെ നമ്മളിങ്ങനെ പറയുന്നു, ഉമ്മാനോട് ബർക്കത്തൊന്നും നമ്മൾ പറയല്ല. പിന്നെ സാഹചര്യം അങ്ങനെയാണ്, സാഹചര്യം കുറച്ച് അങ്ങനെയാണ്. അപ്പൊ നമുക്ക് ക്ഷമക്ക് അറ്റുപോകും. ഇസ്ബിറൂ വസാബിറൂ. സാഹചര്യം എന്ന് പറയുമ്പോ മാഷാ അല്ലാഹ് കുറച്ചൊക്കെ കടുപ്പുള്ള കാലാണ്. താത്തൂരുണ്ടോന്ന് അറിയില്ല. ഹജ്ജ് ക്ലാസ് എടുക്കുമ്പോ നമ്മളൊക്കെ ഹജ്ജ് ക്ലാസ്സിൽ തുറന്നടിച്ച് പറയാറുണ്ട്. ഹജ്ജ് ക്ലാസ്സിലും ഉംറ ക്ലാസ്സിലാണ് വല്ലാതെ പറയാറുള്ളത്. ഞങ്ങളൊക്കെ തുറന്നടിച്ച് പറയാറുണ്ട്. ഒരമ്മായിമ്മ ഹജ്ജിന് പോകുന്നുവെങ്കിലേ ആദ്യം ചെയ്യേണ്ടത് മരിയക്കൾ അണച്ചൂട്ടിട്ട് പൊരുത്തപ്പെടുക. മരിയക്കളോട് പറഞ്ഞു, മോളെ ഉമ്മ ഈ പാസ്പോർട്ട് കൊണ്ടുകൊടുക്കട്ടെ, പാസ്പോർട്ട് കൊടുത്തുവിടട്ടെ, മോളെ മരിയക്കൾ അണച്ചൂട്ടി പൊരുത്തപ്പെടിക്കണം. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരു അമ്മായിമ്മ ഹജ്ജിന് പോകാന്ന് കേട്ടാ മാഷാ അല്ലാഹ് മരുമക്കളെ സന്തോഷം എന്താ അറിയാം. മരുമക്കൾ കാണാൻ അങ്ങോട്ടോടുന്നു ഇങ്ങോട്ടോടുന്നു നാല് ഭാഗത്തേക്ക്. മെല്ലെ പോയിട്ട് എന്തോടോ ചോദിച്ചാൽ മരുവോള് പറയേ, ഒന്നുമില്ല ഉസ്താദ്, എന്റെ അമ്മായിമ്മ ഹജ്ജിന് പോകുക, അങ്ങനെങ്കിലും 10 ദിവസം സ്വസ്ഥമായിട്ട് വീട്ടിലിരിക്കാലോ. ഒരമ്മായിമ്മ ഹജ്ജിന് പോയിട്ടെങ്കിലും ഒരു 10 ദിവസം എത്ര മരുമക്കളാ. നഊദു ബില്ലാഹ്. മരുമക്കളുടെ കണ്ണീര് കുടിച്ച്, മരുമക്കളുടെ കണ്ണീര് കുടിപ്പിച്ച് പെരുന്നാളിന് പോലും ആ പ്രിയപ്പെട്ട പെൺകുട്ടി ഒരു ഗ്ലാസ് ചായ കുടിക്കുന്നത് അലർജിയോടുകൂടെ നോക്കിക്കാണുന്ന ഉമ്മമാർ പെരുകിയ കാലമാണ്, പെരുകിയ കാലമാണ്. അമ്മായിപ്പോരി എന്ന ദുഷിച്ച പോരി, അമ്മായിപ്പോരി എന്ന നാണം കെട്ടുപോയ പോരി ഈ ഉമ്മത്തിൽ, ഈ സമുദായത്തിൽ വരാൻ പാടില്ലാത്തൊരവസ്ഥയായിരുന്നു ഈ പോര്. പടർന്നു പിടിച്ചു പോയി. നിങ്ങളെ താത്തൂരെത്തിയിട്ടുണ്ട്. അല്ലാഹു താത്തൂരി മുസീബത്തുണ്ടോ? ഇത്ര നശീകരണം പിടിച്ചൊരു പോര്. എത്ര ഉമ്മമാരാ കടുപ്പം കടിക്കുന്നത്. ഉമ്മമാരെ, നിങ്ങളുടെ പെൺകുട്ടികൾ എങ്ങനെയാണോ നിങ്ങൾ 10 മാസം നൊന്ത് പ്രസവിച്ച പൊന്നുമോളില്ലേ, ആ മോളെ അതേ പവര് തന്നെയാണ് നിങ്ങളുടെ മരുമക്കൾ. ആൺകുട്ടികൾ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന ആ കുട്ടികളുണ്ടല്ലോ, ഉമ്മ നിങ്ങളുടെ സ്വന്തം മകളാ. നിങ്ങളുടെ മക്കൾ ആൺകുട്ടികൾ അവളെ 3 ത്വലാഖ് ചൊല്ലിവിട്ടാലും ഉമ്മ ഖിയാമത്ത് നാൾ വരെ നാളെ സ്വർഗ്ഗത്തിലും ഈ മോള് നിങ്ങളുടെ മകളാ. മരുമക്കളെ വേദനിപ്പിക്കരുത്, മരുമക്കളെ വേദനിപ്പിക്കരുത്. മരുമക്കളോട് പുഞ്ചിരിക്കണം, മരുമക്കളെ മാറോട് ചേർത്ത് പിടിക്കണം. മരുമക്കൾ എന്റെ മകളാ. ജീവിതത്തിൽ ഒരു പ്രാവശ്യം പോലും മരുമക്കളെ ബുദ്ധിമുട്ടിക്കരുതേ. ഇത് പഠിപ്പിച്ച ദീനുൽ ഇസ്ലാം. മരുമക്കളെ കണ്ണു, മരുമക്കൾ
നിങ്ങൾ കല്യാണം കഴിച്ചില്ല, നിങ്ങൾക്കൊന്നും അറിയില്ല കുട്ടികളെ, കുറച്ച് കയ്യും പറയുങ്ങൾക്കൊക്കെ അന്നിങ്ങനെ അറിയാം. ഓരൊക്കെ നിങ്ങൾ അന്ന് കാണാൻ പോണത് എല്ലാരും വീട്ടിലുണ്ട് കുട്ടികളെ, ഉസ്താമാരും തങ്കന്മാരെയും ആജിമാരും വീട്ടിലൊക്കെ വല്ലാത്തൊരു മുസീബത്താണിത്. എത്ര ഉസ്താമാരാ ഒരു വ്യാഴാഴ്ച ഇങ്ങനെ മേടിച്ചു മദ്രസൊക്കെ വിട്ടിട്ട് വ്യാഴാഴ്ച ഇങ്ങനെ പോവുകയായിരിക്കും വീട്ടിൽ. അപ്പോഴായിരിക്കും അപ്പുറത്ത് ഇങ്ങനെ റബ്ബർ ബന്ധ വായട്ട പോലെ ഇങ്ങനെ ഇരിക്കണം, ഇപ്പുറത്ത് കൊബ്ബർ ബന്ധ വായട്ട പോലെ. എന്തിനാ പടച്ചോനെ വീട്ടിൽ പോയത്? എത്ര ഉസ്താദന്മാർ, എത്ര ആജിമാർ, എത്ര തങ്ങന്മാര്, എല്ലാരും കടക്കായി വിഷയത്തിൽ. പ്രശ്നം തന്നെയാണ് ഈ വിഷയം. അത് പറഞ്ഞ 5 കൊല്ലം അമ്മായിപ്പോര് മാത്രം വേദന ആളെയാണ്. 5 കൊല്ലം. എന്റെ സംഘകുടുംബത്തിലെ കുട്ടികളൊക്കെ കൂട്ടുകാരൊക്കെ നിങ്ങൾ എന്താ ഇതുമായിട്ട് കൂടിക്കളയാണ്, ഞാൻ നേർച്ചാക്കിയതാണ്. കുറെ കൊല്ലായി വേദന. ഞാൻ പഠിച്ചത് കുറെ വളമ്പാന്നുള്ളതല്ല. അപ്പൊ ഞാനങ്ങനെ കുറെ കൽബില് എത്ര ചെറുപ്പക്കാരെ ഗൾഫ് പോയ കുറെ യുവാക്കൾ. ഞാൻ മാത്രം നാട്ടിലാണെങ്കിൽ എവിടെ വാഴും ചെറുപ്പക്കാർ വരും, ഉസ്താദ് ഓർക്കണം വീട്ടിൽ ചെല്ലാൻ വയ്യ, എന്റെ ഉമ്മയും ഭാര്യ ഒന്ന് മിണ്ടിക്കിട്ടാൻ. എത്രയോ കേട്ട് മടുത്തപ്പോ അങ്ങനെ 5 കൊല്ലം ഗ്രാമാന്തരങ്ങളിൽ അമ്മായിപ്പൂര് വേദനാണ്. മാത്രമല്ല പ്രവാസികളുടെ കണ്ണീര് കാണാൻ ആരുണ്ട്? അത് ഈ ചില ചെറുപ്പക്കാരുടെ കണ്ണീര് കണ്ടിട്ട് പ്രസംഗിച്ചതാ. ഉമ്മ ഒന്ന് അണച്ചുവിട്ട മോനെ, ഒന്ന് അണച്ചു കൂട്ടാനും മക്കളെ. ഗൾഫിലൊക്കെ പോയിട്ട് 4-5 കൊല്ലം കഴിഞ്ഞ് വരുന്ന മക്കള് എയർപോർട്ടിൽ കാണാ ഉമ്മയും പെങ്ങന്മാരും കുടുംബങ്ങളും കുടുംബം അല്ലാത്തവരൊക്കെ ഏറ്റിക്കൊണ്ടാണ്. ആ സാധു കുട്ടിയുടെ ഭാര്യനെ കൊണ്ടുപോകില്ല. എത്ര നന്ദി കെട്ട ഉമ്മമാരുണ്ടറിയാ. ഉമ്മമാരുടെ കടുപ്പം കുറച്ച് പറയൊക്കെ വേണതിപ്പോ. ഇപ്പൊ പറഞ്ഞാൽ കുറച്ച് പ്രയാസ. അവിടുന്ന് എയർപോർട്ടിലേക്ക് ഞാൻ പറഞ്ഞ മനസ്സിലാക്കുക, എയർപോർട്ടിലേക്ക് കൊണ്ടുപോകുക. ഉമ്മാന്റെ കുട്ടിയാണ് എന്ന് വെച്ചാൽ ഈ വരുന്ന ആളെ പെങ്ങന്മാരെ. എന്നിട്ട് എല്ലാരും ഉണ്ടാവും. ആ സാധു കുട്ടി 2 കൊല്ലം 2.5 കൊല്ലം കഴിഞ്ഞിട്ട് വരിക. അവനുണ്ടാവില്ല ഒരു ഭാര്യയെ കാണാൻ ഒരാഗ്രഹം. അവന്റെ ഭാര്യയും മക്കളിൽ നിന്ന് കാണണ്ടേ. അപ്പൊ എയർപോർട്ടിൽ നിന്ന് പുറത്തു വരുമ്പോ ഉമ്മ മോനെ അണച്ചുകൂട്ടി, പെങ്ങന്മാർ അണച്ചുകൂട്ടി. അപ്പൊ അപ്പുറത്ത് കുട്ടികളുണ്ട്, ചെറിയൊരു ചോരപ്പൈതൽ, അല്ലെങ്കിൽ 2.5 വയസ്സുള്ള കുട്ടിയൊന്ന് കൂട്ടിക്കോളി. പോകുമ്പോ ഹംദിലാണ് ഇവൻ പോയത്. ആ ചിലപ്പോ കുഞ്ഞിനെ കണ്ടിട്ടുണ്ടാവില്ല. ഭാര്യക്ക് ഗർഭമുള്ളപ്പോഴാ പോയതെന്നർത്ഥം. ആ കുഞ്ഞിനെ നോക്ക്, ഒരു മുത്തം കൊടുത്തിട്ടില്ല. അപ്പൊ ആ കുഞ്ഞിനൊരു മുത്തം കൊടുക്കാനും ആ കുഞ്ഞിന്റെ ഉമ്മയായ അഥവാ ഭാര്യയെ ചിലപ്പോ അവിടുന്ന് എയർപോർട്ടിൽ നിന്നൊന്നും വേണ്ട, എന്നാലും നോക്ക് കാണണ്ടേ ആ ഭാര്യയെ. നേരെ മറിച്ച് എല്ലാരും ഒന്ന് അണച്ചുകൂട്ടി. അപ്പൊ അവന്റെ നോട്ടം തരാം, എന്റെ ആ ചോരപ്പൈതൽ, എന്റെ പെണ്ണെവിടെ? ഇപ്പൊ പെണ്ണിനെ കൊണ്ടുവന്നിട്ടില്ല. നന്ദി കെട്ട ഉമ്മ. അങ്ങനത്തെ ഉമ്മയും ബാപ്പയൊക്കെ ജീവിക്കുന്നുണ്ട്. അപ്പൊ അത് കാണുമ്പോ ഉമ്മയും വേണ്ട ബാപ്പയും വേണ്ട, തുലയലാ നല്ലതെന്നൊക്കെ. ചിലപ്പോ എന്റെ ഉമ്മമാരെ മക്കളോട് കടുപ്പം കാണിച്ചിട്ടൊന്നും കാര്യമില്ല. ക്ഷമല്ലാത്ത കുട്ടികളുണ്ടാവും, വിവരമില്ലാത്ത മക്കളുണ്ടാവും, ക്ഷമ അറ്റുപോകും. എയർപോർട്ടിൽ നിന്നൊക്കെ പുറത്തു വരുമ്പോ ഭാര്യയും മക്കളും കണ്ടില്ലെങ്കിലേ പിന്നെ നിങ്ങൾ എത്ര ഉമ്മ എന്ന് പറഞ്ഞാലും ശരി ഒരു സ്നേഹം ഉണ്ടാവില്ല. പിന്നെ നിങ്ങൾ അതും പറഞ്ഞിട്ടൊന്നും കാര്യം ഉണ്ടാവില്ല. ഞാനത് നിങ്ങളോട് കുറച്ച് പറയേണ്ടത് വേറെ തന്നെ പറയണം. മാതാപിതാക്കളും വേണം ചില കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. മാതാപിതാക്കള് അവർ ചില കടുപ്പങ്ങള്, വ്യത്യാസങ്ങള്, ഒരു മോനോട് അല്ലെങ്കിൽ ഒരു മരോളോട് കാണിക്കുന്ന സ്നേഹം അത് മൂത്ത മരോളോട്, അല്ലെങ്കിൽ മൂത്ത മരോളോട് കാണിക്കുന്ന സ്നേഹം നടുവില മരോളോട് കാണിക്കില്ല. അപ്പോഴൊക്കെ കൽബ് പൊട്ടും. ചെറുപ്പക്കാരാ, നാടന്മാരാണ്, ശൈലികളൊക്കെ മാറും. ഉസ്താദുമാരുടെ മനസ്സ് വരെ മാറുന്ന കാലമാണ്. പിന്നെ എന്റെ ഉമ്മമാരെ, ഈ പാവപ്പെട്ട ചെറുപ്പക്കാരുടെ മനസ്സ്. അപ്പൊ ഒരു വീട്ടിൽ 3 മരുമക്കളുണ്ടെങ്കിൽ 3 മരുമക്കളും ഒരേ സ്നേഹമായിരിക്കണം. അല്ലാത്ത ഉമ്മ നന്ദി കെട്ട ഉമ്മയാണ്. നന്ദി കെട്ട ഒരു ഉമ്മയുടെ അടയാളമാണ്. 3 മരുമക്കളോടും അമ്മായും ബാപ്പയും ഉമ്മയും ഒരേ സ്നേഹം, ആരെയും വ്യത്യാസം കാണിക്കരുത്. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. മക്കളെ, ഞാനിത് വെറുതെ പറയാം, ഇതൊന്നും സ്വീകരിക്കുന്ന കാലല്ല. ഏത് വീട്ടിലാ മക്കളെ, എവിടെയുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇതൊന്നും ഞാനിപ്പോ ഇങ്ങനെ പറയാ, ഏതായാലും ഉമ്മയും ബാപ്പയും പറയാ, ഉസ്താദ് പറഞ്ഞപ്പോ ഞാനാണ് പറയാതെ അത്രേ ഉള്ളൂ മക്കളെ. അല്ലാതെ ഇതൊക്കെ പറഞ്ഞോളൂ. എവിടെയാണ് എന്താണ് ചില ഉമ്മമാര് കാണിക്കുന്ന കടുപ്പം, മരുമക്കളോട് കാണിക്കുന്ന കടുപ്പൊക്കെ. ഇപ്പൊ ഞാൻ ഈ ആഴ്ച നഊദുബില്ലാ പറയണ്ട, ചില മരുമക്കളുടെ സാധു പെണ്ണെ അത് ഉരുകി ഒന്നുമല്ലാതെ ഉരുകി പോയൊരു പെണ്ണ്. എന്നിട്ട് അപ്പൊ ഗൾഫിൽ നിന്ന് ഇങ്ങനെ പറയും, അതും പാടില്ല ചെറുപ്പക്കാരെ. ഞാൻ വാതില് ഇപ്പൊ എന്റെ സമയമല്ല, ഞാൻ അതും പറയട്ടെ. ഉമ്മാന്റെ വാക്കൊക്കെ കേട്ടിട്ട് ഈ കാലഘട്ടത്തില് ആ പെൺകുട്ടികളുടെ കഞ്ഞുങ്ങൾ മുടക്കരുത്. പച്ച പാവങ്ങളാണ്. ഞാൻ പറയും, നമ്മുടെ പെണ്ണിനെ കുറിച്ചൊന്ന് പറയണം. അല്ലെങ്കിൽ എന്റെ ഈ മുസ്ലിയാരെ വാത് കേട്ട് ചിലപ്പോ നമ്മുടെ പെണ്ണിനോട് വെറുപ്പ് വന്നു. അതിനുവേണ്ടി ഞാൻ പറയാതെ നിർത്തിയാൽ മോശമാണത്. എന്താന്നേരെ ഉരുകിയിട്ടേ ഒരു ചോറ് കടിച്ച പ്രശ്നം. ചോറ് കൊടുക്കുന്നില്ല, ചായ കുടിക്കാൻ അനുവദിക്കുന്നില്ല.
ഒരു പെൺകുട്ടി ഉരുകിപ്പോയി. അപ്പൊ ഗൾഫ് എന്ന് പറയാ എനിക്കെന്റെ ഉമ്മയെ വലുത്, എനിക്കെന്റെ ഉമ്മയെ വലുത്. ശരിയാണ്, ഉമ്മന്നെ വലുത്. അതൊക്കെ തന്നെ ഉസ്താവന്മാരും ബാള് പറയുന്നത് തന്നെ, ഉമ്മന്നെ വലുത്. പക്ഷേ ഈ പെൺകുട്ടി യാതൊരു വിധ തെറ്റ് ചെയ്യാത്തൊരു പെൺകുട്ടി. പ്രശ്നം എന്താ ചോദിച്ചപ്പോ വേറൊരു മരുവളെ കിട്ടിയപ്പോ ഇപ്പൊ ഈ പെണ്ണ് പറ്റൂല, വീട്ടില് തീരെ പറ്റില്ല. എന്നാ വീട്ടിലേക്ക് അവളെ വീട്ടിൽ ഒരു 5 ദിവസം അതിനോട്ട് വിടൂല്ല. അങ്ങനെ ഉരുകി തീർന്ന ഒരു പെൺകുട്ടിയുടെ കഥ. ആ പെൺകുഞ്ഞ് ഉരുകിത്തീർന്നത് പറഞ്ഞാൽ ഈ സദസ്സിൽ കണ്ണീരൊടുക്കും പല ആളുകളാണ്. അത്രയും ഉരുകിത്തീരുന്ന മരുമക്കളുണ്ട്. ഉമ്മമാരുടെ കടുപ്പം, ഉമ്മമാരുടെ ചെയ്തികൾ, ഉമ്മമാരുടെ കടുപ്പം. ആ വിഷയത്തിൽ പിതാക്കന്മാർ സാധുക്കളാണ്. പിതാക്കന്മാരും അതെ. അവര് വയസ്സായ ഭാര്യ ഉണ്ടല്ല, അവര് പറഞ്ഞ കേട്ടു. അതെച്ചാ ഉമ്മ പറഞ്ഞ കേട്ട് അങ്ങനെ അവരിരിക്കും. നിങ്ങളെ മരുവോള്, അപ്പൊ മരുവോട് കണ്ടു ബാക്കി അങ്ങനെ കേട്ടടക്കും. അങ്ങനെ കേട്ടു. എന്താ ഒരു തണ്ട് വേണ്ട പിതാക്കളെ? എന്റെ മരുവോൾ എന്റെ മോളാണ്. എന്റെ മോളോടും മരുമകളോടും ഒരുപോലെ നീ പെരുമാറണം എന്ന് പറഞ്ഞു കൊടുക്കേണ്ട ബാപ്പ അതിങ്ങനെ ഭാര്യയുടെ വാക്കും കേട്ട് അതങ്ങനെ കേട്ട് നടക്കും ചെയ്യും. എന്നിട്ട് ഈ മക്കളൊക്കെ ഉരുകി നടക്കുക. ചെറുപ്പക്കാരായ കുട്ടികൾ ഉരുകി നടക്കുന്നു. ആ കുട്ടികൾ എവിടെ പോകും? രാത്രി ആ മക്കൾ പള്ളി അടക്കുന്നത് വരെ ഉസ്താദിന്റെ റൂമിലൊക്കെ പോകും. പിന്നെ സാധു ചെറുപ്പക്കാരൻ ഉസ്താദിന്റെ റൂമിൽ നിന്ന് പുറത്തിറങ്ങുക, പോയിട്ട് വരാ. പക്ഷെ വീട്ടിലേക്ക് പോകാൻ വയ്യ. ഉമ്മ ഉറങ്ങിയിട്ടേ പോകാൻ കഴിയും. ഉമ്മ ഉറങ്ങുന്നതിന് മുമ്പ് പോയാ വിഷമമാണ്. പിന്നെ അവൻ നേരെ ചെല്ലുന്ന ക്ലബിലാണ്. ക്ലബിൽ ചെന്നിരിക്കുക. അവസാനം ചീട്ടുകളി കണ്ടിരിക്കും. പിന്നെ അവൻ ക്യാരംസ് കളിച്ച് അതിൽ പെട്ടു, ചീട്ടുകളിൽ പെട്ടു. എന്റെ പൊന്നുമ്മ, നിങ്ങളുടെ ആൺകുട്ടികൾ രാത്രി സമയത്ത് വൈകി വരുന്നത് നിങ്ങളുടെ സ്വഭാവ മോശം കൊണ്ടാണ്. ഉമ്മമാരെ, എന്തൊരു കടുപ്പമാണ് നിങ്ങൾ കാണിക്കുന്നത്. ആ സാധുവായ കുട്ടി വീട്ടിലേക്ക് വരുമ്പോ എന്തൊക്കെയോ ഭാര്യയെക്കുറിച്ചും മക്കളെക്കുറിച്ചും പറയുമ്പോ ഒരു മനസ്സ് പൊട്ടുകയാണ്. എന്നിട്ട് ഉമ്മ ഉറങ്ങാനാണല്ലോ കാത്തിരിക്കുന്നത്. അവനാണ് ക്ലബിൽ പോകുന്നത്, അവനാണ് ചീട്ട് കളിക്കുന്നത്, അവനാണ് ചിലപ്പോൾ മദ്യത്തിന് വരെ അടിമപ്പെടുന്നത്. എന്റെ ഉമ്മ, നിങ്ങളുടെ കുട്ടി നിങ്ങളുടെ സമ്പത്താൻ, നിങ്ങളുടെ ആൺമക്കൾ നിങ്ങളുടെ സമ്പത്താൻ. ആ ആൺമക്കളെന്ന് നഷ്ടപ്പെട്ടാൽ എവിടെയാച്ചാണ് സമ്പത്ത് തിരിച്ചു കിട്ടുക? വീടും പറമ്പൊക്കെ പോകുമ്മമാരെ, നിങ്ങളുടെ കുട്ടികളെങ്ങാനും നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തിരിച്ചെടുക്കാൻ കഴിയോ? അതുകൊണ്ട് ആൺമക്കൾക്ക് നല്ല സ്നേഹം കൊടുക്കുക. കല്യാണം കഴിച്ച കുട്ടികൾക്കൊക്കെ നല്ല സ്നേഹം കൊടുക്കുക. ഒന്നവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുക. അവിടെ ഭാര്യമാരുമൊത്ത് ജീവിക്കട്ടെ അവര്. നിങ്ങളൊരു കാലത്ത് അങ്ങനെയല്ലേ? നിങ്ങൾ അങ്ങനെയല്ല ജീവിച്ചത്. അപ്പൊ മക്കൾക്കൊരു സ്വാതന്ത്ര്യം കൊടുക്കുക. അതൊക്കെ എവിടെയാണ്? ഭാര്യയോടൊന്ന് മിണ്ടിയാ മതി, ചിരിച്ചാ മതി. ഭാര്യയോടൊന്ന് ചിരിച്ച ഗൾഫുള്ള ആളുകൾക്ക് നല്ലോണം അറിയാം. ഞാൻ പറയണ്ട. 24 മണിക്കൂറേ, അരമണിക്കൂർ വിളിച്ചാൽ മതി. അരമണിക്കൂർ ഉമ്മാക്ക്. അവസാനം ഉമ്മ ഓളവിടെ ഉണ്ടടാ എന്റെ അടുത്തിരിക്കണ്ടെന്ന് കൊടുത്താണ് ഉമ്മ. എന്താണ് ആ സ്നേഹത്തിന്റെ വാക്കുകൾ? അപ്പൊ 2 കരിമാൻ. അപ്പൊ ഉമ്മ പറയും, ഓനക്കെന്താ 24 മണിക്കൂർ ഓൾക്ക് വിളിക്കണ പണിയല്ലേ? കഴിഞ്ഞു. ഒറ്റ വിളി. ചെറുപ്പക്കാരെ ഹയാത്തുണ്ടെങ്കിൽ ഉമ്മാനെ കേൾപ്പിച്ചിട്ട് ഫോൺ കൊടുക്കാൻ നിൽക്കണ്ടെങ്കിൽ കുറച്ച് ശ്രദ്ധിച്ചാൽ അതൊക്കെ പ്രശ്നം തന്നെയാണ്. മാത്രല്ല, എന്താണ് ഇപ്പൊ അതൊക്കെ പറഞ്ഞാൽ കുറച്ച് കടുപ്പം തന്നെയാണ്. വല്ലപ്പോഴും നിങ്ങളെ ഭാര്യ വീട്ടിക്ക് ഒരു 500 അയച്ചു നോക്കി. ഉമ്മ പള്ളിക്കാട്ട് പോയി കിടക്കുമ്പോൾ വരെ ആ 500 മറക്കൂലട്ടോ. ഉമ്മ ഭാര്യ വീട്ടിക്ക് 500 അയച്ച മതി. മക്കളെ പണിക്ക് നിൽക്കരുത് നിങ്ങൾ. വലുതായിട്ടുള്ള കഥ എപ്പോഴല്ലേട്ടാ, ഇപ്പൊ നല്ല ഓതി പഠിച്ചോളൂ. അപ്പോ ഞാൻ പറയുന്നതേ, അവിടുന്ന് എപ്പോഴെങ്കിലും ഭാര്യ വീട്ടിക്ക് എന്തോ പട്ടിന് കിടക്കുന്ന ഭാര്യ വീട് ഒരു 500 റുപ്യ. ഉമ്മ പറയും, തള്ളല്ലേ കൊട്ടല്ലേ എന്നാ പറയാ. ഒക്കെ അങ്ങോട്ട് കൊട്ടല്ലേ. ഇതൊക്കെ സഹിക്കുന്നേ, നല്ലോണം സഹിക്കുക. അപ്പൊ മാഷാ അല്ലാ, ഞാൻ പറയട്ടെ, ഞാൻ എന്റെ ചെറുപ്പക്കാരോട് പറയുന്നു, നന്മക്ക് വേണ്ടിയാണ് കേട്ടാ. ഞാൻ ഉസ്താദൊക്കെ ഇരിക്കും, നന്മക്ക് വേണ്ടി പറയാ. ഉമ്മാന്റെ ഹയാത്ത് കാലത്ത് ഭാര്യയുടെ അടുത്ത് നിന്ന് കൊറലേതാ വിളിക്കരുത്. അങ്ങനെ ദയവ് ചെയ്തിട്ട്. ഹുസറാന മുബീന. ദുനിയാവ് ആഖിറും നഷ്ടപ്പെടും. ദുനിയാവും പോകും, ആഖിറും പോകും. സമയം കഴിഞ്ഞുകൊണ്ട് അപ്പൊ അങ്ങനെ പറയണം. ദുനിയാവ് ആഖിറും പോകും. ഹുസറാന മുബീന. കേട്ടോളി നിങ്ങൾ. ചില ചെറുപ്പക്കാരെ കണ്ട് എങ്ങനെ അമ്മായിപ്പോര് ഇല്ലാതിരിക്കുക? അല്ല, അതുമാണല്ലോ നോക്കുക. 10-28 കൊല്ലം പോറ്റിയെടുത്തൊരു ഉമ്മ, എന്നിട്ട് കല്യാണം കഴിച്ച് കിട്ടിപ്പോയി സഖി, കിട്ടിപ്പോയി കരള്, ലിവർ. എന്നിട്ട് ഉമ്മ അപ്പുറത്ത് ഇങ്ങനെ ഇരിക്കുമ്പോ ലിവറേ, ഉമ്മാന്റെ മുമ്പിൽ ഭാര്യനെ നാണം കെട്ട മനുഷ്യൻ.
നാണം കെട്ട മനുഷ്യൻ. പെറ്റ തള്ളന്റെ കൽബണ് പൊട്ടും. നിങ്ങൾ വിളിച്ചോളി അടുക്കള, ഉമ്മ അടുക്കളയിലോ അല്ലെങ്കിൽ നിങ്ങൾ റൂമിലങ്ങ് ചെന്നിട്ട് കർളേന്ന് വിളിച്ചോളി മതിവരോളം. എന്തിനാണ് ഉമ്മാന്റെ അരികിൽ വെച്ചിട്ട് കർളം വിളിക്കുന്നത്? ഉമ്മാന്റെ മനസ്സ് പൊട്ടും. മാത്രല്ല ഉമ്മ ഇരുന്ന്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കല്യാണം കഴിഞ്ഞ പിന്നെ ഉമ്മാന്റെ കൂടെ, അതുവരെ ഉമ്മാന്റെ കൂടെ ഇരുന്ന് ചോറൊഴിക്കുന്ന ചെറുപ്പക്കാരൻ ഉമ്മാന്റെ കൂടെ ഇരുന്നിട്ട് ചോറൊഴിക്കുള്ളൂ. പക്ഷേ ഇത് കല്യാണം കഴിഞ്ഞ ശേഷം ഉമ്മാന്റെ കൂടെ അങ്ങനത്തെ ഒരു സംഭവമില്ല. മനസ്സ് പൊട്ടും. എന്നിട്ട് ഭാര്യന്റെ കൂടെ അടുക്കളയിൽ ഇരുന്നിട്ട് 1.5 മണിക്കൂറൊക്കെ ചോറൊഴിച്ച് കഴിയാൻ ഉമ്മ ഇങ്ങനെ കുറെ വെറ്റില കടിച്ചിരിക്കും. ഉള്ള വെറ്റിലൊക്കെ കടിയും. എന്നിട്ട് പിന്നെണ്ടാവും ഉമ്മാക്കൊരു ഹാലളകാലം. അപ്പൊ പിന്നെ ഉമ്മ പലതും പറയും. അപ്പോഴേക്ക് തള്ളയെ കിളവി എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ആക്കിപത്തങ്ങ് കിട്ടും. മുമ്പൊക്കെ ഞങ്ങളൊക്കെ ഉസ്താമാര് പറയാറുണ്ട്. ഉസ്താമാര് പറയണം, നാളെ കല്യാണാണെങ്കിലേ ഇന്ന് ഉസ്താദിനെ കാണാൻ പോകും. അപ്പൊ ഉസ്താദ് പറയാ, ഉമ്മക്ക് റാഹത്തന്നല്ലേ, ഉമ്മക്ക് സന്തോഷത്തിൽ തന്നെയല്ലേ, ഒക്കെ റാഹത്തില. അപ്പൊ ഉസ്താദ് പറയാ, ഉമ്മാന്റെ ഹയാത്ത് കാലത്തെ ഉമ്മാന്റെ കണ്ണടയുന്നത് വരെ ഉമ്മള്ളപ്പോ ഉമ്മാന്റെ മുന്നിൽ വെച്ചിട്ട് ഭാര്യയോട് കൊഞ്ചാനോ ഭാര്യയുടെ കൂടെ ഇരുന്നിട്ട് ഇങ്ങനെ ചോറ് വെച്ച് കൊഞ്ചാനോ നിൽക്കണ്ട. ഒന്ന് ചിലപ്പോ ഉമ്മാന്റെ അടുത്തുണ്ട് ഇരുന്ന് കൊടുത്തോണ്ട്, അല്ലെങ്കിൽ ഉമ്മ ഒന്നുമില്ല, ഉമ്മ കാണത്തക്ക വിധത്തില് അപ്പണിക്ക് നിൽക്കണം. ഉമ്മാന്റെ കൂടെ നിന്നിട്ട് ഉമ്മാന്ന് വിളിച്ചിട്ട് ഉമ്മാന്റെ കൂടെ കഴിക്കുക. ഉമ്മാന്റെ മുന്നിൽ വെച്ചിട്ട് കറലും വിളിക്കാനൊന്നും കൊഞ്ചാനും നടത്തണ്ടട്ടാ. സുബ്ഹാനല്ലാഹ്. ചെറുപ്പക്കാരെ, അതൊരു വല്ലാത്തൊരു ഉപദേശമായിരുന്നു. അതൊരു വല്ലാത്ത പാട. ഇന്ന് വരെ അതൊരു വിഷയത്തിൽ എത്തുമ്പോ ഈ മിനിറ്റ് വരെ ഉമ്മള്ളപ്പോ ഉമ്മാനോടെ മാത്രല്ല, ഉസ്താദ് പറഞ്ഞു, ഉമ്മാന്റെ ഹയാത്തുകത്ത് ഉമ്മ ചോറാണമ്മ. വീട്ടിൽ ചെന്നിട്ടേ ഉമ്മ ഉണ്ടെങ്കിൽ ഉമ്മ ചോറാണ്, ചായാണമ്മ, അല്ല ദാഹണ്ടുമ്മ. അപ്പൊ ഉമ്മ പറയും, ഓ ഒന്ന കണ്ടില്ലേ എന്റെ കുട്ടീന്നപ്പൊ പറയാ. അപ്പൊ പറയും, എന്റെ കുട്ടി ഒന്ന് കണ്ടില്ലേ, ഇജ്ജ് എവിടെ നിന്ന് ഇത്രയാണ് ഇപ്പൊ ചായ ഉണ്ടാക്കി കൊടുത്ത. അൽഹംദുലില്ലാഹ്, ഉമ്മാക്ക് റാഹത്ത് ഭാര്യക്ക് റാഹത്ത്. ഇതിങ്ങനെ ഉമ്മ അവിടെ ഇങ്ങനെ വെച്ചേച്ചിരിക്കണം. ഇവിടെ കറളെ ചോറെടുക്കുന്ന ഭാര്യയോട് കൽബണ് പൊട്ടുമ്മാന്റെ അമ്മായിപ്പരൊക്കെ ഓട്ടോമാറ്റിക്കാണ് വരും. പിന്നെ പറഞ്ഞിട്ടൊന്നും കാര്യം ഉണ്ടാവില്ല. അത് ചെറുപ്പക്കാരും ശ്രദ്ധിച്ചോളൂ. കിട്ടിപ്പോയി സഖി എന്ന് പറഞ്ഞിട്ടേ പിന്നെ ജീവിതം മറക്കണ്ട എന്നർത്ഥം. ഞാൻ എന്റെ ചെറുപ്പക്കാരുടെ എന്റെ രക്തങ്ങൾ നിലക്ക പറയുന്നത്. കൊച്ചുനുജന്മാരെ, എന്റെ യുവ മനസ്സുകളെ, നിങ്ങളുടെ ജ്യേഷ്ഠനാണ് ഞാൻ പറയുന്നത് ഓർത്തോളൂ. നിങ്ങളുടെ ജ്യേഷ്ഠൻ ഒരു അനുജനോട് പറയാ, നിങ്ങൾ വെറുക്കാനല്ല, ശൈലി നിങ്ങൾ നോക്കണ്ട, അത് എന്റെ ഒരു ശൈലിയാണ്. ഈ സംസാരം എന്റെ ഒരു ശൈലിയാണ്. ഞാൻ എന്റെ ഒരു അനുജനോട് കൽബ് തട്ടി പറയാം, നിങ്ങൾക്ക് ജീവിതം വേണോ, നിങ്ങൾക്ക് റാഹത്ത് വേണോ, വീട്ടിൽ സന്തോഷം വേണോ, ഉമ്മാന്റെ കണ്ണടയുന്നതിന് ഉമ്മ ചോറാണമ്മ, ഉമ്മ ചായയാണോ, ഉമ്മാനോട് പറഞ്ഞു. ഉമ്മാനെ കൊണ്ട് ഉണ്ടാക്കിക്കണ്ട, ഉമ്മ എടുക്കണ്ട, പക്ഷെ പറച്ചിട്ട് ഉമ്മാനോട് ആയിക്കോട്ടെ. വലിയ റാഹത്തും സന്തോഷമായിരിക്കും, വലിയ ബറക്കത്തായിരിക്കും. ഇക്കട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത്, ഇതൊന്നുമില്ലെങ്കിലും മാതാപിതാക്കൾ, പിതാക്കളുടെ ഉമ്മമാരുടെ കൂട്ടത്തിൽ വല്ലാത്ത കടുപ്പം കാണിക്കുന്ന, മരുമക്കളോട് മക്കളോട് കടുപ്പം കാണിക്കുന്ന, നഊദു ബില്ലാഹ്. കഴിഞ്ഞ കൊല്ലം ഞാൻ മാവൂര് വന്നിട്ട് വാഴ്ന്നു പറഞ്ഞു. കഴിഞ്ഞ കൊല്ലം ഒരു ചെറുപ്പക്കാരൻ, കേട്ടോളിന്റെ യുവാക്കളെ, 4 കൊല്ലം ഓർമ്മപ്പല്ല, ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല, നോക്കിയിട്ട് എഴുതി വെച്ചിട്ടില്ല. ഞാൻ അങ്ങനെ കിട്ടുന്ന ഓരോ സംഭവങ്ങൾ എന്റെ ഡയറിയിൽ എഴുതി വെക്കും. അപ്പൊ 3-4 കൊല്ലം. അപ്പൊ ഇന്ന് ഞാൻ വേറെ വഴിക്ക് പോയിട്ട് ഇന്നൊരു ക്യാമ്പിലൊക്കെ അങ്ങനെ വന്നതാ. വാഹനത്തിലൊക്കെ ഉണ്ട്, ഞാൻ നോക്കിയിട്ടൊന്നുമില്ല. അപ്പൊ 3-4 കൊല്ലത്തോളം അവൻ ഗൾഫിൽ നിന്ന് വന്നതാ. എന്താ അറിയാം നിങ്ങൾ, 16 മണിക്കൂർ ആ മനുഷ്യന് ബൂഫിയിലാണ് കച്ചവടം. ബൂഫിയിലെ കച്ചവടം എന്ന് പറഞ്ഞല്ലേ, ചായ വാരി മക്കളെ 16 കൊല്ലം. ഇടക്ക് ഓത്തിർത്തി പോയ കുട്ടികൾക്ക് ഗതി അങ്ങനെയാണ്. ചായ വാരിയൊക്കെ നല്ല ഓതിപ്പിടിച്ച് റാഹത്തായ അൽഹംദുലില്ലാഹ്. ഇടക്കങ്ങാനും പോയണ്ടല്ല, ഉസ്താദിന്റെ സമ്മതം പോയാലേ എന്നാ പിന്നെ ഈ ചായ വാരി തന്നെ പണി, വേറെ ഒരു പണി ഉണ്ടാവില്ല. അള്ളാഹു കാക്കട്ടെ. വേണേ ആമീൻ പറയോളി മക്കളെ, വേണമെങ്കിൽ ആമീൻ പറയോളി. അള്ളാഹു കാക്കട്ടെ. അപ്പോ ഞാൻ പറയുന്നതേ, 16 മണിക്കൂർ ചായ വീഴ്ത്തിയാണ്. എന്നിട്ട് ഈ 16 മണിക്കൂർ കഴിഞ്ഞിട്ട് ഈ മനുഷ്യനെ 3-4 കൊല്ലങ്ങൾ നാട്ടിൽ വന്നു. 1 മാസമായിട്ടുള്ളൂ. അയാൾ എന്നെ ബാധന ക്ഷണിച്ചു. ഞാൻ അതാ പറയുന്നത്, ഗൾഫെന്ന് പറഞ്ഞ് നാട്ടിൽ നിങ്ങൾ ബാധനാട്ടാ. അങ്ങനെ വന്നേക്ക് ബാധന ക്ഷണിച്ചു. ഞാൻ പോയ അന്ന് ആ ബാധ കണ്ട് പിറ്റത്തെ ദിവസം മനുഷ്യൻ പോവുകയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്തിപ്പം വന്നിട്ട് 1 മാസമായിട്ടുള്ളൂല്ലോ. അപ്പൊ എടുത്തേക്ക് അവൻ പറയാ, അവിടെ കടയിൽ ആരുമില്ല. അവന് കടല്ലാന്നുള്ളവരെ എനിക്കറിയാം. അതെല്ലാരോടും പറഞ്ഞ കൂട്ടത്തിൽ എന്നോടും പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് എന്താ കട അവിടെ? പറ്റ സാധുവാണതേ. അത് ഞാൻ ചോദിച്ചു, ഇവിടെ കടങ്ങൾക്ക് എന്താ കടയാണ്? അപ്പൊ അവന്റെ മനസ്സ് പൊട്ടി. എന്റെ ഒരു അനുജന്റെ പ്രായമുള്ളൂ. അവന്റെ മനസ്സ് പൊട്ടി. അവനങ്ങ് കരഞ്ഞിട്ട് പറഞ്ഞു, ഉസ്താദേ, ഞാൻ വന്നിട്ട് 1 മാസമായി, ഇതുവരെ എന്റെ ഉമ്മ എന്റെ മുഖത്തേക്ക് നോക്കിയിട്ടില്ല. സുബ്ഹാനല്ലാഹ്, എന്റെ ഒരു കൂട്ടുകാരനാണ്. അല്ലാഹു തആല കൂട്ടുകാരന് ബർക്കത്ത് കൊടുക്കട്ടെ. ഞാൻ അവന്റെ കടയിൽ പോയി കുറെ ചായ കുടിച്ചാണ്. ഒരു സാധുവാണ്, പക്ഷെ അവന്റെ കടയിൽ പോയി കുറെ ചായ കുടിച്ചിട്ടുണ്ട്.
ആ ഒരു ശുക്രാണ് ഞാൻ ഇപ്പീ കാണിക്കുന്നത്. അവൻ കരഞ്ഞിട്ട് പറയാ, ഒരു മാസമായി എന്റെ ഉമ്മ എന്റെ മുഖത്തേക്ക് നോക്കിയിട്ടില്ല. 4 കൊല്ലം മുമ്പ് എന്റെ ഉമ്മ എന്റെ മുഖം കണ്ടതാണ്. ഞാൻ അടുക്കളയിൽ ചെന്ന് ഉമ്മ എന്ന് വിളിച്ച എന്റെ ഉമ്മ മുഖം തിരിക്കും. വീണ്ടും ചെന്ന ഉമ്മ അയൽപ്പക്കത്തെ വീട്ടിലേക്ക് ഒന്ന് പോകും. 1 മാസമായിട്ട് മോനെ നിന്റെ ഉമ്മ എന്നെ വിളിച്ചിട്ടില്ല. എന്റെ ഭാര്യ ഉമ്മ എന്തൊരു വാക്യത്തെ നടന്നിട്ടുണ്ട്. ഞാൻ എന്ത് തെറ്റിയത്? ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ അവിടെ കാര്യം തീർക്കാൻ പറ്റുമോ? ഞാനവിടെ തലാഖിന് ചെറിയ ചോരക്കുഞ്ഞുണ്ട്, ഒരു കുട്ടിയുണ്ട്. അപ്പൊ ഇവൻ പറയാം, എനിക്ക് തലാഖെല്ലാം പറ്റുമോ? ഏതെങ്കിലും ഉസ്താദ് തലാഖെല്ലാം ഞാൻ തലാഖെല്ലിക്കോളാം. ഇവൻ പറയാം, ഒരു വിവരമില്ലാത്തൊരു പാവാണത്. സുബ്ഹാനല്ലാഹ്. ഉമ്മാ, എന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരെ, നിങ്ങളുടെ ആൺമക്കളെ കണ്ണീര് കുടിപ്പിക്കരുത്. പാവങ്ങളാൻ, സാധുക്കളാൻ. 3-4 കൊല്ലം ആ മോനെ ഉമ്മാവെന്ന് കേട്ടോളൂ. 16 മണിക്കൂറാണ് ആ കുട്ടി ജോലി ചെയ്തിട്ട്. അങ്ങനെയാണ് ഉമ്മ അവന്റെ 2 പെങ്ങളെ കെട്ടിച്ചത്. എന്നിട്ടാണ് 4 കൊല്ലം കഴിഞ്ഞിട്ടവൻ നാട്ടിലേക്ക് വന്നിട്ട് 1 മാസം കഴിഞ്ഞിട്ടും ആ പൊന്നുമോനെ മുഖത്ത് നോക്കാത്ത ഉമ്മ. ഈ കുട്ടിയുടെ മനസ്സിലെ വേദന എത്രയാണ്, ഈ കുഞ്ഞിന്റെ മനസ്സിലെ വേദന എത്രയാണ്. ഉമ്മ, എന്തൊരു കടുപ്പമാണ് നിങ്ങൾ കാണിച്ചത്. ആ പൊന്നുമോനെ അടച്ചുകൂട്ടി മാറോട് ചേർത്ത് പിടിക്കേണ്ട ഉമ്മ, നിങ്ങളെങ്ങാനും ആ കടുപ്പം കാണിച്ചിട്ട് ആ കുട്ടിയുടെ മനസ്സെങ്ങാനും പതറി വല്ലതും ചെയ്ത് ജീവൻ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവരങ്ങ് നാട് വിട്ടുപോയി കഴിഞ്ഞാൽ ഉമ്മ വീടങ്ങ് നഷ്ടപ്പെട്ടു പോകും. ഞങ്ങളുടെ പറമ്പുകളൊക്കെ നഷ്ടപ്പെട്ടു പോകും. ഞങ്ങളുടെ സമ്പത്ത് ഈ മോനായിരുന്നു. ഇനി ആ മോനെ കാണാൻ കഴിയുമോ? ലോകത്ത് വെച്ച് നിങ്ങൾ മരിക്കുന്നതിന് മുമ്പ് ആ പൊന്നുമോൻ ജീവിച്ചിരിക്കുന്നുണ്ടോ ഇല്ലേ? അവരെങ്ങാനും നാട് വിട്ടുപോയാൽ ഇനി എന്താണ് ഉമ്മ? എന്താ ഉമ്മമാരെ ചിന്തിക്കണ്ടേ നിങ്ങള്? മക്കളോട് കടുപ്പം കാണിക്കുന്ന മാതാപിതാക്കളെ അല്ലാഹു ചാട്ടവാറുകൊണ്ട് പാഠം പഠിപ്പിക്കുമെന്ന് പഠിപ്പിച്ചുപോയ ഇസ്ലാം. മക്കളോട് കടുപ്പം കാണിക്കരുത്, മക്കളോട് സ്നേഹം കാണിക്കണം. മക്കളെ വേദനിപ്പിക്കരുത്, മക്കളെ കണ്ണീര് കുടിപ്പിക്കരുത്. മാതാപിതാക്കളെ നിങ്ങളൊരു വാഴ പറയണം. ഇപ്പൊ നൽകിയ വിഷയം അല്ലത്. മാതാപിതാക്കളൊരു വാഴ പറയാനുണ്ട്. മക്കളുടെ മഹത്വം വാഴ പറയേണ്ട കാല. മാതാപിതാക്കൾക്കൊന്നും ഇപ്പൊ അത് അറിയാതെ വിട്ടു. മക്കൾ എന്താണെന്ന്, മക്കൾ അങ്ങനെ ഉണ്ടായിപ്പോയി എന്നുള്ള ധാരണ ഇപ്പൊ മക്കൾ ആരാന്നൊന്നും അറിയണ്ടേ? മക്കളുടെ മഹത്വം ഉമ്മയും ബാപ്പയും അറിയണം. ഒരു മോന്റെ മഹത്വം ഉമ്മ അറിഞ്ഞാൽ ആ മോനോടൊന്നും മുഖം തിരിച്ചടക്കൂല. ആ മകനൊക്കെ നല്ലോണം ദുആ ചെയ്യും ഉമ്മയും ബാപ്പയും. മക്കളുടെ മഹത്വമാണെന്നറിയാം. അല്ലാഹു തആല നമ്മുടെ മാതാപിതാക്കളെ നമുക്ക് സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അല്ലാഹു സ്വർഗ്ഗത്തിലേക്ക് ഒരുമിച്ച് കൂട്ടി തരുമാറാവട്ടെ. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു പോയി എന്നർത്ഥം. അമ്മായിപ്പോ ഒരു കാടുകാരി പ്രസംഗിക്കുന്നവനാണെന്ന് അതിലൊരു സൂചന ഞാൻ അങ്ങ് നൽകിയെന്ന് മാത്രം. താത്തൂരുണ്ടോ മക്കളെ ഈ അമ്മായിപ്പോ? ഇവിടെ ഉണ്ട് ഈ അമ്മായിപ്പോ? ഇവിടെ അല്ല, അമ്മോശം പോരല്ലേ? അല്ലാഹു അല്ല, ഇവിടെ ഭാര്യ വീട്ടിലാണ് താമസിക്കല്? അങ്ങനല്ലല്ല. എന്നാ ഉറപ്പിച്ചോളി മക്കളെ, അമ്മായിപ്പോരും ഉറപ്പാ. ഭാര്യ വീട്ടിലാണെങ്കിൽ പിന്നെ അത് അമ്മോശം വരെ വേറെ പോലെ പോട്ടെ. ഭാര്യ വീട്ടില് നമ്മളെ വീട്ടിലാണോ നമ്മുടെ ഭാര്യ താമസിക്കുന്നത്? അമ്മായിപ്പോരെ കുറച്ച് കണ്ടറിഞ്ഞ വേണ്ടി, കുറച്ച് സഹിക്കുന്ന വേണ്ടി. ചെറുപ്പക്കാരൊക്കെ നല്ലോണം സഹിച്ചോളി. തീക്കട്ട കയ്യിൽ പിടിച്ചവരെ പോലെ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. തീക്കട്ട കയ്യിൽ പിടിച്ചവരെ പോലെ അങ്ങോട്ടും വയ്യ. ഉമ്മാനോട് ചിരിച്ചാ പ്രശ്നമാണ്, ഭാര്യയോട് ചിരിച്ചാലും പ്രശ്നം. പക്ഷെ ഒരു കാര്യമുണ്ട്, രക്ഷപ്പെടാൻ നല്ല മരുന്നുണ്ട് കേട്ടാ. അത് ആസ്പത്രി പോയാൽ കിട്ടുന്ന മരുന്നൊന്നല്ല. അത് ഹോസ്പിറ്റലിൽ പോലും കിട്ടൂല, ഡോക്ടർമാരെ സമീപിച്ചാലും കിട്ടൂല. മരുന്നൊക്കെ നല്ലൊരു മരുന്നുണ്ട്. അത് നാടൻ വാഴൊക്കെ പറയുമ്പോ ഏതൊക്കെ പറയാൻ പറ്റും മരുന്ന് തന്നെയാണ്. അമ്മായിപ്പോരുന്ന് രക്ഷപ്പെടാനല്ലേ നല്ല മരുന്നുകളൊക്കെ. ആ മരുന്നൊക്കെ ഇപ്പൊ പറയണ, അതൊന്നും ഇപ്പൊ പറയണ്ട. അപ്പോ അമ്മായിപ്പോരുന്ന് രക്ഷപ്പെടാനുള്ള മരുന്നൊക്കെ സുബ്ഹാനല്ലാഹ്, അല്ലാഹു തആല ഖൈറ് നൽകട്ടെ. ഉമ്മ അങ്ങനെ ഉണ്ട്. അപ്പൊ ഉമ്മാന്റെ മുമ്പിൽ നമ്മുടെ ഭാര്യ ഉണ്ട്. കുതിരേന്ന് വിളിച്ചിട്ട് ഇങ്ങനെ അടിക്കാൻ പോയാൽ മതി. അടിക്കൊന്നും ചെയ്യരുതിട്ടാ, കുതിരേന്ന് വിളിച്ചാൽ മതി. പക്ഷെ നേരത്തെ പറഞ്ഞേക്കണം, അല്ലെങ്കിൽ ഉമ്മ ഉണ്ടാവില്ല, കുതിര ഉണ്ടാവില്ല, രണ്ടാളുണ്ടാവും. അപ്പൊ ഭാര്യയോട് ആദ്യമേ പറഞ്ഞു വെക്കുക, ഉമ്മ ഉണ്ടെങ്കിൽ ഞാൻ കുറച്ച് ചെപ്പം എന്നെ കുതിരേനൊക്കെ വിളിച്ചിട്ട് കണ്ണുറുട്ടിട്ടൊക്കെ സംസാരിക്കട്ടെ. അൽഹംദുലില്ലാഹ്, നമ്മൾ ഉമ്മാക്ക് സ്വർഗം കിട്ടിയത്ര സന്തോഷം ഉണ്ടാവില്ല.
ആ കുതിരയെന്നൊന്ന് വിളിച്ചോക്കിങ്ങള്. കുതിരയെന്നുമ്മ ഞാൻ തന്നാ കാണാ കുതിര. എനിക്കെന്റെ ഉമ്മയുടെ കുതിര വലുതെന്ന് ഉമ്മാന്റെ ഉമ്മെന്നാണ് പറഞ്ഞ. അൽഹംദുലില്ലാ ഉമ്മ റാഹത്തായി. ഇനി ഒരു 10 ദിവസങ്ങൾ എവിടെ പോയി ഒന്നോളി ഉമ്മ പറയും എന്താ എന്റെ കുട്ടിക്ക് ഞാൻ തന്നെയാണ്. അൽഹംദുലില്ലാ എനിക്കെന്റെ ഉമ്മ തന്നെയാണ് കുതിര വലുത്. ഒരു 5 കുതിര 6 കുതിര വിളിക്കണ്ട. ചെപ്പം പോയി കുതിര വെച്ചപ്പോ അവള് പറഞ്ഞാൽ കുടുങ്ങികള്. അപ്പൊ 5 കുതിര ഒക്കെ വിളിച്ച എന്നിട്ട് പറയാ കുതിര എന്റെ ഉമ്മയാണ് കുതിര എനിക്ക് വലുത്, എന്റെ ഉമ്മയാണ് എന്റെ ബാപ്പയാണ് വലുത്. അങ്ങനെ പറഞ്ഞാ മതി. നേരത്തൊക്കെ പറഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടിട്ടാ, അല്ലെങ്കിൽ നിങ്ങള് ജീവിതം മുടങ്ങും, ആകെ പ്രശ്നേക്കാം. അപ്പൊ ഒരു രക്ഷപ്പെടാൻ മരുന്ന് ഇത് ഹോസ്പിറ്റലിൽ പോയി കിട്ടണ മരുന്നൊന്നല്ല. അതുകൊണ്ട് നാടൻ മരുന്ന് പറഞ്ഞു. ഏതായാലാവട്ടെ ഞാൻ പറഞ്ഞു വരുന്നത്, അല്ലാഹു തആല മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തിലൊക്കെ റാഹത്ത് നൽകുമാറാവട്ടെ. മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു, അഹ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ ചാരത്ത് വന്നിട്ട് അഹ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ അരികിൽ ഒരു ചെറുപ്പക്കാരൻ വന്നുകൊണ്ട് യാ ഇമാമൽ മുത്തഖീൻ, യാ ഇമാമൽ മുത്തഖീൻ, തങ്ങളെ എനിക്ക് എന്റെ ഭാര്യയോട് വല്ലാത്ത സ്നേഹമാണ്. എന്റെ ഭാര്യ എന്നുള്ളത് എന്റെ ലിവറാണ്. എന്റെ ഭാര്യ എന്റെ ഹൃദയത്തിന്റെ ഒരു ഭാഗമാണ്. എന്നെ വല്ലാതെ സ്നേഹിക്കുന്നവളാണ്. എന്റെ ഭാര്യയെ കാണാതൊരു ദിവസം എനിക്ക് ജീവിക്കുന്ന ജീവിതം ചിന്തിക്കാൻ കഴിയുന്നില്ല തങ്ങളെ. എന്റെ ഉമ്മയും ഭാര്യയും എപ്പോഴും പ്രശ്നങ്ങളാണ്. എനിക്കെന്റെ ഉമ്മാനെ മറക്കാൻ പറ്റോ ഇല്ല. എന്റെ ഭാര്യ സാധുവാണ്, പാവമാണ്. എന്റെ ഭാര്യയെ തീരെ മറക്കാനും വയ്യ തങ്ങളെ. ഉമ്മാന്റെ വാക്ക് കേട്ടിട്ട് എന്റെ ബാപ്പ എന്നോട് പറഞ്ഞത് അവിടെ ത്വലാഖ് ചൊല്ലണമെന്നാ. യാ ഇമാമൽ മുത്തഖീൻ, യാ ഇമാമൽ മുത്തഖീൻ, തങ്ങളെ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ എന്റെ എല്ലാമെല്ലാമാണ്. ഒരു വിഷമം, അവളെ ഞാൻ കല്യാണം കഴിച്ചിട്ട് എന്തൊരു ദുഃഖമാണോ എനിക്ക് വന്നത്. ഭാര്യന്റെ മുഖം കണ്ടാൽ എന്റെ ദുഃഖം തീരും. ഭാര്യയുടെ അരികിൽ വന്നൊരു ഗ്ലാസ് വെള്ളം കിട്ടിയാൽ എന്റെ ടെൻഷൻ തീരും. ആ നിലക്കുള്ള സ്വാലിഹത്തായ പെണ്ണാൻ. പക്ഷേ എന്റെ ഉമ്മ തെറ്റിദ്ധരിച്ചു പോയതാണ്. ബാപ്പാനോട് എന്തോ പറഞ്ഞു. ഉപ്പ ഇന്ന് എന്നോട് വിളിച്ചു പറഞ്ഞത് അവിടെ ത്വലാഖ് ചൊല്ലടാ എന്നാണ്. യാ ഇമാമൽ മുത്തഖീൻ, ഞാൻ എന്താണ് ചെയ്യേണ്ടത് തങ്ങളെ? ലാ തുതല്ലിഖ്ഹാ, കേട്ടോളൂ സ്ത്രീകളെ, ഉമ്മമാരെ കേട്ടോളൂ നിങ്ങള്. അഹ്മദ് ബിൻ ഹംബൽ 10 ലക്ഷം ഹദീസ് മനപ്പാഠമാക്കിയ അഹ്മദ് ബിൻ ഹംബൽ തങ്ങളാണ് പറയുന്നത്, ഒരേ ലാ തുതല്ലിഖ്ഹാ, ഉമ്മാന്റെ അവിടുന്ന് ഉപ്പാന്റെ സംസാരമെന്ന് കേട്ടിട്ട് ഉമ്മാന്റെ കാലഘട്ടത്തിൽ ഉമ്മാന്റെ വാക്കൊന്നും കേട്ട് ആ പാവത്തിനെ ത്വലാഖ് ചൊല്ലല്ല മോനെ. ആ സാധുവിന്റെ കഞ്ഞി മുടക്കല്ലടോ. സാധുവായ പെൺകുട്ടിയാണ്, പാവപ്പെട്ടവളാണ്. ആ പാവപ്പെട്ട പെൺകുട്ടിയുടെ ജീവിതം മുടക്കല്ല. ഉടൻ തന്നെ ചെറുപ്പക്കാരൻ പറഞ്ഞു, അബ്ദുല്ലാഹ് ഇബ്നു ഉമർ തങ്ങളോട് ഉമറുൽ ഫാറൂഖ് തങ്ങൾ പറഞ്ഞു, മോനെ ത്വലാഖ് ചൊല്ല്. ഉടൻ തന്നെ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ ത്വലാഖ് ചൊല്ലിയില്ലേ? ആ സമയത്ത് കൊടുത്ത മറുപടി, ഇൻകാന അബൂക മിസ്ല ഉമറ ഫതൽഖ്ഹാ, ഇൻകാന അബൂക മിസ്ല ഉമറ ഫതൽഖ്ഹാ. ഉമറേ, അവിടുന്ന് പറഞ്ഞു, മോനെ നിന്റെ ബാപ്പ ഉമറുൽ ഫാറൂഖിന്റെ സ്ഥാനത്താണെങ്കിൽ പോയി ത്വലാഖ് ചൊല്ലിക്കടോ. എന്റെ ഉപ്പേ ഉമറുൽ ഫാറൂഖിന്റെ സ്ഥാനത്താണ് പോയി ത്വലാഖ് ചൊല്ലിക്കും മോനെ. സുബ്ഹാനല്ലാഹ്, വല്ലാത്തൊരു പാഠം. നാട്ടുകാരെ, എന്റെ ശബ്ദം കേൾക്കുന്ന യുവാക്കളെ ഞാൻ വാഴ്ന്നു നിർത്തുന്നു. ഇതാണ് നമുക്കുള്ള പാഠം. നമ്മളെ ഉമ്മയും ബാപ്പയും ഉമറുൽ ഫാറൂഖിന്റെ സ്ഥാനത്താണ്, എന്നാ പോയി ത്വലാഖ് ചൊല്ലിക്കോളി. ഉമറുൽ ഫാറൂഖിന്റെ സ്ഥാനത്തൊന്നല്ല നമ്മുടെ ബാപ്പ. അപ്പൊ ഇപ്പൊ എന്തെങ്കിലും ഒരു വാക്കേറ്റം നടന്ന് കേൾക്കുമ്പോഴേക്കും ഓടിപ്പോയി ചെറുപ്പക്കാരെ ത്വലാഖ് ചൊല്ലരുത്. ഉമ്മാന്റെ വാക്ക് കേട്ട് ബാപ്പാന്റെ വാക്ക് കേട്ട് ആ പാവങ്ങൾ നിങ്ങൾ കഞ്ഞുമുടക്കരുത്. ആ പാവങ്ങൾ സാധുക്കളാണ്, പാവങ്ങളാണ്. ആ പാവങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിക്കണം. ആ സാധുക്കളെ മാറോട് ചേർത്ത് പിടിക്കണം. ഭാര്യമാർ പച്ച പാവങ്ങളാണ്. ആ സാധുക്കളെ മറക്കരുത്. ഈ മുസ്ലിയാരെ വാഴ് കെട്ടി ഞാൻ ഈ വാഴ് മുറുക്കുന്നു. ഉമ്മാന്റെ ബാക്കി ഹദീസുകൾ വായിക്കാൻ ഇപ്പൊ സമയമില്ല. ഉമ്മാന്റെ മധുഹ് കെട്ടി ഉപ്പാന്റെ മഹത്വം കെട്ടി ഭാര്യമാരോട് ചെറിയ വെറുപ്പ് ഈ മുസ്ലിയാരെ വാഴ് കെട്ടി ചെറുപ്പക്കാരെ നിങ്ങൾക്കുണ്ടാവരുത്. ഈ പ്രസംഗം വെറുതെയാകും. അള്ളാഹു എന്നെ വിടുന്ന വിടൂല.
ഈ മുസ്ലിയാരെ പ്രസംഗം കേട്ടിട്ട് ഭാര്യമാരോട് ആരെങ്കിലും കടുപ്പം കാണിച്ച ഈ മുസ്ലിയാരെ പ്രസംഗക്ക് വെറുതെയാവും. അതുകൊണ്ട് തന്നെ ഭാര്യമാർക്ക് കൊടുക്കേണ്ട പദവിയൊക്കെ സാധുക്കളാണ്. ഓ മുസ്ലിം ചെറുപ്പക്കാരെ, ആ പാവപ്പെട്ട പെൺകുട്ടിക്ക് ഒരു ദിവസം ദുആ ചെയ്യാതെ ഉറങ്ങരുതേ. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. നിങ്ങളൊക്കെ കല്യാണം കഴിക്കുമ്പോൾ ഓർക്കേണ്ട കഥകളാണ്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇത് കഴിച്ചവരുണ്ടോന്നല്ല, ഇപ്പൊ ചെറിയ കുട്ടികളും കഴിക്കാൻ തുടങ്ങി. അപ്പൊ കഴിച്ചോന്നൊന്നും അറിയില്ല. പഠിക്കണ സമയത്ത് തന്നെ കല്യാണം കഴിക്കാൻ തുടങ്ങി. കല്യാണം കഴിച്ചുകൊള്ളൊന്നും അറിയില്ല. അപ്പൊ ഞാൻ പറയുന്നത്, എന്റെ നല്ലവരായ സഹോദരങ്ങളോട്, കൂട്ടുകാരെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ഭാര്യമാർക്ക് ദുആ ചെയ്യാതൊരു ദിവസം ഭാര്യമാരോട് ചിരിച്ചു കളിച്ച് നടക്കുക, ഭാര്യമാരോട് എത്ര കണ്ട് തമാശ പറയുന്നുണ്ടോ, രോഗങ്ങളിൽ നിന്ന് അല്ലാഹു രക്ഷപ്പെടുത്തുന്നതാണ്. 70ഓളം വരുന്ന ആഫത്തുകളിൽ നിന്ന് അല്ലാഹു രക്ഷപ്പെടുത്തും. ഭാര്യമാരോട് തമാശ പറഞ്ഞ പ്രായപരിധിയൊന്നുമില്ല. വയസ്സായ ഉപ്പമാരുണ്ടെങ്കിലേ നിങ്ങളെ ഭാര്യ ജീവിച്ചിരിക്കണേ പോയിട്ട് വലിയ പുതിയണ്ണായിക്കണ എന്നൊക്കെ പോയി പറഞ്ഞു നോക്കി. 85 വയസ്സായ ഉമ്മാമാനോട്, ഇപ്പൊ വലിയ പുതിയണ്ണ, അവളിങ്ങനെ പുതിയണ്ണായിട്ടേ നടക്കുള്ളൂ. തമാശ പറഞ്ഞോളൂ ഉപ്പമാരെ. നല്ല ആഫിയത്താൻ, ബറക്കത്താൻ, രോഗമൊന്നും ഉണ്ടാവില്ല. ഇതിങ്ങനെ പോയിട്ട് ഇങ്ങനെ റബ്ബർ ബന്ധ വാട്ട പോലെ ഇരിക്കും. പിന്നെ രോഗം പടരാതിരിക്കും. അവിടെയും മുണ്ടൂല, ഇവിടെയും മുണ്ടൂല, അപ്പുറത്തും മുണ്ടൂല, ഇപ്പുറത്തും മുണ്ടൂല. പോയാ ഇരുത്തങ്ങനെ ഇരിക്കുക. ഉപ്പമാരെ, നിങ്ങളെ ഭാര്യമാരുണ്ടോ? പേരക്കുട്ടികൾ നിങ്ങൾക്കുണ്ട്, എന്നാലും നിങ്ങളെ ഭാര്യമാരോട് തമാശ പറഞ്ഞോളി. ചിലപ്പോ മക്കൾ വരും, ഉമ്മി ബാപ്പി പഴയ തമാശ എപ്പോഴും വിട്ടിട്ടില്ല, എന്നാലും ആയിക്കോട്ടെ, അവര് പറഞ്ഞോട്ടെ, നിങ്ങൾ പറഞ്ഞോളി. 75 വയസ്സുള്ള ഉപ്പിയും ഭാര്യയോട് പറയട്ടെ. 85 വയസ്സുള്ള ബാപ്പയാണോ അവിടെ ഭാര്യ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ തമാശ പറയട്ടെ. നസറത്ത് ബിഹിമുർ റഹ്മാ, എന്തൊരു ഐശ്വര്യമാണത്. അതൊക്കെ പോയി. ഇതൊക്കെ പറ്റ പഴഞ്ചനായി പോണ്ട്. ഈ പ്രസംഗം പഴയ പഴഞ്ചനായി പോവുക. വയസ്സായ നമ്മളെ ഉമ്മയും ബാപ്പയും തമാശ നടക്കുകയാണ്. ഇത് നമ്മൾ കണ്ട് ആസ്വദിക്കും ചെയ്യുക. അൽഹംദുലില്ലാഹ്. എന്താണതൊക്കെ? വല്ലാത്ത ബർക്കത്താ. ഓരോരോട് തമാശ അറിയാം. ഞാൻ മലപ്പുറത്ത് നമ്മുടെ ആചാര്യപ്പള്ളി ഭാഗത്തൊരു ക്ലാസ്, കുടുംബ ക്ലാസ്. അവര് പെണ്ണൊരു ചെറിയ എഴുത്ത്, ഉസ്താദെ എന്റെ കല്യാണം കണ്ട് 20 കൊല്ലായി, ഇതുവരെ എന്റെ ഭർത്താവ് ചിരിക്കുന്ന കണ്ടിട്ടില്ല, ചിരിച്ചിട്ടാന്ന് വരക്കണം. അല്ലോ ഞാൻ പറഞ്ഞ മനസ്സിലായി മക്കളെ, നിങ്ങളൊന്ന് മൂളി, നിങ്ങളൊന്ന് സഹകരിക്കും മക്കളെ, ഞാൻ നിർത്തുകയാണ്. അപ്പോ ഞാൻ പറയുന്നത്, ഒരു പെണ്ണെഴുതിയത് എത്ര മനുഷ്യന്മാരറിയോ? കല്യാണം കഴിഞ്ഞിട്ട് 20 കൊല്ലായി എന്റെ ഭർത്താവിനോട് ചിരിക്കുന്ന കണ്ടിട്ടില്ല. കുറെ വിദ്വാന്മാർ അങ്ങനെ ഉണ്ട് ഞങ്ങളുടെ നാട്ടിലൊക്കെ. നിങ്ങളെ നാട്ടിലൊന്നും ഉണ്ടാവില്ല. പള്ളി ചെന്ന വലിയ ശുചായ, അങ്ങാടി ചെന്ന വലിയ നല്ല നീറ്റ് സ്വഭാവം. പള്ളി ചെന്നാലും അങ്ങാടി ചെന്നാലും കൂട്ടുകാരുടെ അടുത്ത് എന്തൊരു സ്വഭാവം അറിയോ? ഭാര്യന്റെ അടുത്ത് വന്ന കൊരങ്ങ് മോഡൽ, കൊരങ്ങ്, നാണം കെട്ട മനുഷ്യൻ. ഭാര്യമാരുടെ അടുത്ത് വന്ന പുഞ്ചിരിക്കണം, തബസ്സുമുക്ക എന്നല്ലേ ഇസ്ലാം പഠിപ്പിക്കുന്നത്. കൂട്ടുകാരുടെ മുഖത്തോക്കി പുഞ്ചിരിക്കുന്നത് സ്വതക്കയാണ്. ഭാര്യയുടെ മുഖത്തോക്കി പുഞ്ചിരിക്കുന്നത് ഇബാദത്താ. ഭാര്യയുടെ മുഖത്തോക്കി പുഞ്ചിരിക്കുന്നത് തബസ്സുമുക്ക. എന്തൊരു ഐശ്വര്യമാണ്, എന്തൊരു റാഹത്താണ്, എന്തൊരു ബറക്കത്താണ് ഭാര്യമാരോട്. അപ്പൊ 20 കൊല്ലം ആ പെണ്ണിന്റെ വേദന എത്ര ഉണ്ടാവുന്നു? കല്യാണം കഴിച്ചിട്ട് 20 കൊല്ലായിട്ട് ചിരിക്കാത്ത ഭർത്താവ് എന്ന് പറഞ്ഞ കാര്യപ്പെട്ട ആചാര്യൊക്കെ തന്നെ പള്ളി കമ്മിറ്റി മെമ്പർ എന്നല്ല, പള്ളി കമ്മിറ്റിയുടെ തണ്ടാണ്. എന്ത് തണ്ടായിട്ട് എന്താ വീട്ടിൽ ചെന്ന എന്താ രൂപ പറയാൻ പറ്റില്ല. ആ ഒരു വൃത്തികെട്ട ശൈലി, നാരി മോഡല്, പുലി മോഡല്. ഈ മനുഷ്യന്റെ വരവ് കണ്ട പെണ്ണ് കരയാൻ തുടങ്ങും, പേടിച്ചിട്ട് അടിക്കാൻ പോകുക എന്നുള്ളടത്താണ്. അബൂമയ്യത്ത് എന്നവരുടെ അയൽവാസി ഭാര്യനെ നല്ലോണം തല്ലിക്കൊല്ലുന്ന ആളാണ്. ഒരിക്കൽ അബൂമയ്യത്ത് വീട്ടിൽ നിന്ന് ഇങ്ങനെ സുബ്ഹാനല്ലാഹ് ഒരു പെണ്ണെ വിട്ടുനിന്ന് അവിടെ നിന്ന് വരിക. അപ്പൊ അവിടെ വീടിന്റെ മുറ്റത്ത് നിൽക്കുന്നുണ്ട്. അപ്പൊ ഭർത്താവിനെ കണ്ടപ്പോ പാഞ്ഞു വീട്ടിലേക്ക്. എന്നിട്ട് അയൽപ്പക്കത്തെ വീടല്ലേ, ആ പെൺകുട്ടി കരയാൻ തുടങ്ങി. ആ കരച്ചിൽ അബൂമയ്യത്ത് എന്നവര് കേട്ടു. സുബ്ഹാനല്ലാഹ് മക്കളെ വിളിച്ചിട്ടേ. അപ്പൊ ഇവ നേരെ വന്നു. അപ്പൊ പെണ്ണെന്തിനാ കരയുന്നറിയോ? ഇതപ്പൊ വരും, വന്നാടി, ചവിട്ടും കുത്തും. എത്ര മനുഷ്യന്മാരാ, നന്ദി കെട്ട മനുഷ്യന്മാർ, ഭാര്യയെ തല്ലിക്കൊല്ലുന്നവർ. മനുഷ്യ, ഭാര്യമാരെ അടിക്കല് പോയി ഭാര്യമാരുടെ മുഖത്ത് നോക്കി വേദനിപ്പിക്കുന്നൊരു വാക്ക് പറഞ്ഞാൽ പൊരുത്തപ്പെടിക്കലേ പുരുഷന്മാരെ. ഇതല്ലേ ദീന് പഠിപ്പിക്കുന്നത്, ഇസ്ലാം പഠിപ്പിക്കുന്നത്. എന്നിട്ട് ഈ പെണ്ണിങ്ങനെ പേടിച്ച് കരഞ്ഞു. പിന്നുണ്ട് വല്ലാത്ത കരച്ചിൽ കേൾക്കണം. അവ അടുക്കളയ്ക്ക് ചെന്നിട്ട് വടിയെടുത്തടിക്കാന്ന്. എന്താ മക്കളെ പറയാ, കീറവർഗ് എന്നൊക്കെ പറയില്ലേ, വിറകെടുത്തടിക്കുക. അപ്പൊ അബൂമയ്യത്ത് മക്കൾ വിളിച്ചോടിച്ചു, മോനെ മക്കൾ വിളിച്ചോടിക്കുക, എന്താണ് നിങ്ങളെ വീട്ടിൽ ഉമ്മ ആരാ കരയുന്നു? അപ്പൊ കുട്ടികള് ഉപ്പ വന്നിട്ട് ഞങ്ങളെ ഉമ്മാനെ അടിക്കാണ്. ആ മക്കളെ, ആ സമയത്ത് അബൂമയ്യത്ത് വീടിന്റെ അരികിൽ വന്നു.
വരാന്തിൽ വന്ന് നിന്നിട്ട് റഅയ്തു റിജാലൻ യദ്രിബൂന നിസാഅഹും, ഭാര്യമാരെ അടിക്കുന്ന പുരുഷന്മാരുണ്ട്. അല്ലാഹു ചാട്ടവാറുകൊണ്ട് അവരെ പാഠം പഠിപ്പിക്കുന്നതാ. അവരൊക്കെ മരിക്കുമ്പോ റൂഹ് തൊണ്ടക്കുടിയിലെത്തുന്ന സമയത്ത് ഒരു തുള്ളി വെള്ളം ഇറക്കാൻ അവർക്ക് സാധ്യമല്ല. അബൂബയ്യത്തങ്ങ് പറഞ്ഞില്ലേ? പക്ഷേ അത് കേട്ടപ്പോ തരിച്ച മനുഷ്യൻ. അങ്ങനെ ആ മനുഷ്യൻ ആരാണ് ഈ ഒച്ചപ്പാട്? പുറത്തു വന്നപ്പോഴേ അബൂമയ്യ എടാ, അബൂമയ്യ പറയാ എടാന്നങ്ങ് വിളിച്ചിട്ട് അവൻ ചോദിക്ക, ഈ കുട്ടികളുടെ ഉമ്മല്ലടാ അത്, ഈ മക്കളെ ഉമ്മല്ലടാ അത്, ഈ കുട്ടികളുടെ ഉമ്മാനടാ നീ പോയി അടിക്കുന്നത്? പോയി പൊരുത്തപ്പെടിക്കടാ. ആ മനുഷ്യനെ ദിവസം അടിക്കുന്ന ഭർത്താവ് ചെന്നിട്ട് ആ സാധു പെൺകുട്ടിയുടെ ചുണ്ടത്ത് മുത്തം കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഞാനൊരു പാവാണ്, പൊരുത്തപ്പെടണം, എന്റെ ജീവിതത്തിൽ ഞാൻ നിന്നെ അടിക്കൂല, പാവാണ് ഞാൻ, പൊരുത്തപ്പെട്ടു തരണം. ആ പെൺകുട്ടി ഭർത്താവിനെ അടച്ചു കൂട്ടിക്കൊണ്ട്, പടച്ചവനെ എന്റെ ഭർത്താവിന്റെ കാലിന്റെ ചുവട്ടിൽ എനിക്ക് സ്വർഗം നൽകണേ അല്ലാ. ആ പെൺകുട്ടി ദുആ ചെയ്തു. പുരുഷന്മാരെ, ഇത്രേ ഉള്ളൂ, പച്ച സാധുക്കളാണ് നമ്മുടെ ഭാര്യമാർ. നീ പൊരുത്തപ്പെടുമെന്ന് പറഞ്ഞാൽ എല്ലാം അരിഞ്ഞു പോകും. അതുകൊണ്ട് പാവങ്ങൾ അടിക്കരുത്, ഭാര്യമാരെ ചീത്ത പറയരുത്, ഭാര്യമാരെ അടിക്കാനും പിടിക്കാനൊന്നും പോകണ്ട. അവർക്ക് നല്ല സ്നേഹം കൊടുത്തോളൂ, നല്ലൊരു ജീവിതം അവർക്ക് ഉണ്ടാക്കി കൊടുത്തോളൂ. എന്റെ ഈ മുസ്ലിയാരെ ഭാഗം മാതാപിതാക്കൾ വെച്ച് പറഞ്ഞപ്പോ ഞാൻ മറുഭാഗം പറഞ്ഞത് മാത്രം. അവരോട് നമ്മൾ നമ്മുടെ ഭാര്യമാരോട് കടുപ്പൊന്നും കാണിക്കുന്നു. അള്ളാഹു താലൊക്കെ ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. എല്ലാവരും എഴുന്നേറ്റ് വരെ, ഞാൻ നിർത്തിയാണ്, 10 കഴിഞ്ഞു. ഇനി ഞാൻ നീട്ടുന്നത് ശരിയാണ്. എല്ലാരും അടുത്തു, എല്ലാവരും ആ ചെറുപ്പക്കാരൊക്കെ അടുത്തു വന്ന് നമുക്ക് എളുപ്പം ദ്വാരന്ന് പോകാം. അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അഷ്ശഫീഉൽ നബ്തഹി വൽ ഹബീബിൽ അറബി അൻത തത്ലഉ ബൈനനാ ഫിൽ കവാകിബി കൽ ബുദൂർ ബൽ വഅശ്റഫു മിൻഹു യാ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു അലൻ നബി. എല്ലാവരും നടത്തി വരും, പെട്ടെന്ന് വന്നോളി, നമുക്ക് എളുപ്പം ദ്വാരന്ന് പോകാം. പെട്ടെന്ന് പോകാം, കാരന്മാരൊക്കെ ഉണ്ട് വരും, ഉപ്പമാരെ എല്ലാവരും ഉണ്ട്, ചെറുപ്പക്കാരൊക്കെ ഉണ്ട്. أنت أم أم أبو ما رأينا فيهما مثل حسنك قط يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع المبتهي والحبيب العربي الشفاعة هب لنا في القيامة مشفقا واهلنا إلا يا سيدي خير النبي الشفاعة هب لنا في القيامة مشفقا واهلنا إلا يا سيدي خير النبي الشفاعة هب لنا في القيامة مشفقا واهلنا إلا يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع المبتهي والحبيب. അല്ലാഹു നമുക്ക് സ്വർഗത്തിൽ ലഭിച്ചു വിട്ടുമാറാവട്ടെ. സ്വർഗത്തിൽ ഇങ്ങനെ പോകുമ്പോ, സ്വർഗത്തിലേക്ക് ഇങ്ങനെ കിടക്കുമ്പോ ഉമ്മ ഉപ്പ ഒരു ഭാഗത്ത്, നമ്മുടെ മക്കൾ ഒരു ഭാഗത്ത്, കൂട്ടത്തിൽ നമ്മുടെ ഭാര്യ ഒന്ന് കാണും. അല്ലെങ്കിൽ സ്വർഗത്തിൽ ഒരു റാഹത്തില്ലല്ലോ. അല്ലെങ്കിൽ സ്വർഗം കിട്ടിയിട്ട് എന്താ, ഭാര്യ നമുക്ക് സ്വർഗത്തിൽ കണ്ടില്ലെങ്കിൽ, സ്വർഗം കിട്ടിയിട്ട് എന്താ, ഭാര്യ നമുക്ക് സ്വർഗത്തിൽ കണ്ടില്ല. ആളുടെ രാജ്യം